നമസ്കാരം. നമ്മൾ നേരത്തെ ഒരു പ്രിലിമിനറി ഓവർവ്യൂ ചാപ്റ്ററിനെ കുറിച്ച് ഡിസ്കഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പ്രിലിമിനറി ചാപ്റ്ററിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 2 ആണ്. ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി ആൻഡ് മാറ്റേഴ്സ് ഇൻസിഡന്റൽ തിയർ എന്നുള്ള ചാപ്റ്ററാണ്. ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയലിന്റെ ഒരു PDF വെർഷനാണ്. കോപ്പിറൈറ്റ് എക്സ്ക്ലൂസീവ്ലി ICAയുടെ ഞാനത് പഠിപ്പിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി മാത്രം അത് ഇത് ഇവിടെ പബ്ലിഷ് ചെയ്യണമെന്നേ ഉള്ളൂ, ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നോക്കാം. ഇൻകോർപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 12%, അതായത് 12 മാർക്ക് വരെ വെയിറ്റേജ് വരാനുള്ള ഒരു ഏരിയ ആണ് ഇൻകോർപ്പറേഷൻ. മുമ്പ് പറഞ്ഞതുപോലെ CA ഇന്റർവ്യൂവിന് പഠിക്കുമ്പോൾ ബേസിക്സ് പഠിച്ചു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. കാരണം കമ്പനി ലോ ഇന്നും ഫൈനലിൽ വീണ്ടും കൊണ്ട് പഠിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി മാത്രം എന്നൊരു ഇതിലോട്ട് ചെയ്യുന്നത് ബുദ്ധിയല്ല. കാരണം അല്ലാതെ തന്നെ നമ്മൾ കമ്പനി ലോയുടെ ബേസിക്സ് അറിയണം, അല്ലെ? കമ്പനി ലോയുടെയൊക്കെ ബേസിക്സ് അറിഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോൾ ഏതൊക്കെ ഏരിയ പഠിക്കണം എന്നുള്ളത് പരീക്ഷ പോയിന്റ് ഓഫ് വ്യൂ മാത്രമല്ല, കൺസെപ്റ്റ്സ് ക്ലിയർ ആയിരുന്നാൽ മാത്രമേ ഫൈനലിൽ പഠിക്കാനും മറ്റുള്ള പ്രൊഫഷണൽ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഒരു പഠിക്കാൻ വേണ്ടി മാത്രം എന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട ഏരിയസ് എന്തൊക്കെയാണെന്ന് സാർ ഡിസ്കസ് ചെയ്യാം. ബേസിക്കലി പഠിക്കേണ്ട ഏരിയസ് ഒന്ന് ഫോർമേഷൻ ഓഫ് കമ്പനി, ഇൻകോർപ്പറേഷൻ ഓഫ് കമ്പനി. ഈ 2 ചാപ്റ്ററുമാണ് ഏറ്റവും കൂടുതൽ, ഈ 2 പാർട്ടാണ് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം ഈ പറഞ്ഞ പോലെ ഇൻകോർപ്പറേഷന്റെ സ്റ്റേജസ് നിലയിൽ പഠിക്കണം. പ്രത്യേകിച്ച് ഇൻകോർപ്പറേഷന്റെ ഫോംസ്. അതധികം സ്റ്റഡി മെറ്റീരിയൽ ഇല്ലെങ്കിൽ NCയുടെ വെബ്സൈറ്റിലോ ഗൂഗിളോ സെർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻകോർപ്പറേഷൻ ഫോംസ് കിട്ടും. ഡയറക്ടറിന്റെ കൺസെന്റ് ഫയൽ ചെയ്യേണ്ടത്, അതിലെ ഇൻകോർപ്പറേഷൻ സ്പൈസ് ഫോം, പേര് കിട്ടേണ്ട റൺ എന്നൊരു ഫോം, അങ്ങനത്തെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, ഒരു നോട്ട്ബുക്കിൽ കുറിച്ചെടുത്ത് എപ്പോഴും ഒരു നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പൊ ഇൻകോർപ്പറേഷനിൽ പഠിക്കേണ്ട മെയിനായിട്ട് കാര്യം ഈ പറഞ്ഞ പോലെ സ്റ്റെപ്സ് ഓഫ് ഇൻകോർപ്പറേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാമല്ലോ, കമ്പനി വൺസ് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫൈനലായിരിക്കും. ആ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ് എവിഡൻസ് ആണ്, അല്ലെ? വളരെ ഫേമസ് ആയിട്ടുള്ള മൂസ വേഴ്സസ് ഇബ്രാഹിം, ഇതാണ് കേസ്. മൂസ MOOSA വേഴ്സസ് ഇബ്രാഹിം എന്ന കേസിൽ പറഞ്ഞിട്ടുണ്ട്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ ഇൻകോർപ്പറേഷന്റെ പ്രൊസീജിയർ എല്ലാം പാലിച്ചു കഴിഞ്ഞ് ഒരു കമ്പനിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് കൺക്ലൂസീവ് എവിഡൻസ് ആണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നുള്ളതിന്റെ കൺക്ലൂസീവ് എവിഡൻസ് ആണ്. അപ്പൊ അത് അവിടെ ഒരു ഏരിയയിൽ നോക്കണം. പിന്നെ ഒരു പുതിയൊരു കമ്പനിയാണ് അറിയാലോ, OPC, 1 person കമ്പനി. ഡെഫിനിഷൻ 2 clause 62 കിടക്കുന്ന OPC. എന്താണ് OPC? OPC എന്ന് വെച്ചാൽ ഒരാളെ വെച്ച് തന്നെ നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കമ്പനീസ് ആക്ടിൽ 3 ടൈപ്പ് കമ്പനിയാണ് ബേസിക്കലി ഉള്ളത്: പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി, പിന്നെ OPC. തലകുത്തിനെ പറഞ്ഞാൽ OPC 1 person കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. ഈ 3നും വേണ്ട മിനിമം മെമ്പേഴ്സ് എന്തൊക്കെയാണ്? OPCക്ക് 1 ആൾ വേണം, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്ക് 2 ആൾ വേണം, പബ്ലിക് ലിമിറ്റഡ് കമ്പനിക്ക് 7 ആൾ വേണം. അപ്പൊ ഇങ്ങനെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് കമ്പനി തിരിച്ചിരിക്കുന്നത്. OPC എന്ന് പറയുന്നത് ഒരാളെ വെച്ച് മാത്രം നമുക്ക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അയാൾ മരിച്ചുപോയോ അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ ഒരു നോമിനിയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വെക്കണം. അങ്ങനെയാണ് നമ്മൾ മെമ്മറാണ്ടം രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ OPC ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻകോർപ്പറേഷനും അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ യൂണിക്നെസ്സും ഒന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. പിന്നെ ഉള്ളത് സെക്ഷൻ 8 കമ്പനി. പഴയ ലോയിൽ സെക്ഷൻ 25 കമ്പനിയായിരുന്നു, അതിപ്പോൾ മാറി സെക്ഷൻ 8 കമ്പനിയായി. അപ്പൊ അത് ബന്ധപ്പെട്ട ഏരിയാസ് ഒന്ന് നോക്കിയിരിക്കുന്നത് നല്ലതാണ്. അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എങ്ങനെയാണ്, അതിന് സെൻട്രൽ ഗവൺമെന്റിൽ നിന്നും ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് പഠിക്കുക. പൊതുവെ ഈ ചാപ്റ്ററിൽ OPCയും സെക്ഷൻ 8 കമ്പനിയിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ, ഏതെങ്കിലും ഒന്നിൽ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ഇവിടെ അടുത്ത് പഠിക്കേണ്ട ഏരിയ, ഈ പഠിക്കേണ്ട മെയിൻ ഏരിയസ് മാത്രമേ സാറ് പറയുന്നുള്ളൂ. ഇടയ്ക്കുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതിയാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയയാണ് മെമ്മറാണ്ടവും ആർട്ടിക്കിൾസും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, പ്രത്യേകിച്ച് ഇന്റർമീഡിയറ്റ് ലെവലിൽ. മെമ്മറാണ്ടം പഠിക്കുമ്പോൾ മെയിൻ ആയിട്ട് അതിൻ്റെ അടുത്ത് പഠിക്കേണ്ടത് അതിന്റെ ഡിഫറെന്റ് ക്ലോസസ് ആണ്. നിങ്ങൾക്ക് അറിയാം, അല്ലെ? നെയിം ക്ലോസ്, രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ഓബ്ജക്ട് ക്ലോസ്, അതുപോലെ തന്നെ ക്യാപിറ്റൽ ക്ലോസ്, ലയബിലിറ്റി ക്ലോസ്. ഈ എല്ലാ ക്ലോസിനെ കുറിച്ചും നിലയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. എസ്പെഷ്യലി അതിൻ്റെ അകത്ത് ഓബ്ജക്ട് ക്ലാസ് നിലയിൽ പഠിച്ചിരിക്കണം. ഓബ്ജക്ട് ക്ലാസ് പഠിക്കുമ്പോഴാണ് ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് പഠിക്കേണ്ടത്. ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് എന്ന് പഠിക്കുമ്പോൾ ആഷ്ബറി റെയിൽവേ കമ്പനിയുടെ ഒരു കേസ് വരും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് ആഷ്ബറിയുടെ കേസ്. അതും കൂടെ ഒന്ന് നോക്കി പോകുന്നതല്ല. എന്താണ് അൾട്രാ വൈറസ്? കമ്പനിയുടെ മെയിൻ ഓബ്ജക്ട്സിൽ അല്ലെങ്കിൽ കമ്പനിയുടെ ഓബ്ജക്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യവും ഒരു കമ്പനി ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അൾട്രാ വൈറസ്. അൾട്രാ വൈറസ് എന്ന് വെച്ചാൽ എന്താണ്? വോയിഡ് അബ് ഇനിഷ്യോ ആണ്. കമ്പനിയോ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിനെയോ ആരെയും തന്നെ അത് ബാധിക്കത്തില്ല. അപ്പൊ അതുമായിട്ട് ഡീൽ ചെയ്യുന്ന ജനറൽ പബ്ലിക്കിന് നിയമപരമായിട്ട് പോലും അതിനൊരു നിലനിൽപ്പുണ്ടാവത്തില്ല. അതുമാത്രമല്ല, ഷെയർ ഹോൾഡേഴ്സിന് പോലും ആ ട്രാൻസാക്ഷൻ പിന്നെ റാറ്റിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് അൾട്രാ വൈറസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പനിയെ ബാധിക്കാത്ത അല്ലെങ്കിൽ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സിൽ പറയാതെ ചെയ്യുന്ന ഒരു കാര്യത്തിനെയാണ് നമ്മൾ അൾട്രാ വൈറസ് എന്ന് പറയുന്നത്. ഉദാഹരണം, ഒരു കമ്പ്യൂട്ടർ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണെന്ന് ചോദിക്കുക. കുറെ കമ്പ്യൂട്ടറും കാര്യങ്ങളും ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. അത് ലോൺ കൊടുത്തു തുടങ്ങി. ലോൺ കൊടുക്കുന്നതിന്റെ ഒബ്ജക്റ്റീവ്സിലുണ്ടോ? ഇല്ല, ചുമ്മാ ലോൺ കൊടുത്തു തുടങ്ങി. ഇങ്ങനെ ലോൺ കൊടുത്തു തുടങ്ങുമ്പോൾ ആ ലോൺ ട്രാൻസാക്ഷൻ ഈസ് അൾട്രാ വൈറസ്. കാരണം
ലോൺ കൊടുക്കുന്ന ട്രാൻസാക്ഷൻ കമ്പനിയുടെ മെമ്മറാണ്ടത്തിൽ ഓബ്ജക്ട് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതല്ല. അപ്പോൾ അത് വോയിഡ്, ആ ട്രാൻസാക്ഷൻ ഇസ് വോയിഡ് അബ് ഇനിഷ്യോ ദാറ്റ് കനോട്ട് ബി ഈവൻ റാറ്റിഫൈഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. അപ്പോൾ അതാണ് ആ കൺസെപ്റ്റ്. മെമ്മറാണ്ടത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് ഈ എല്ലാ ക്ലോസസും പഠിക്കണം. പ്രത്യേകിച്ച് ഓബ്ജക്ട് ക്ലാസ്സിന് ഊന്നൽ കൊടുത്ത് പഠിക്കുക. പിന്നെ നെയിം ക്ലോസും നിലയിൽ പഠിക്കുക. പേര് എങ്ങനെ കിട്ടുന്നു, റൺ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു, അതുപോലെ തന്നെ കമ്പനിയുടെ പേര് അൺഡിസൈറബിൾ ആയിരിക്കാൻ പാടില്ല, എത്ര പേര് അപ്ലൈ ചെയ്യണം, എത്ര ഫീസ് കൊടുക്കണം, കമ്പനിയുടെ പേരും കമ്പനിയുടെ ഓബ്ജക്റ്റുമായിട്ട് ലിങ്ക് ഉണ്ടാവണം, അങ്ങനത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. റിസർവേഷൻ ഓഫ് നെയിം പഠിക്കണം. അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് നിലയിൽ പഠിച്ചു വയ്ക്കുക. എസ്പെഷ്യലി അവിടെ കമ്പനിയുടെ പേര് അൺഡിസൈറബിൾ ആവാൻ പാടില്ല എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് നിലയിൽ പഠിക്കാം. അത് കഴിയുമ്പോൾ മെമ്മറാണ്ടം കഴിയും. പിന്നെ ആർട്ടിക്കിൾസ്, കമ്പനിയുടെ ഇന്റേണൽ റെഗുലേഷനെയാണ് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. പൊതുവെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടൻ്റ് അല്ല, എങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോവുക. ഈ മെമ്മറാണ്ടം പഠിക്കുമ്പോൾ ആർട്ടിക്കിൾസ് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ട, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ടോ ഇല്ലെങ്കിൽ പോലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 ഡോക്ടറിൻസ് ആണ്. നേരത്തെ ഒരു ഡോക്ടറിൻ പറഞ്ഞു, ഡോക്ടർ ഓഫ് അൾട്രാവൈറസ് ആണ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് വേറെ 2 ഡോക്ടറിനാണ്. ഒന്ന് ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, രണ്ടാമത്തത് ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. ഈ 2 ഡോക്ടറിനെ കുറിച്ചും നല്ല എന്ത് ചെയ്യുക, പ്രത്യേകം നോക്കി വയ്ക്കുന്നത് നല്ലതാണ്. അതിനുശേഷം ഈ 2 ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടതിന് ശേഷം അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഇത്, ആൾട്രേഷൻ ഓഫ് മെമ്മറാണ്ടവും ആൾട്രേഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഓഫ്. ഇതിന് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ഓരോ ക്ലോസും ഓൾട്ടർ ചെയ്യുന്നത് പ്രത്യേകം പഠിക്കും. ആൾട്രേഷൻ ഓഫ് നെയിം ക്ലോസ്, ആൾട്രേഷൻ ഓഫ് ഓബ്ജക്ട് ക്ലോസ്, ആൾട്രേഷൻ ഓഫ് രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ്, ആൾട്രേഷൻ ഓഫ് ക്യാപിറ്റൽ ക്ലോസ്, ആൾട്രേഷൻ ഓഫ് ലയബിലിറ്റി ക്ലോസ്. ലയബിലിറ്റി ക്ലോസ് പൊതുവെ ഓൾട്ടർ ചെയ്യാറില്ല, എങ്കിലും ആ ഏരിയയും കൂടെ നിലയിൽ നോക്കണം. എസ്പെഷ്യലി രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് മാറ്റുന്നതിനെ കുറിച്ച് നിലയിൽ നോക്കാം. രജിസ്റ്റേർഡ് ഓഫീസ് ക്ലോസ് ഓൾട്ടർ ചെയ്യുന്നതിന് പല രീതിയിലുണ്ട്. അതിൻ്റെ അകത്ത് നോക്കിയാൽ വിത്തിൻ ദ സ്റ്റേറ്റ്, ഔട്ട് ദ സ്റ്റേറ്റ്, അല്ലെ, വിത്തിൻ ദ സിറ്റി ലിമിറ്റ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രത്യേക ഫോംസും അതിൻ്റെ പ്രൊസീജിയേഴ്സ്, എന്ത് റെസൊല്യൂഷൻ പാസ്സാക്കണം, ബോർഡ് റെസൊല്യൂഷൻ ആണോ, ഓർഡിനറി റെസൊല്യൂഷൻ ആണോ, സ്പെഷ്യൽ റെസൊല്യൂഷൻ ആണോ, നാഷണൽ കമ്പനി ട്രിബ്യൂണലിന്റെ കൺഫർമേഷൻ ആവശ്യമുണ്ടോ എന്നുള്ള ഏരിയാസ് വളരെ നിലയിൽ നമ്മൾ നോക്കിയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് കഴിയുമ്പോൾ കഴിയും. ഇനി അടുത്ത് അവസാനമായിട്ടുള്ള ഒരു ഇതാണ് രജിസ്റ്റേർഡ് ഓഫീസിനെ കുറിച്ച് ഒരു ലൈൻ പഠിച്ചു വെച്ചിരിക്കുന്നത് നല്ലതാണ്. എന്താണ് രജിസ്റ്റേർഡ് ഓഫീസ്, രജിസ്റ്റേർഡ് ഓഫീസിന്റെ അഡ്രസ്സ് എങ്ങനെ കിട്ടും, അത് ഏത് ഫോമിലാണ് നമ്മൾ രജിസ്റ്റർ ഓഫ് കമ്പനീസിനെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ലാസ്റ്റിലുള്ള സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് ആണ്. ഇടയ്ക്ക് വെച്ചത് വേണ്ടാന്ന് വെച്ചു 2000-ലെ, അത് പുതിയ ആക്ട് വന്നപ്പോൾ ഒരു കമൻസ്മെന്റ് ഓഫ് ബിസിനസ് സർട്ടിഫിക്കറ്റ് വേണ്ടെന്നായിരുന്നു. പിന്നെ വീണ്ടും റീഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസിനെ കുറിച്ചും കൂടെ ജസ്റ്റ് നോക്കിക്കുക. അതായത് 2 സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒന്ന് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ കിട്ടും, അതിനുശേഷം നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ് കിട്ടും. അപ്പോൾ ഇത്രയും ഏരിയാസ് നമ്മൾ നോക്കി വെക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇനിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. റെക്ടിഫിക്കേഷൻ ഓഫ് നെയിം, കൺവെർഷൻ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ കൺവെർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് കൺവെർഷനാണ്? ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് കമ്പനിയായിട്ട് കൺവെർട്ട് ചെയ്യുന്നു, പബ്ലിക് കമ്പനി പ്രൈവറ്റ് കമ്പനിയായിട്ട് കൺവെർട്ട് ചെയ്യുന്ന പ്രൊസീജിയർ നല്ല പഠിച്ചിരിക്കണം. അതിന് എന്ത് റെസൊല്യൂഷൻ വേണമെന്നുള്ളത് പഠിച്ചിരിക്കണം. ബേസിക്കലി ഒന്നുമല്ല, സെക്ഷൻ 14 സെക്ഷൻ 14 പ്രകാരം ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നമ്മൾ ആൾട്ടർ ചെയ്യണം. ഒരു കമ്പനിയെ പ്രൈവറ്റ് നിന്ന് പബ്ലിക് ആക്കാനും പബ്ലിക്കിന് പ്രൈവറ്റ് ആക്കാനും ബേസിക്കലി ചെയ്യുന്നത് കമ്പനിയുടെ ആർട്ടിക്കിൾസ് ആൾട്ടർ ചെയ്യാം. ആർട്ടിക്കിൾസ് എപ്പോൾ തൊട്ടാലും സെക്ഷൻ 14 അട്രാക്ട് ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൾട്ടർ ചെയ്യാം. പ്രൈവറ്റ് കമ്പനി ഡിഫൈൻ ചെയ്യുന്ന റെസ്ട്രിക്റ്റീവ് ക്ലോസസ് എടുത്തു മാറ്റിയാൽ അത് പബ്ലിക് കമ്പനി ആവും. പ്രൈവറ്റ് കമ്പനി ഡിഫൈൻ ചെയ്യുന്ന റെസ്ട്രിക്റ്റീവ് ക്ലോസസ് ആർട്ടിക്കിൾസ് ഉൾപ്പെടുത്തിയാൽ അതെന്താവും? പ്രൈവറ്റ് കമ്പനി ആവും. അപ്പോൾ ഒന്നിട്ട് പറയാം, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ആർട്ടിക്കിൾസ് നിന്നും റെസ്ട്രിക്റ്റീവ് ക്ലോസസ് എടുത്തു മാറ്റിയാൽ അത് പബ്ലിക് കമ്പനി ആവും. അതേ പബ്ലിക് കമ്പനിയിൽ നിന്നും റെസ്ട്രിക്റ്റീവ് ക്ലോസസ് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു മാറ്റിയാൽ. അപ്പോൾ ഇൻക്ലൂഷനും എക്സ്ക്ലൂഷനാണ്. ഇഫ് ഒരു ആർട്ടിക്കിൾസിൽ നിന്നും ഒരു പ്രൈവറ്റ് കമ്പനിയെ ഡിഫൈൻ ചെയ്യുന്ന റെസ്ട്രിക്ഷൻസ് എടുത്തു മാറ്റി എന്നുള്ളത് പബ്ലിക് ആവും. ഒരു പബ്ലിക് കമ്പനിയിൽ റെസ്ട്രിക്റ്റീവ് ക്ലോസസ് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇൻസർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രൈവറ്റ് കമ്പനിയാണ്. നമുക്കറിയാം. എങ്കിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കൺവേർഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി പ്രൈവറ്റ് ടു പബ്ലിക് ആക്കുമ്പോൾ സ്പെഷ്യൽ റെസൊല്യൂഷനും ഈ പറഞ്ഞ ആർട്ടിക്കിൾ 14 MGT 14 മതി. പക്ഷെ ഒരു പബ്ലിക് കമ്പനിയെ പ്രൈവറ്റ് കമ്പനി ആക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ എക്സ്റ്റേണൽ കൺഫർമേഷൻ കൂടെ എടുക്കേണ്ടി വരും, ട്രൈബ്യൂണലിന്റെ അപ്രൂവൽ കൂടെ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം? നോക്കിയിരിക്കണം. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സിഡറി കമ്പനി നോട്ട് ടു ഹോൾഡ് ഷെയർസ് ഇൻ ഹോൾഡിംഗ് കമ്പനി, അത്രേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഇത് ഏരിയയും കൂടെ നോക്കിയാൽ മതി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ ഞാൻ പറഞ്ഞല്ലോ 12% വരെ വെയിറ്റേജ് വരാനുള്ള ഒരു ചാപ്റ്ററാണ് ഇൻകോർപ്പറേഷൻ. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കുന്നത് തെറ്റില്ല. അപ്പോൾ പറയേണ്ട ആവശ്യമില്ല, ഒന്നിട്ട് പറയണോ? അല്ലേ? ഫോർമേഷൻ, ഇൻകോർപ്പറേഷൻ OPC ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സെക്ഷൻ 8 കമ്പനി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മെമ്മറാണ്ടം ആർട്ടിക്കിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ആൾട്രേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതിനുശേഷം കമൻസ്മെന്റ് ഓഫ് ബിസിനസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കൺവേർഷൻ ഓഫ് കമ്പനീസ്, ഒരു ക്വസ്റ്റൻ എപ്പോഴും എക്സ്പെക്ട് ചെയ്യാനുള്ള ഏരിയ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും ഏരിയാസ് എങ്കിലും മിനിമം ഈ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചിരിക്കണം. പഠിക്കുമ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാ റിലവൻറ്റ് സെക്ഷൻ നമ്പേഴ്സും, പോയിന്റ് നമ്പർ 1, റിലവൻ്റ് ആയിട്ടുള്ള ഡോക്ടറിൻസ്, പോയിന്റ് നമ്പർ 2, 3 ഡോക്ടറിനുണ്ട് ആ ചാപ്റ്ററിൽ തന്നെ. ഡോക്ടർ ഓഫ് അൾട്രാവൈറസ്, ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്, ഡോക്ടർ ഓഫ് ഇൻഡോർ മാനേജ്മെന്റ്. അതിന് സപ്പോർട്ട് ചെയ്യാനുള്ള കേസ് ലോസ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ആഷ്ബറി റെയിൽവേയുടെ കേസുണ്ട്, സാലമൗണ്ട് ആൻഡ് സാലമൗണ്ട് ഒരു കേസുണ്ട്.
അതുപോലെ തന്നെ ഈ പറഞ്ഞ മൂസ വേഴ്സസ് ഇബ്രാഹിമിൻ്റെ ഒരു കേസുണ്ട്. പിന്നെ എന്താ പറയുക, ബേസിക് ആയിട്ടുള്ള കുറച്ച് കേസസ് കൂടെ ഒന്ന് റെഫർ ചെയ്തിരിക്കുന്നത് തെറ്റില്ല. അപ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് കിട്ടും. പിന്നെ ഈ ഒന്നുകൂടി പറയാം, സെക്ഷൻ നമ്പേഴ്സ് വളരെ നിലയിൽ പഠിച്ചിരിക്കണം, അപ്ലിക്കബിൾ ആയിട്ടുള്ള ഡോക്ടറിൻസ് നിലയിൽ പഠിച്ചിരിക്കണം, ഡോക്ടറിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കേസ് ലോസ് നമ്മൾ എന്ത് ചെയ്യണം നിലയിൽ പഠിച്ചിരിക്കണം. ഇത്രയും ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. മറ്റുള്ള ചാപ്റ്റേഴ്സ് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ചാപ്റ്ററാണ്. സിഐൻഡറിന്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ കമ്പനി ലോ ഏരിയയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. PAS എന്ന് പറയും, പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എന്ന് പറയും. പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അഗെയിൻ വെയിറ്റേജ് ഉള്ളതാണ്. ഒരു 6 മാർക്ക് വരെ അല്ലെങ്കിൽ 6% വരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ്. അത് കുറച്ച് നിലയിൽ പഠിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട ഏരിയാസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് ഈ പറഞ്ഞ പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെന്റും. അതിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് പ്ലേസ്മെന്റ് നല്ല രീതിയിൽ പഠിക്കുക. അതിൻ്റെ അകത്ത് പ്രൈവറ്റ് പ്ലേസ്മെന്റിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെന്റ്, പബ്ലിക് സ്റ്റേറ്റ്മെന്റ്, പബ്ലിക് അനൗൺസ്മെന്റ് പോലത്തെ കാര്യങ്ങൾ, പബ്ലിക് ഓഫറിൽ പബ്ലിക് അനൗൺസ്മെന്റ്, പ്രോസ്പെക്ടസ് ബന്ധപ്പെട്ട കാര്യങ്ങളും, പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ അതിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ട്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ, പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെന്റ് വ്യത്യാസം എന്താണ്? പബ്ലിക് ഓഫർ എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മൊത്തമായിട്ട് ഒരു പബ്ലിക് ഇഷ്യൂ നടത്തുന്നതിനെയാണ് നമ്മൾ പബ്ലിക് ഓഫർ എന്നും. എന്നാൽ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള 200-ന് താഴെയുള്ള സെലക്റ്റഡ് ആയിട്ടുള്ള നമ്പർ, സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം നടത്തുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ പബ്ലിക് ഓഫർ അല്ലെങ്കിൽ പബ്ലിക് അനൗൺസ്മെന്റ് എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മൊത്തമായിട്ടും. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് വെച്ചാൽ ആ ഷെയർ എന്താണ്? ആ ഷെയർ വളരെ കുറച്ച് പേർക്ക് മാത്രം, വളരെ കുറച്ച് വെച്ച് സെലക്റ്റഡ് ആയിട്ട് ഓൾറെഡി സെലക്ട് ചെയ്തിരിക്കുന്ന ഇൻഡിവിജ്വൽസിന് മാത്രം കൊടുക്കുന്ന പബ്ലിക് ഇഷ്യൂ, നടത്തുന്ന ഇഷ്യൂവിനെയാണ് നമ്മൾ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. പബ്ലിക് ഓഫറിന് കൊടുക്കുന്ന എന്താണ്? ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ജനങ്ങളെ അറിയിക്കുന്ന ഡോക്യുമെന്റ്. ജനങ്ങളിൽ നിന്നും ഈ കമ്പനിയെ കുറിച്ചുള്ള ഈ ജനങ്ങൾക്ക് വേണ്ടി ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഡോക്യുമെന്റ് ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. പ്രോസ്പെക്ടസ് യൂസ്ഡ് ഫോർ പബ്ലിക് ഇഷ്യൂ അല്ലെ. പ്രോസ്പെക്ടസ് പല ടൈപ്പ് ഉണ്ട്. എന്താണ്? RHP, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഷെൽഫ് പ്രോസ്പെക്ടസ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്താണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകം ഡിസ്കസ് ചെയ്യാം. പക്ഷെ എങ്കിലും സമയക്കുറവ് കാരണം അല്ലെ, നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു ലിമിറ്റ് ഉണ്ട്. നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് സ്പെസിഫിക് ആയിട്ടിരിക്കാൻ വേണ്ടി അത് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. എങ്കിലും റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് എന്ന് വെച്ചാൽ ഏത് സമയത്താണ് ബുക്ക് ബിൽഡിംഗ് ഇഷ്യൂ, ഷെയർ ബുക്ക് ബിൽഡിംഗ് വഴി ഇഷ്യൂ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്. ആ റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസിൽ എന്താണ്? ഒരു ഷെയറിന്റെ വില എത്രയാണെന്ന് കാണത്തില്ല, പെർ ഷെയറിന്റെ വില കാണത്തില്ല. അതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസിൽ ഹെറിംഗ് എന്ന് യൂസ് ചെയ്യുന്നത്. ഹെറിംഗ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്. റെഡ് എന്ന് പറയാൻ കാര്യം ആ പ്രോസ്പെക്ടസിന്റെ ഫ്രണ്ട് ഷീറ്റ് വൈറ്റ് കളറിൽ ബ്രാക്കറ്റിൽ ചോപ്പിൽ നമ്മൾ റെഡ് എന്ന് എഴുതണം. അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ചോപ്പ് കളറിൽ നമ്മൾ റെഡ് എന്ന് എഴുതണം, അലർട്ടിന് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസിന് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്. ഹെറിംഗ് എന്ന് വെച്ചാൽ ഇൻകംപ്ലീറ്റ്, റെഡ് എന്ന് വെച്ചാൽ അലർട്ട്. കാരണം എന്താണ്? എന്തിനാണ് അലർട്ട് ചെയ്യുന്നത്? അതിനിപ്പോഴും ഷെയറിന്റെ വാല്യൂ, ഒരു ഷെയറിന്റെ വാല്യൂ ഇപ്പോഴും ഫിക്സ് ചെയ്തിട്ടില്ല. അത് ബുക്ക് ബിൽഡിംഗ് കഴിഞ്ഞ ശേഷം മാത്രമേ ഫിക്സ് ചെയ്യത്തുള്ളൂ. അതാണ് പ്രോസ്പെക്ടസിൽ ഒരെണ്ണം RHP. അടുത്ത് പറയുന്നത് ഷെൽഫ് പ്രോസ്പെക്ടസ് ആണ്. ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും മാത്രം ഇഷ്യൂ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസ്പെക്ടസിന്റെ പേരാണ് ഷെൽഫ് പ്രോസ്പെക്ടസ്. അതിനൊരു വാലിഡിറ്റി ഉള്ളൂ, 1 വർഷം. അപ്പോൾ 1 വർഷത്തിന്റെ അകത്ത് വീണ്ടും പബ്ലിക് ഇഷ്യൂ വന്നാൽ വീണ്ടും ഒരു പ്രോസ്പെക്ടസിന്റെ ആവശ്യമില്ല. കാരണം ഒരിക്കൽ ഇഷ്യൂ ചെയ്ത പ്രോസ്പെക്ടസിന് 1 ഇയർ വാലിഡിറ്റി ഉള്ളതുകൊണ്ട് ആ 1 വർഷത്തിന്റെ അകത്ത് വീണ്ടും പബ്ലിക് ഇഷ്യൂ നടത്തി കഴിഞ്ഞാൽ വേറെ ഒരു പ്രോസ്പെക്ടസും എനിക്ക് കിട്ടത്തില്ല അന്ന് പറയുന്നതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസ് ആദ്യം കിട്ടുമ്പോൾ അതിനെ കളയരുത്, അതിനെ ഷെൽഫിൽ വെച്ചേക്കണം. അതുകൊണ്ടാണ് ആ പ്രോസ്പെക്ടസിന് എന്ന് പറയാൻ കാര്യം ഷെൽഫ് പ്രോസ്പെക്ടസ് എന്ന് പറയാൻ കാര്യം. പിന്നെ ഉള്ളത് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് ആണ്. പ്രോസ്പെക്ടസ് വളരെ വോളിയമുള്ള ഡോക്യുമെന്റാണ്, 300-400 പേജ് വരുന്ന ഡോക്യുമെന്റാണ്. അതിന്റെ അബ്രിഡ്ജ് ഷോർട്ട് വെർഷൻ, ഒരു 20-30 പേജ് വരുന്ന ഷോർട്ട് വെർഷനെയാണ് നമ്മൾ എന്ന് പറയുന്നത് അബ്രിഡ്ജ് പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത്. അപ്പൊ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. അപ്പൊ ഇവിടെ പഠിക്കേണ്ടത് മെയിനായിട്ട് പഠിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെന്റും, അടുത്ത് പ്രോസ്പെക്ടസും. പ്രത്യേകിച്ച് പ്രോസ്പെക്ടസിന്റെ പല ടൈപ്പുകൾ, പ്രോസ്പെക്ടസ് എപ്പം വേണ്ട എപ്പം വേണം, പ്രോസ്പെക്ടസിന്റെ പ്രിലിമിനറി കണ്ടന്റ്സ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കണം. എസ്പെഷ്യലി വെൻ പ്രോസ്പെക്ടസ് ഈസ് നോട്ട് റിക്വയർഡ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ റൈറ്റ്സ് ഇഷ്യൂ അല്ലെ, റൈറ്റ്സ് ഇഷ്യൂ ഒന്നുകൂടി ഇഷ്യൂന്ന് വരുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് പുതിയ പ്രോസ്പെക്ടസ് വേണ്ട, അതൊക്കെ നോക്കണം. പിന്നെ അവിടെ വേണ്ടത് അടുത്ത് പഠിക്കേണ്ടത് അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ്. ഞാൻ വീണ്ടും പറയുന്നു, മാർക്ക് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, മറ്റുള്ള കാര്യങ്ങൾ വായിച്ചു വിട്ടാൽ. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് ജസ്റ്റ് വായിക്കണം. അതിൽ PAS 3 ഒരു ഫോമൊക്കെ ഉണ്ട്, ഫോമൊക്കെ നോക്കണം. അലോട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത്ര ദിവസത്തിനകത്ത് നമുക്ക് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഡിമാറ്റിലാണെങ്കിൽ ഡിമാറ്റ് അത് അലോട്ട് ചെയ്ത് കഴിയുന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസ് ഇത്ര ദിവസത്തിനകത്ത് അതിനെ റിട്ടേൺ വഴി നമ്മൾ അറിയിക്കണം. അതിന്റെ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ഏരിയയാണ് മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ്. അതിൻ്റെ അകത്ത് പെനാൽറ്റി പറയുന്നുണ്ട്, സിവിൽ പെനാൽറ്റിയും ക്രിമിനൽ പെനാൽറ്റിയും. അതിൽ ഡയറക്ടേഴ്സിന്റെയും എക്സ്പേർട്സിന്റെയും ലയബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ലയബിലിറ്റി ഇമ്പോർട്ടൻ്റിനെക്കാളും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ലയബിലിറ്റി. ഇപ്പോൾ ഇല്ല,
എന്നുള്ളത്. അത് എൻ്റെ അറിവോടുകൂടിയല്ല പ്രോസ്പെറസ് ഇഷ്യൂ ഇരിക്കുന്നത് എങ്കിൽ ഞാൻ ലയബിൾ അല്ല. ഞാൻ അറിഞ്ഞുകൊണ്ടാണ് എന്നെ ഇഷ്യൂ ചെയ്യുന്നത്, പക്ഷെ അതിലൊരു തെറ്റുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിനെ ബ്ലോക്ക് ചെയ്തു. ഇങ്ങനെ വെൻ ഡയറക്ടേഴ്സ് ആൻഡ് എക്സ്പേർട്സ് ആർ നോട്ട് ലയബിൾ ഫോർ മിസ്സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോസ്പെക്ടസ്, ദാറ്റ് ഈസ് ഇമ്പോർട്ടന്റ് ഏരിയ യു ഹാവ് ടു ലുക്ക്. പിന്നെ ഉള്ളത് പനിഷ്മെന്റ് ഫോർ ഫ്രോഡ്. അവിടെ ജസ്റ്റ് നോക്കി വയ്ക്കുക. അതിൻ്റെ അകത്ത് വലിയ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഇൻവിറ്റേഷൻ. ഇപ്പോൾ ചുരുക്കി പറയുന്നുണ്ട് ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, പക്ഷേ കൺസെപ്റ്റ്ലി ഫണ്ടമെന്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കേണ്ട ചാപ്റ്ററാണ്. പബ്ലിക് ഇഷ്യൂ ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നുകൂടി പറയാം. ഒന്ന് മെയിനായിട്ട് പഠിക്കേണ്ടത് പബ്ലിക് ഓഫറും പ്രൈവറ്റ് പ്ലേസ്മെന്റ് വ്യത്യാസം. അതിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് പ്ലേസ്മെന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 42 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോസ്പെക്ടസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ പല ടൈപ്പ് ഓഫ് പ്രോസ്പെക്ടസ് ഉണ്ട്, അതിനെ കുറിച്ച് പഠിക്കുക. അലോട്ട്മെന്റ് ഓഫ് സെക്യൂരിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഏരിയ ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് മിസ്സ്റ്റേറ്റ്മെന്റ് ഇൻ പ്രോസ്പെക്ടസ്. എന്താണ് മിസ്സ്റ്റേറ്റ്മെന്റ്? മിസ്സ്റ്റേറ്റ്മെന്റ് ലയബിലിറ്റി, സിവിൽ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി. എപ്പോൾ ഡയറക്ടറും പ്രൊമോട്ടേഴ്സും എക്സ്പേർട്സും ലയബിൾ ആവത്തില്ല എന്നുള്ള ഏരിയ വളരെ നല്ല ഏരിയ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. പിന്നെ പനിഷ്മെന്റ് ഫ്രോഡ് ബന്ധപ്പെട്ട ഏരിയ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടാകും. കമ്പാരിറ്റീവ്ലി ഈ ചാപ്റ്റർ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ചെയ്യുന്നു, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് ചെയ്യുന്നു, അബ്രിഡ്ജ് പ്രോസ്പെക്ടസ്, ഇതുപോലത്തെ ഏരിയാസ് ചെയ്യുന്നു ഒരു ചോദ്യം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എനിക്ക് തോന്നുന്നു നമുക്ക് എന്താ പറയാ ഒരു ചാപ്റ്ററും കൂടെ കവർ ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ നമുക്ക് സമയമുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ചാപ്റ്റർ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാം. അടുത്ത ചാപ്റ്റർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ ആണ്. ഷെയറും ഡിബെഞ്ചറും ബന്ധപ്പെട്ടുള്ള ഏരിയാസ് ആണ്. നമുക്കറിയാം പ്രോസ്പെക്ടസ് കഴിഞ്ഞാൽ സ്വഭാവ അലോട്ട്മെന്റ്, അപ്പോൾ ഷെയർ ജനിക്കും. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടടുത്ത ചാപ്റ്റർ 4 ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചർ. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ട കാര്യം ഷെയർ ക്യാപിറ്റൽ ടൈപ്സ് ആണ്. അതിൻ്റെ അകത്ത് നല്ല നമ്മൾ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ, അൺകോൾഡ് ക്യാപിറ്റൽ, അൺഇഷ്യൂഡ് ക്യാപിറ്റൽ. ഇങ്ങനെ എല്ലാ ടൈപ്സിനെ കുറിച്ചും നമ്മൾ എന്തെങ്കിലും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ കുറിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ നല്ല പഠിച്ചിരിക്കണം. ബേസിക് റിക്വയർമെന്റ്സ് നോക്കുക. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് റൈറ്റ്സ് ആൻഡ് വേരിയേഷൻ ഓഫ് റൈറ്റ്സ്. ഒരു പർട്ടിക്കുലർ ഷെയറിൽ, അതായത് അറിയില്ല, ബേസിക്കലി 2 ടൈപ്പ് ഓഫ് ഷെയർ ആണുള്ളത്, ഇക്വിറ്റി ഷെയർസ്, പ്രിഫറൻസ് ഷെയർസ്. ഇതിൽ ഇക്വിറ്റി ഷെയർസിന് മാത്രം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചില റൈറ്റ്സിനെയാണ് നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് എന്നും, പ്രിഫറൻസ് ഷെയർഡേഴ്സിന് മാത്രമുള്ള റൈറ്റ്സിനെയാണ് നമ്മൾ പറയുന്നത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന്റെ റൈറ്റ്സ് എന്നും. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് എന്നൊക്കെ അറിയാം അല്ലെ? ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡും, അതുപോലെ തന്നെ കമ്പനി നിർത്തുമ്പോൾ തിരിച്ച് ക്യാപിറ്റൽ ആദ്യം കിട്ടാനുള്ള പ്രിഫറൻഷ്യൽ റൈറ്റും. അപ്പൊ അങ്ങനെ ഒരു പർട്ടിക്കുലർ ക്ലാസ്സിലെ ഷെയർസിന്റെ റൈറ്റ്സ് മാത്രം വേരി ചെയ്യുമ്പോൾ അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വേരിയേഷൻ ഓഫ് റൈറ്റ്സ് എന്നും, അതിന് അവരെ മാത്രം മീറ്റിംഗ് വിളിച്ചു കൂട്ടും, അതിന് ക്ലാസ് മീറ്റിംഗ്സ് എന്നും നമ്മൾ പറയും. ഇങ്ങനെ ഈ ഏരിയ കമ്പാരിറ്റീവ്ലി എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൾസ് അത്രയും ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ അല്ല. പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയ ആണ് ഇഷ്യൂ ഓഫ് ഷെയർസ്, പ്രീമിയം ഓർ ഡിസ്കൗണ്ട്. നിങ്ങൾക്ക് അറിയാലേ 3 ടൈപ്പ് ഓഫ് ഷെയർ ഇഷ്യൂ ഉണ്ട്. 10 രൂപ ഷെയർ 10 രൂപ കൊടുത്താൽ പാറും, 10 രൂപ ഷെയർ 8 രൂപ കൊടുത്താൽ ഡിസ്കൗണ്ടും, 10 രൂപ ഷെയർ 12 രൂപ കൊടുത്താൽ പ്രീമിയം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ അകത്ത് പ്രീമിയം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എസ്പെഷ്യലി പഠിക്കേണ്ടത് പ്രീമിയം കിട്ടിയ പൈസ യൂട്ടിലൈസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ആക്ട് പറയുന്നത് എന്ന നിലയിൽ പഠിക്കണം. ഷെയർസ് ഇഷ്യൂടെ ഡിസ്കൗണ്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. പുതിയ കമ്പനീസ് ആക്ട് വന്നതിന് ശേഷം ഷെയർസ് ഡിസ്കൗണ്ടിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ ബന്ധപ്പെട്ട റെസ്ട്രിക്ഷൻസിനെ കുറിച്ചും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രത്യേകം പഠിച്ചിരിക്കണം. അടുത്ത് പറയേണ്ട ഏരിയ ട്രാൻസ്ഫർ ട്രാൻസ്മിഷൻ ആണ്. ട്രാൻസ്ഫറും ട്രാൻസ്മിഷനും വ്യത്യാസം എന്താണ്? ഒരു ഷെയർ ജീവിച്ചിരിക്കുന്ന ഒരാൾ മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് നമ്മൾ ട്രാൻസ്ഫർ എന്നും, ഒരു ഷെയർ അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയർസിനെ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഈസ് എൻ ആക്ട് ഓഫ് പാർട്ടി, ട്രാൻസ്മിഷൻ ഈസ് ആക്ട് ഓഫ് ലോ. അപ്പൊ അത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പഠിക്കണം. അതിൽ ഫോം ഫയൽ ചെയ്യുന്നത് പഠിക്കണം. എത്ര ദിവസത്തിനകത്ത് ഷെയർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. അവസാനം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് വരും. അതിൻ്റെ അകത്ത് മെത്തേഡ്സ് ഓഫ് ഓൾട്ടറേഷൻ എങ്ങനെയൊക്കെ ആൾട്ടർ ചെയ്യാം. 10 രൂപയുടെ ഷെയർ 75 രൂപയായിട്ട് കുറയ്ക്കുക അല്ലെ, കോള് ഇനിയുള്ള കോൾ വേണ്ടെന്ന് പറയുക, അത് ഓതറൈസ് ക്യാപിറ്റലും ഇഷ്യൂഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റലും നമ്മൾ ഗ്യാപ്പ് കുറയ്ക്കുക, പിന്നെ പേ ചെയ്ത പൈസയെ തന്നെ തിരിച്ചു കൊടുക്കുക, അല്ലെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ തന്നെ തിരിച്ചു കൊടുക്കുക. ആ ഏരിയ ബന്ധപ്പെട്ട് നല്ല പഠിക്കണം. എസ്പെഷ്യലി ഇവിടെ പഠിക്കേണ്ട ഏരിയ ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ഡിഫറെന്റ് മെത്തേഡ്സ്. ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട മെയിൻ 2 ഏരിയ റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. മറക്കരുത്, റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റലും. എന്താണ് നമ്മൾ വ്യത്യാസം? റിഡക്ഷൻ എന്ന് വെച്ചാൽ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനെ തിരിച്ചു കൊടുക്കുക, പൈസ അടച്ചതിന് തന്നെ തിരിച്ചു കൊടുക്കുക. എന്താണ് ഡിമിനിഷൻ? ഓതറൈസ് ക്യാപിറ്റലും പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളെ കമ്പനിയുടെ ഓതറൈസ് ക്യാപിറ്റൽ 10 കോടിയാണ്. ഞാൻ ഇതിൽ 6 കോടി മാത്രം ഇന്ന് വരെ ഇഷ്യൂ ചെയ്തും പേയും ചെയ്തിട്ടുള്ളൂ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അപ്പൊ ഈ 4 കോടി വെറുതെ ഇരിക്കുക അല്ലെ, ഈ വെറുതെ ഇരിക്കുന്ന ക്യാപിറ്റലിനെ, അല്ലെ ഇഷ്യൂ ചെയ്യാത്ത ക്യാപിറ്റലിനെ, പേ ചെയ്യാത്ത ക്യാപിറ്റലിനെ, ഇഷ്യൂ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഈ വാക്യൂമിനെ, അത് ഈ 10 കോടിയും 6 കോടിക്കും ഇടയ്ക്കുള്ള ഗ്യാപ്പിനെ കുറയ്ക്കുന്നതിനാണ് നമ്മൾ പറയുന്നത് ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റൽ. അത്ര സീരിയസ് അഫെയർ അല്ല. അതുകൊണ്ട് തന്നെ അതിന് NCLT-യുടെയോ ട്രിബ്യൂണലിന്റെ അപ്രൂവലിന്റെ ആവശ്യം ഇല്ല. അപ്പൊ ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം.
പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു ബൈബാക്ക് ബന്ധപ്പെട്ട ഏരിയാസും കൂടെ കുറച്ച് എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ നോക്കുന്നത് നല്ലതാണ്. അത് എത്രത്തോളം സിലബസിൽ ഇൻവോൾവ് ആണോ അല്ലെങ്കിൽ പോലും റിഡക്ഷൻ ഓഫ് ക്യാപിറ്റലും ഡിമിനിഷൻ ഓഫ് ക്യാപിറ്റലും ആൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റലും വരുമ്പോൾ ഒരു കുട്ടി പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ് ബൈബാക്ക്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബൈബാക്ക് ഉണ്ട്. ബോർഡ് റൂട്ട് വഴിയെ, ഷെയർ ഹോൾഡർ റൂട്ട് വഴിയെ, മേടിച്ച ഷെയർ എന്ത് ചെയ്യണം അല്ലെ, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ അതിനെ പിന്നെ റീഇഷ്യൂ ചെയ്യാൻ പറ്റുമോ, ഫോർഫിറ്റ് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഏരിയാസ് കൂടെ നമ്മൾ കവർ ചെയ്യണം. അപ്പോൾ ഈ ചാപ്റ്റർ ഷെയർ ആൻഡ് ഡിബഞ്ചേഴ്സിലെ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി സിമ്പിൾ ആണ്, നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ പറ്റും. ചില ഏരിയസ് നല്ല രീതിയിൽ പഠിക്കുക, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഷെയർ ക്യാപിറ്റലിന്റെ ടൈപ്സ് പഠിക്കുക, അതുപോലെ തന്നെ വേരിയേഷൻ ഓഫ് റൈറ്റ്സ് പഠിക്കുക, പിന്നെ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക, ആ പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്ത എമൗണ്ടിന് യൂട്ടിലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിക്കുക, ഷെയർസ് ഇഷ്യൂഡ് ഡിസ്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാം പോയിന്റ് പഠിക്കുക, ട്രാൻസ്ഫർ ട്രാൻസ്മിഷൻ പഠിക്കുക, അതിന്റെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്റർ സാർ പറയുന്നത് ആൾട്ടറേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലാണ്, എസ്പെഷ്യലി അതിന്റെ ഡിമിനിഷനും റിഡക്ഷനും, പിന്നെ ബൈബാക്കും കൂടെ പഠിക്കുക. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റുള്ള വീഡിയോയിൽ നോക്കാം. താങ്ക് യു. നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത 2 ചാപ്റ്റേഴ്സ് ആണ്. ചാപ്റ്റർ 5 അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് എന്നുള്ള, ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഈ PDF ഫയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റഡി മെറ്റീരിയലിന്റെ തന്നെ ഫയലാണ്. ഇതിന്റെ കോപ്പിറൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പഠിപ്പിക്കാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയാണ് ഈ വീഡിയോ എന്താണ് ഈ PDF ഫയൽ ഈ വീഡിയോ വഴി കാണിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് എന്താ പറയാ വേറൊരു ഉദ്ദേശമില്ല. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കാം. അതിന്റെ കോപ്പിറൈറ്റ് റെസ്റ്റ് വിത്ത് ICA only ആൻഡ് നോട്ട് വിത്ത് us. പഠിപ്പിക്കാൻ എളുപ്പത്തിന് വേണ്ടി അത് കാണിക്കുന്നുള്ളൂ. തുടങ്ങാം. ചാപ്റ്റർ 5 ആണ്, അക്സെപ്റ്റൻസ് ഓഫ് ഡിപ്പോസിറ്റ്സ് ആണ്. കമ്പാരിറ്റീവ്ലി എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. സാർ ഇപ്പോൾ എല്ലാം പറയുന്ന ഇമ്പോർട്ടൻ്റ് ഏരിയസ് മാത്രം പറയുന്ന ഒരു വീഡിയോസ് ആണ്, അതുകൊണ്ടാണ് എല്ലാം ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്നത്. എന്താണ് ഡെപ്പോസിറ്റ്സ്? ഏത് പൈസ ജനങ്ങളിൽ നിന്നും ഷെയർ അല്ലാത്ത രീതിയിൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? നമ്മൾ ഡിപ്പോസിറ്റ്സ് എന്ന് പറയും അല്ലേ? ബാങ്കുകളൊക്കെ മേടിക്കുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ബാങ്കിന്റെ ഡെപ്പോസിറ്റ് അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാങ്കിന്റെ ഡെപ്പോസിറ്റ്സ് എവിടെയാണ്? ബാങ്കിങ് കമ്പനിക്കാണ്. നമ്മൾ പറയുന്നത് ട്രേഡിംഗ് കമ്പനിയാണ്. ബാങ്കിങ് കമ്പനി അല്ലാത്ത സാധാ കമ്പനികൾ ജനങ്ങളിൽ നിന്നും ഷെയർ അല്ലാതെ മേടിക്കുന്ന പൈസയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡെപ്പോസിറ്റ് തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, എനി എമൗണ്ട് ബോറോഡ് എന്നാണ്. എനി എമൗണ്ട് ബോറോഡ് എക്സെപ്റ്റ് ബൈ വേ ഓഫ് എക്സംഷൻസ്. ഒരു ലിസ്റ്റ് ഉണ്ട്. ബാങ്കിങ് കമ്പനിക്ക് ഇത് ആപ്ലിക്കബിൾ അല്ല, എംപ്ലോയിയുടെ ഡെപ്പോസിറ്റ്സ് ആപ്ലിക്കബിൾ അല്ല, അതുപോലെ ഒരു ട്രേഡ് കോമേഴ്സിന് വേണ്ടി മേടിച്ച് അത് സെക്യൂർ ഡെപ്പോസിറ്റ് ആപ്ലിക്കബിൾ അല്ല. അപ്പൊ ഇങ്ങനെ ചുരുക്കി പറഞ്ഞ ഡെപ്പോസിറ്റ് ചാപ്റ്ററിൽ ആദ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എന്താണ് ഡെപ്പോസിറ്റ് എന്നുള്ളത്, ഏതൊക്കെയാണ് ഡെപ്പോസിറ്റ് അല്ല എന്നുള്ളത് ലിസ്റ്റാണ് നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ട് പഠിക്കേണ്ടത് സർട്ടൺ ടേംസ് എക്സ്പ്ലെയിനിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് എന്താണ്? ഡെപ്പോസിറ്റ്സിനെ കുറിച്ചാണ്. അതിൽ ഏതൊക്കെയാണ് ഡെപ്പോസിറ്റും ഏതൊക്കെ ഡെപ്പോസിറ്റ് അല്ല എന്നുള്ള ലിസ്റ്റും നല്ല പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് പ്രൊഹിബിറ്റഡ് പ്രൊവിഷൻ എക്സംപ്റ്റഡ് കമ്പനീസ്. ചില കമ്പനികൾ ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഡെപ്പോസിറ്റ്സ് പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനീസ് ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് നിങ്ങൾ നല്ല പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മെമ്പേഴ്സിൽ നിന്നും ഡെപ്പോസിറ്റ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു പ്രൊവിഷൻ ഉണ്ട്. അത് ഏതൊക്കെയാണ് അതിന്റെ കണ്ടീഷൻസ് കംപ്ലീറ്റ് ചെയ്യാന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ പ്രൊവിഷൻസ് റിലേറ്റ് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ഫ്രം പബ്ലിക് ബൈ എലിജിബിൾ കമ്പനി. നേരത്തെ എക്സംപ്റ്റ് കമ്പനീസ് പറഞ്ഞതുപോലെ തന്നെ എലിജിബിൾ ആയിട്ടുള്ള ചില കമ്പനീസ് ഉണ്ട്. ആ എലിജിബിൾ ആയിട്ടുള്ള കമ്പനീസിന്റെ പ്രൊവിഷൻസ് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ ഈ ചാപ്റ്റർ പഠിക്കുന്ന ഡെഫിനിഷന്റെ മീനിങ് പഠിച്ചതിന് ശേഷം പഠിക്കേണ്ട ഈ 3 ഏരിയയാണ്. ഈ 3, 4, 5 ആണ് പഠിക്കേണ്ടത്. അതിൻ്റെ അകത്ത് എസ്പെഷ്യലി എക്സംപ്റ്റഡ് കമ്പനീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മെമ്പേഴ്സിൽ നിന്നും സ്വന്തം മെമ്പേഴ്സ് നിന്നും ഷെയർ ഹോൾഡേഴ്സിന് ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എലിജിബിൾ കമ്പനീസിന് പബ്ലിക്കിൽ നിന്ന് മേടിക്കാൻ പറ്റുന്ന കണ്ടീഷൻസ്, എല്ലാത്തിൻ്റെയും കണ്ടീഷൻസ് ആണ് നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഓരോ ചാപ്റ്റർ പഠിച്ചതിന് ശേഷവും ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഓവർവ്യൂ എന്ന് പറയുന്നത് മനസ്സിലാക്കി സ്റ്റഡി മെറ്റീരിയലോ പ്രൈവറ്റ് ക്ലാസ്സോ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്ലാസ്സോ അറ്റൻഡ് ചെയ്തതിനു ശേഷം പഠിച്ച് മനസ്സിലാക്കിയതിനു ശേഷം, ഇല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കുന്നവരെ സംബന്ധിച്ചോളം ഈ ഒരു മാർഗനിർദ്ദേശനെ ബേസ് ചെയ്ത്, ഈ ഒരു ഗൈഡൻസിനെ ബേസ് ചെയ്തിട്ട് പഠിച്ചതിന് ശേഷം RTP അല്ലെ, റിവിഷൻ ടെസ്റ്റ് പേപ്പറും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഴയ കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ആൻസേഴ്സും കൂടെ നല്ല എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുണ്ടാവും. പിന്നെ ഒരുപാട് പ്രൈവറ്റ് ബുക്സ് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അത് മേടിച്ചിട്ട് അതിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി എന്ത് ചെയ്യണം, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു 60-65 മാർക്ക് ലോയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. പിന്നെ നേരത്തെ പറഞ്ഞ പോയിന്റ് മാർക്കർ എല്ലാത്തിനും സെക്ഷൻ നമ്പറും ഈ പറഞ്ഞ പോലെ അറിയാവുന്ന ഡോക്ടറിൻസും കേസ് ലോസും കൂടെ ആൻസർ ഷീറ്റിൽ കോട്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ അകത്ത് പനിഷ്മെന്റ് ഉണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പൊ ഈ ചാപ്റ്ററിൽ ശരിക്കും പറഞ്ഞ ചെറിയൊരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ഏരിയ ഈ 3 ഏരിയയാണ്. എന്താണ് ഡെപ്പോസിറ്റ്സ്, എക്സംപ്റ്റഡ് കമ്പനീസ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ മെമ്പേഴ്സിൽ നിന്ന് മേടിക്കേണ്ട കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള സംഭവം എന്താണ്, പ്രൊവിഷൻസ് റിഗാർഡിംഗ് അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ് ഫ്രം പബ്ലിക് ബൈ എലിജിബിൾ കമ്പനീസ്. ഇതിൻ്റെ അകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്, ടെന്യൂർ ഉണ്ട്, മിനിമം ഉണ്ട്, മാക്സിമം ഉണ്ട്. RBIയുടെ പെർമിഷൻ എപ്പോൾ എടുക്കണം, വർഷം തോറും RBIക്ക് റിട്ടേൺ ഫയൽ ചെയ്യുക, രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടെന്യൂർ, മിനിമം പീരീഡ് എത്ര, മാക്സിമം പീരീഡ് എത്ര, മിനിമം എത്ര ശതമാനം മേടിക്കാം, അതിൻ്റെ അകത്ത് ഷെഡ്യൂൾ ഉണ്ട്. ഗവൺമെന്റ് കമ്പനി ആണെങ്കിൽ എത്ര ശതമാനം വരെ ഡെപ്പോസിറ്റ് മേടിക്കാം,
പ്രൈവറ്റ് കമ്പനിയാണ്, മറ്റുള്ള കമ്പനികൾക്കാണെങ്കിൽ എത്ര ശതമാനം വരെ ഡെപ്പോസിറ്റ് മേടിക്കുക എന്നുള്ള ലിമിറ്റ്. അപ്പോൾ ലിമിറ്റ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ടെന്യൂർ, റിട്ടേൺ ഫയലിംഗ്, രജിസ്റ്റർ മെയിൻ്റനൻസ്, റിസർവ് മെയിൻ്റനൻസ് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഇതാണ് ഈ ചാപ്റ്റർ. ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും. ഈ വീഡിയോയിൽ നമുക്ക് ഒരു ചാപ്റ്റർ കൂടെ കവർ ചെയ്യാമെന്ന് തോന്നുന്നു. ആ ചാപ്റ്റർ അടുത്ത ചാപ്റ്ററാണ് രജിസ്ട്രേഷൻ ഓഫ് ചാർജ്. എഗെയിൻ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. നമ്മൾ ചാർട്ട് അക്കൗണ്ട്സ് ആണ്. ഈ പറഞ്ഞതുപോലെ എന്താണ് കമ്പനിയിൽ ചാർജ് രജിസ്റ്റർ ചെയ്യാനും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നതും ആൾട്ടർ ചെയ്യുന്നപരമായ കാര്യങ്ങളൊക്കെ അഡ്വൈസ് ചെയ്യേണ്ടത് ചാർട്ട് അക്കൗണ്ട്സും കമ്പനി സെക്രട്ടറീസും. അതുകൊണ്ട് തന്നെ ആ ഏരിയ നമ്മൾ നിലയിൽ എന്ത് ചെയ്തിരിക്കണം, പഠിച്ചിരിക്കണം. ചാർജിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്ത ചാപ്റ്ററാണ് ചാപ്റ്റർ 6 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, രജിസ്ട്രേഷൻ ഓഫ് ചാർജസ്. ഓവർവ്യൂ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് ചാർജ് എന്നുള്ളത്. എന്താണ് ചാർജ്? ഒരു കമ്പനിയുടെ ആവശ്യത്തിന് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുമ്പോൾ ആ ബാങ്കിന് കമ്പനിയുടെ ഫിക്സഡ് അസറ്റ്സോ ഫ്ലോട്ടിംഗ് അസറ്റ്സോ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ചാർജ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു കമ്പനി SBI നിന്നും 10 കോടി രൂപ ലോൺ എടുത്തു. വെറുതെ ലോൺ തരത്തില്ലല്ലോ അല്ലെ. അപ്പൊ SBI എന്ത് എക്സ്പെക്ട് ചെയ്യും? സെക്യൂരിറ്റി എക്സ്പെക്ട് ചെയ്യും. കമ്പനിയുടെ പ്രമാണം, കമ്പനിയുടെ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ ടൈറ്റിൽ ഡീഡ് അങ്ങോട്ട് കൊടുക്കും. കമ്പനിയുടെ ലാൻഡിന്റെ ടൈറ്റിൽ ഡീഡ് അങ്ങോട്ട് കൊടുത്തിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ലോൺ കിട്ടുന്നത്. ഇങ്ങനെ ലാൻഡ് അങ്ങോട്ട് സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതിന്റെ ലീഗൽ ആക്ഷനെയാണ് നമ്മൾ ചാർജ് ക്രിയേഷൻ എന്ന് പറയുന്നത്. ഈ ചാർജിന്റെ പ്രത്യേകത എന്താ? ആ ലാൻഡ് പിന്നെ നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ എടുക്കണം? ബാങ്കിന്റെ പെർമിഷൻ എടുക്കണം. ഒരുപക്ഷെ എല്ലാ ആൾക്കാരില്ലേ, നമ്മൾ വീട് വയ്ക്കുന്ന എങ്ങനെയാണ്? നമ്മൾ സാധാരണ വീട് വയ്ക്കുന്ന എങ്ങനെയാണ്? ഇൻഡിവിജ്വൽസ് വീട് കെട്ടിപ്പോക്കുന്നു, അതിന്റെ പ്രമാണം ഇല്ലേ, ആ പുരയിടത്തിന്റെ പ്രമാണം ബാങ്കിൽ സെക്യൂരിറ്റി കൊടുത്ത് പ്ലഡ്ജ് ചെയ്തിട്ടാണ് നമ്മൾ ലോൺ എടുക്കുന്നത്. അതുപോലെ തന്നെ കമ്പനിയുടെ ലോങ് ടേം അസറ്റ്സ് ആയ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് മെഷീനറീസും അതുപോലെ തന്നെ ഷോർട്ട് ടേം അസറ്റ്സ് ആയ സ്റ്റോക്ക്, ട്രേഡ്, ഡെറ്റേഴ്സ് വെച്ച് അടമാനമായിട്ട് വെച്ച് സെക്യൂരിറ്റി ആയിട്ട് വെച്ച് കമ്പനിയിൽ ലോൺ എടുക്കുന്നു. അങ്ങനെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ആ ബാങ്ക് അതിന് നിങ്ങളെ പ്രോപ്പർട്ടിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ ചാർജിനെയാണ്, ലീനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ചാർജ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? ചാർജ് ബേസിക്കലി 2 ടൈപ്പ് ഉണ്ട്. ഫിക്സഡ് ചാർജ്, ഫിക്സഡ് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഫിക്സഡ് ചാർജും ഫ്ലോട്ടിംഗ് അസറ്റ്സിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഫ്ലോട്ടിംഗ് ചാർജ് എന്നൊക്കെ പറയും. അപ്പൊ ആ ഏരിയ നിലയിൽ നോക്കണം. അപ്പൊ ഇൻട്രൊഡക്ഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ചാർജ് എന്ന് അറിയണം, ടൈപ്സ് ഓഫ് ചാർജ് അറിയണം, ഫ്ലോട്ടിംഗ് ചാർജ്, ഫിക്സഡ് ചാർജ്, ക്രിസ്റ്റലൈസേഷൻ ഓഫ് ചാർജ്, എപ്പോഴാണ് ഫ്ലോട്ടിംഗ് ചാർജ് ഫിക്സഡ് ആവുമെന്ന് അറിയണം, ആ ക്രിസ്റ്റലൈസേഷൻ ചാർജ്, ആ ഏരിയാസ് നമ്മൾ എന്തെല്ലാം എഴുതിയിരിക്കുന്നത് നമ്മൾ പഠിച്ചിരിക്കണം. ഡ്യൂട്ടി ടു ക്രിയേറ്റ് രജിസ്റ്റർ ചാർജ്. എല്ലാ കമ്പനികളും ചാർജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ദിവസത്തിനകത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ചാർജ് രജിസ്റ്റർ ചെയ്യണം. അതിന് ഫോംസ് ഉണ്ട്. CSG 1, 2, 3, 4, 5, 6 ഇഷ്ടംപോലെ ഫോംസ് ഉണ്ട്. എന്റെ അഭിപ്രായത്തിൽ ഈ ചാപ്റ്ററിൽ ഫോം നമ്പേഴ്സ് ഒരു ലിസ്റ്റ് ആയിട്ട് എടുത്ത് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്. സെക്ഷൻ നമ്പേഴ്സ് 77, 78, 79 അങ്ങനത്തെ സെക്ഷൻസും പഠിച്ചിരിക്കണം. അപ്പോൾ ഡ്യൂട്ടി ടു രജിസ്റ്റർ ചാർജിന്റെ അത് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് എപ്പോൾ രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് കൊടുക്കണം, ഇൻസ്ട്രുമെന്റ് കൊടുക്കണം, എത്ര ദിവസത്തിനകത്ത് രജിസ്റ്റർ ചെയ്യണം, ഏത് ഫോമിൽ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കൊടുക്കണം. അപ്പൊ അതാണ് അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അടുത്തത് നമ്മൾ ഇമ്പോർട്ടന്റ് ഏരിയ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. നമ്മൾ കമ്പനി ടു റിപ്പോർട്ട് സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. നമ്മൾ ചാർജ് ക്രിയേറ്റ് ചെയ്ത് ലോൺ എടുത്തപ്പോൾ ചാർജ് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ ലോൺ മുഴുവനായിട്ട് തിരിച്ചടയ്ക്കുമ്പോൾ ആ ചാർജ് നമ്മൾ എന്ത് ചെയ്യണം? റിലീസ് ചെയ്യണം അല്ലെ. ആ അസറ്റിനെ ഫ്രീ ആക്കണം, ചാർജ് ഫ്രീ ആക്കണം. കാരണം നമ്മൾ ലോൺ മൊത്തം തിരിച്ചടച്ചല്ലോ ബാങ്കിൽ അല്ലെ. അപ്പൊ നമ്മൾ അതിന് മുഴുവൻ ലോണും തിരിച്ചടച്ചതിന് ശേഷം ആ പ്രോപ്പർട്ടിയെ ചാർജ് ഫ്രീ ആക്കുന്നതിനെയാണ്, ചാർജിൽ നിന്ന് വിമുക്തനാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. അതും നമ്മൾ എന്ത് ചെയ്യണം? രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ അറിയിക്കണം. അതിന്റെ ഫോം എത്ര ദിവസത്തിനകത്ത് അറിയിക്കണം എന്നുള്ള ഏരിയാസും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. പിന്നെ ഇതിന്റെ ഇടയിൽ പറഞ്ഞു പോയിട്ടൊരു കാര്യമാണ് മോഡിഫിക്കേഷൻ. അതായത് ഒരിക്കൽ ക്രിയേറ്റ് ചെയ്ത ചാർജിന്റെ മേജർ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വേരി ചെയ്യുമ്പോൾ അതിനെയും നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ROC അറിയിക്കണം. ആ വേരി ചെയ്യുന്നതിനാണ് നമ്മൾ മോഡിഫിക്കേഷൻ ഓഫ് ചാർജ്. അപ്പൊ ഈ ചാപ്റ്ററിൽ കുട്ടികളെ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന 3 കാര്യങ്ങളാണ്: രജിസ്ട്രേഷൻ ഓഫ് ചാർജ്, മോഡിഫിക്കേഷൻ ഓഫ് ചാർജ്, സാറ്റിസ്ഫാക്ഷൻ ഓഫ് ചാർജ്. ഇത് 3ന്റെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ്, 3ന്റെയും ഫോം നമ്പർ, ഈ 3ന്റെയും സെക്ഷൻ നല്ല രീതിയിൽ പഠിച്ചിരിക്കണം കേട്ടോ. പിന്നെ റിസീവർ മാനേജർ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, പനിഷ്മെന്റും അത്രേ ഉള്ളൂ, അതിൻ്റെ അകത്ത് വലിയ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. ഈ 2 ചാപ്റ്ററും കമ്പാരിറ്റീവ് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. നേരത്തെ പറഞ്ഞ ഡിപ്പോസിറ്റ്സും അതുപോലെ തന്നെ ചാർജും. ഈ മറക്കരുത്, ചാർജ് ചാപ്റ്ററിന് 1-2 ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാം. എസ്പെഷ്യലി പ്രാക്ടിക്കൽ ആയിട്ട് ചോദിക്കാമല്ലോ. ഒരു കമ്പനി ഇത്ര ചാർജ് ക്രിയേറ്റ് ചെയ്തു, ഇത്ര സംഭവം ചെയ്തു, ഇത്ര ബാങ്കിന് എടുത്തു, അതിന് ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറയാം. അപ്പൊ അത് ഇത്ര ദിവസത്തിനകത്ത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിന്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ അതിന്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രാക്ടിക്കൽ അപ്രോച്ച് ആയിട്ട് നമുക്ക് ചോദിക്കാം. അപ്പോൾ ഈ 2 ചാപ്റ്റർമാർക്ക് ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഡിപ്പോസിറ്റ്സും അതുപോലെ തന്നെ ചാർജും. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തുള്ള ചാപ്റ്റേഴ്സ് ആണ്. അതായത് ചാപ്റ്റർ 7 ആണ്, മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ആണ്. കമ്പാരിറ്റീവ്ലി CA ഇന്ററിന് കമ്പനി ലോ പോർഷനിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ്. ഓരോ ചാപ്റ്ററിലും ഞാൻ റിലവന്റ് ഏരിയസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു പോവുകയാണ്, നിങ്ങൾക്കറിയാം.
അതിൽ ഏറ്റവും കൂടുതൽ ടോട്ടൽ ചാപ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ് മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ. കമ്പാരിറ്റീവ്ലി കുട്ടികൾക്ക് എളുപ്പമാണ്. കാരണം ഒരുവിധപ്പെട്ട എല്ലാ കുട്ടികൾ കുറച്ചെങ്കിലും നല്ലയിൽ കുറച്ചുകൂടി നല്ലയിൽ പഠിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ചാപ്റ്റർ. മീറ്റിംഗ്സ് ആയാലും ശരി, അതിന്റെ ഡീറ്റെയിൽസ്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി കുട്ടികൾ കുറച്ചുകൂടി ഇതിൽ എക്സ്പെർട്ട് ആണ്. എങ്കിൽ പോലും ഞാൻ അതിന്റെ ഇമ്പോർട്ടന്റ് ഏരിയാസ് പറഞ്ഞു പോവാം. ബേസിക്കലി ഇന്ന് വായിച്ചു വിടേണ്ട ചില ഏരിയാസ് ആണ് രജിസ്റ്റർ, ആനുവൽ റിട്ടേൺ, അതിൽ ഫോം MGT7 അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പൊ ഇത് രണ്ട് ജസ്റ്റ് വായിച്ചു പോയാൽ മതി, അത്ര വളരെ ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ മുതൽ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തുടങ്ങും. പ്രീ റിക്വസിറ്റ്സ് ഓഫ് മീറ്റിംഗ് വളരെ നല്ലതിൽ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, കമ്പനിയിലെ മീറ്റിംഗ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഷെയർ ഹോൾഡേഴ്സ് കൂടുന്ന മീറ്റിംഗിന് ജനറൽ മീറ്റിംഗ് എന്നും ഡയറക്ടർമാർ കൂടുന്ന മീറ്റിംഗിന് ബോർഡ് മീറ്റിംഗ് എന്നും പറയും. എല്ലാ തീരുമാനങ്ങളും ഒരു കമ്പനി ആവുമ്പോൾ ഫോർമലായിട്ടാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളെ പേഴ്സണൽ മീറ്റിംഗ്സ് പോലെയോ അല്ലെങ്കിൽ നമ്മുടെ അസോസിയേഷൻസ് പോലെ അല്ല. ഒരു കമ്പനി ആവുമ്പോൾ all decisions are taken in a formal, all major decisions are taken in a formal meeting. So there are some prerequisites for a meeting. എന്താണ് പ്രീറിക്വസിറ്റ്? പ്രോപ്പറായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കണം അല്ലെ, പ്രോപ്പറായിട്ട് മീറ്റിംഗിൽ ചെയർമാൻ ഉണ്ടായിരിക്കണം, അതിൽ മിനിമം ഇത്ര പേരെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം, അതിന് കോറം എന്ന് പറയും. പിന്നെ റെസൊല്യൂഷൻസ് പ്രോപ്പറായിട്ട് പുട്ടപ്പ് ചെയ്തിരിക്കണം, റെസൊല്യൂഷൻസ് പ്രോപ്പറായിട്ട് വോട്ടിട്ട് എടുക്കണം, പിന്നെ അതിനെ പ്രോപ്പറായിട്ട് മിനിറ്റ് ചെയ്യണം അല്ലെ. അങ്ങനെ നമുക്ക് ഒരു കമ്പനി മീറ്റിംഗ്സ് ആവുമ്പോൾ സാധാരണ മീറ്റിംഗ്സ് പോലെയല്ല, കമ്പാരിറ്റീവ്ലി ഫോർമൽ ആയിട്ടുള്ള ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ മിനിമം പ്രൊസീജിയേഴ്സിനെ പാലിച്ച് നടത്തുന്ന മീറ്റിംഗിനെയാണ് നമ്മൾ പ്രീ റിക്വസിറ്റ്സ് ഓഫ് മീറ്റിംഗ് എന്ന് പറയുന്നത്. നോട്ടീസ്, കോറം, ചെയർമാൻ, പ്രോക്സി എന്ന് ബന്ധപ്പെട്ട ബേസിക്സ് കാര്യങ്ങൾ. അപ്പൊ അവിടെ ഒന്ന് നല്ലൊന്ന് പഠിച്ചിരിക്കണം. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് പ്രോക്സി. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കുന്ന ഒരു ഏരിയയാണ് പ്രോക്സി എന്ന് പറയുന്ന ഏരിയ. നല്ലൊരു പഠിക്കണം. എന്താണ് പ്രോക്സി? ഒരു മെമ്പറിന് നേരിട്ട് മീറ്റിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിൽ അദ്ദേഹം വേറൊരു ആളെ പറഞ്ഞയക്കുന്നതിന്, ആ പറഞ്ഞയക്കപ്പെടുന്ന ആളെയാണ് നമ്മൾ പ്രോക്സി എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, വിലു എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു AGM-ലോ EGM-ലോ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്ക് മിസ്റ്റർ സുരേഷ് എന്ന് പറയുന്ന ഒരാൾ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വിടാം. അപ്പൊ എ പ്രോക്സി ഈസ് എ പേഴ്സൺ സെൻഡ് ബൈ അനദർ മെമ്പർ അല്ലെ, ഫോർ കാസ്റ്റിംഗ് ഹിസ് വോട്ട്. എന്റെ വോട്ട് കളയാതിരിക്കാനായിട്ട്, എന്റെ വോട്ട് വേറൊരാൾ കാസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരാളെ പറഞ്ഞയക്കുന്ന, ആ പറഞ്ഞയക്കപ്പെടുന്ന ആളെയാണ് നമ്മൾ പ്രോക്സി എന്ന് പറയുന്നത്. അദ്ദേഹം കമ്പനിയുടെ മെമ്പർ ആവണമെന്ന് നിർബന്ധമില്ല. ഹി ഷുഡ് ബി എ നാച്ചുറൽ പേഴ്സൺ കോമ്പീറ്റന്റ് ടു കോൺട്രാക്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ആ പ്രോക്സി ബന്ധപ്പെട്ട ഏരിയ നല്ലതിൽ പഠിക്കണം. അതിൽ പ്രത്യേകിച്ച് പഠിക്കേണ്ടത് ഒരു വ്യക്തിക്ക് എത്ര വ്യക്തികളുടെ പ്രോക്സി ആവാം. പോയിന്റ് നമ്പർ 1, പ്രോക്സിയെ കോറത്തിൽ കൂട്ടത്തില്ല. പ്രോക്സി നമ്പറിന് വേണ്ടി മാത്രമേ കൂട്ടത്തുള്ളൂ. മിനിമം കോറത്തിൽ മെമ്പർ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് കോറം എന്ന് പറയുന്ന മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൽ പ്രോക്സിയെ നമ്മൾ കൂട്ടത്തില്ല. പ്രോക്സി ഒരു നാച്ചുറൽ പേഴ്സൺ ആയിരിക്കണം, ഒരു കോർപ്പറേറ്റ് ബോഡി ആവാൻ പാടില്ല. പ്രോക്സിയുടെ ഫോം MGT11 ഫോം വന്നിട്ട് മീറ്റിംഗിന് 48 മണിക്കൂർ മുമ്പ് ലോഡ്ജ് ചെയ്തിരിക്കണം. ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ പ്രോക്സി അപ്പോയിന്റ് ചെയ്യാം. അഥവാ ഒരു വ്യക്തി മൾട്ടിപ്പിൾ പ്രോക്സി അപ്പോയിന്റ് ചെയ്താൽ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത പ്രോക്സിക്ക് ആയിരിക്കും വോട്ടിങ്ങിന് എലിജിബിലിറ്റി ഉണ്ടാവുക. പ്രോക്സി മെമ്പറും ഒരേ സമയം തന്നെ കയറി മീറ്റിംഗിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ മെമ്പറിനാണ് വോട്ട് ചെയ്യാനുള്ള റൈറ്റ്. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങളുണ്ട്. ദയവ് ചെയ്ത് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ സാറിന് ചോദിക്കാൻ മറക്കണം, മടിക്കും വേണ്ട. പിന്നെ വോട്ടിങ്ങിനെ കുറിച്ചാണ്. വോട്ടിംഗ് പല ടൈപ്പ് ഉണ്ട് അല്ലെ. ഷോ ഓഫ് ഹാൻഡ്സ് വോട്ടിംഗ് ഉണ്ട്, അതാണ് ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള വോട്ടിംഗ്. പിന്നെ പ്രോക്സീസ് നമ്പർ കൂടുതലിരിക്കുമ്പോൾ നമ്മൾ പോൾ വിളിക്കും. അപ്പോൾ പോൾ എങ്ങനെ വിളിക്കും, ഹൗ ക്യാൻ എ പോൾ ബി ഡിമാൻഡഡ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാം. പിന്നെ അവിടെ പഠിക്കുമ്പോൾ അറിയേണ്ട ഒരു കാര്യമാണ് പോസ്റ്റൽ ബാലറ്റ്. ലിസ്റ്റഡ് കമ്പനിയെ സംബന്ധിച്ചോളം ചില വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഐറ്റംസ് വന്നിട്ട് കമ്പനിയുടെ മീറ്റിംഗിൽ വെച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്നല്ല, അത് വോട്ട് ചെയ്യേണ്ടത് വന്നിട്ട് പോസ്റ്റൽ റൂട്ട് വഴിയാണ്. അപ്പൊ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. പോസ്റ്റൽ ബാലറ്റ് എന്താണ്, സ്ക്രൂട്ടനൈസർ ആരാണ്, സ്ക്രൂട്ടനൈസർ കമ്പനിയുടെ എംപ്ലോയി ആയിരിക്കാൻ പാടില്ല, സ്ക്രൂട്ടനൈസറിന്റെ റിപ്പോർട്ട് അപ്പോൾ സബ്മിറ്റ് ചെയ്യണം, സ്ക്രൂട്ടനൈസർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള സമയം, അത് ബന്ധപ്പെട്ടുള്ള പോസ്റ്റൽ ബാലറ്റ് ബന്ധപ്പെട്ടുള്ള ഏരിയാസ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ എന്തിരിക്കണം, പഠിച്ചിരിക്കണം. സർക്കുലേഷൻ ഓഫ് മെമ്പേഴ്സ് റെസൊല്യൂഷൻസ് എന്നൊരു ഏരിയ ഉണ്ട്, അതും ജസ്റ്റ് ഒന്ന് നല്ല രീതിയിൽ നോക്കി വിടുന്നത് തെറ്റില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അടുത്തത്. എന്താണ്, സെക്ഷൻ 112, 113 ആ ഏരിയയിലൊക്കെ ഒത്തിരി ഏരിയാസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് റെപ്രസെന്റേഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് ഗവർണർ ഇൻ ദ മീറ്റിംഗ്സ്. അത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി ഹോണറബിൾ പ്രസിഡന്റ് ആണ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടത്. പക്ഷെ അദ്ദേഹം അറ്റൻഡ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം ഒരു വ്യക്തിയെ വിടും. ആ വ്യക്തി റെപ്രസെന്റേറ്റീവ് ആണെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് നമ്മൾ പ്രോക്സി എന്ന് വിളിക്കാറില്ല. ഹി ഈസ് എ റെപ്രസെന്റേറ്റീവ് ആൻഡ് ഹി വിൽ ബി കൗണ്ടഡ് ഫോർ ദ പർപ്പസ് ഓഫ് കോറം. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പനി ആയിരിക്കുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിനെ പ്രതികരിച്ചുകൊണ്ട് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഹോണറബിൾ ഗവർണറാണ് വരേണ്ടത്. പക്ഷെ ഹോണറബിൾ ഗവർണർ ഫിസിക്കലി വരാറില്ല. അതിന് പകരം അദ്ദേഹം വേറൊരു വ്യക്തിയെ വിടുന്നുണ്ട്. ആ വ്യക്തി റെപ്രസെന്റേറ്റീവ് എന്ന് പറയും, പ്രോക്സി അല്ല. ആ റെപ്രസെന്റേറ്റീവിനും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട്. ആ റെപ്രസെന്റേറ്റീവിനെയും നമ്മൾ കോറത്തിൽ കൂട്ടും. ആ ഏരിയ കമ്പാരിറ്റീവ്ലി വളരെ ഇമ്പോർട്ടന്റ് ആണ് പഠിക്കുക. ഈ പറഞ്ഞ ഏരിയ ഗവൺമെന്റ് കമ്പനിക്ക് മാത്രമേ ബാധകമുള്ളൂ. പിന്നെ റെസൊല്യൂഷൻസിന്റെ ടൈപ്സിനെ കുറിച്ച്. എന്താണ് റെസൊല്യൂഷൻ? ഒരു മീറ്റിംഗിൽ ഫോർമുലായിട്ട് എടുക്കുന്ന തീരുമാനത്തിനെ പറയുന്നതാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയും. അതുകൊണ്ട് തന്നെ ആ തീരുമാനം മിനിറ്റ്സിൽ എഴുതുമ്പോൾ തുടക്കത്തിൽ റിസോൾവ്ഡ് ദാറ്റ് എന്ന് പറയും.
ജനറൽ മീറ്റിംഗിനെ സംബന്ധിച്ചോളം, അതായത് AGM ആയാലും EGM ആയാലും റെസൊല്യൂഷനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. 51% പേര് അപ്രൂവ് ചെയ്യുന്ന റെസൊല്യൂഷൻ ഓർഡിനറി റെസൊല്യൂഷൻ നിന്നും 75% വാല്യൂ ഷെയർ വെച്ചിരിക്കുന്ന അപ്രൂവ് ചെയ്യുന്നതിനെ നമ്മൾ എന്ന് പറയും സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്നും പറയും. ഈ ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗിൽ വാല്യൂ ആണ് ഇമ്പോർട്ടന്റ്, നമ്പർ അല്ല. വാല്യൂ ആണ് 55% വാല്യൂയും അതുപോലെ 75% വാല്യൂയും ഉള്ളതിനെയാണ് നമ്മൾ ഓർഡിനറി റെസൊല്യൂഷനും സ്പെഷ്യൽ റെസൊല്യൂഷൻ എന്ന് പറയും. ഇത് ജനറൽ മീറ്റിംഗ് ആണ്. ബോർഡ് മീറ്റിംഗ് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് കമ്പനീസ് ആക്ട് 173, 174, 175 സെക്ഷൻസ് ഒക്കെ നിങ്ങൾ ഫൈനൽ ആകുമ്പോൾ നിങ്ങൾ പഠിക്കും. അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഏരിയ ആണ് മിനിറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ് മിനിറ്റ്സ്. അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കുക. സെക്ഷൻ 118 മിനിറ്റ്സ് കമ്പാരിറ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം മിനിറ്റ്സിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ മിനിറ്റ്സ് എൻ്റർ ചെയ്യേണ്ട സമയം, എത്ര ദിവസത്തിനകത്ത് മിനിറ്റ്സ് ഉണ്ടാക്കണം, എത്ര ദിവസത്തിനകത്ത് മിനിറ്റ്സ് ഒപ്പിടണം. 2 മിനിറ്റ്സ് ആരൊപ്പിടും, ചെയർമാനാണ് ഒപ്പിടേണ്ടത്. ചെയർമാൻ എന്തെങ്കിലും സംഭവിച്ചെന്നുണ്ടെങ്കിൽ വേറൊരു ഡയറക്ടർ അതിന് വേണ്ടി നിയോഗിക്കാം. പിന്നെ മിനിറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയ ആണ് മിനിറ്റ്സിൽ ഉൾപ്പെടുന്നതാത്ത കാര്യങ്ങൾ. There are some items which need not be included in the minutes at the wisdom of the honorable chairman. If the chairman feels that some remarks are defamatory to the company, some remarks are which is immaterial, irrelevant, അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ മീറ്റിംഗിൽ ചർച്ച ചെയ്ത കാര്യമാണെങ്കിൽ പോലും ചെയർമാന് വേണമെന്നുണ്ടെങ്കിൽ അത് മിനിറ്റ്സിൽ ഉൾപ്പെടുത്താതിരിക്കാം. ഈ ഏരിയന് പൊതുവെ ഇൻസ്റ്റിറ്റ്യൂട്ട് ചോദിക്കാറുണ്ട്, വാട്ട് ആർ ദ മാറ്റേഴ്സ് വിച്ച് നീഡ് നോട്ട് ബി ഇൻക്ലൂഡഡ് ഇൻ ദ മിനിറ്റ്സ്. ഇൻസ്പെക്ഷൻ ഓഫ് മിനിറ്റ്സ് ബുക്സ് അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. മെമ്പറിനെ ഇൻസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഔട്ട്സൈഡേഴ്സ് ഇൻസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ചും ഡയറക്ടറിനെ ഇൻസ്പെക്ട് ചെയ്യുന്നതിനെ കുറിച്ച് അങ്ങനെ പല രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതിന് ഫീസൊക്കെ അടയ്ക്കണം. അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. ഇപ്പോൾ പിന്നെ മീറ്റിംഗ് നടക്കുന്നതിനെ കുറിച്ചാണ്. മീറ്റിംഗിനെ കുറിച്ച് തന്നെയാണ് ഈ ചാപ്റ്റർ എങ്കിൽ മീറ്റിംഗിനെ കുറിച്ച് പറയുമ്പോൾ സാർ ഓവറായിട്ട് പഠിക്കേണ്ട ഏരിയ ഒന്നുകൂടി പറഞ്ഞുതരാം. ടൈപ്സ് ഓഫ് മീറ്റിംഗ്, AGM, EGM. അതിൻ്റെ അകത്ത് AGM-ലായാലും EGM-ലായാലും നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള നോട്ടീസ് പീരീഡ്, അതുപോലെ തന്നെ കോറം, അതുപോലെ തന്നെ അതിൻ്റെ മിനിറ്റ്സ്, പ്രോക്സി, എല്ലാ ഏരിയയും പഠിക്കണം. വെന്യൂ ഓഫ് മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രജിസ്റ്റർ ഓഫീസിലാണ് നടത്തുന്നത് അല്ലെങ്കിൽ സിറ്റി ലിമിറ്റ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ മീറ്റിംഗ്സിൽ ഇനി പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവമാണ് ചെയർമാൻ ആരായിരിക്കണം, ചെയർമാൻ എങ്ങനെ എലക്ട് ചെയ്യും, ചെയർമാന്റെ പീരീഡ് എത്രയാണ്, ചെയർമാന്റെ റൈറ്റ്സ് എന്തൊക്കെയാണ്, ചെയർമാന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ സെക്രട്ടറി സ്റ്റാൻഡേർഡ് 1 SS1 SS2 മാൻഡേറ്ററി ആയിട്ട് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അത് ബന്ധപ്പെട്ട ചില റെഫറൻസ് ഒക്കെ ഒന്ന് പഠിക്കുന്നതിൽ തെറ്റില്ല. ഇനി അത് കഴിഞ്ഞു. ഇനി മീറ്റിംഗ്സിൽ മെയിനായിട്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടത് രജിസ്റ്റർ എവിടെ വെച്ചാണ് മീറ്റിംഗ് നടക്കണം, മീറ്റിംഗ് നടക്കുന്നത് കോറം, അതിൽ എത്ര സമയം വെയിറ്റ് ചെയ്യണം, അന്നുപെട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ AGM-ന്റെ ഡ്യൂ ഡേറ്റ്, എത്ര ദിവസത്തിനകത്ത് AGM നടത്തണം, അക്കൗണ്ടിങ് ക്ലോസ് ചെയ്ത് 6 മാസം, എക്സ്റ്റൻഷൻ കിട്ടുകയാണെങ്കിൽ 9 മാസം, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ EGM-ലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് EGM-ൽ പഠിക്കേണ്ട കാര്യം എന്താണ്, റിക്വസിഷൻസ് മീറ്റിംഗ്. EGM സ്വമേധയായിട്ടും കമ്പനിക്ക് ബോർഡിൽ നടത്താം, അതുപോലെ തന്നെ ആവശ്യപ്പെട്ടാൽ നടത്താം. അപ്പോൾ ആവശ്യപ്പെട്ടാൽ 20 ദിവസത്തിനകത്ത്, ആവശ്യപ്പെട്ടാൽ 40 ദിവസം നടത്തണം എന്നൊരു ഏരിയ ഉണ്ട്. എന്താണ് സെക്ഷൻ 100 സബ്സെക്ഷൻ 2 ബന്ധപ്പെട്ട ഏരിയ. AGM 96 സെക്ഷൻ, EGM 100, റിക്വസിഷൻസ് മീറ്റിംഗ് 102. അപ്പൊ ഇത് ബന്ധപ്പെട്ട ഏരിയസ് എല്ലാം നിലയിൽ പഠിക്കണം. എസ്പെഷ്യലി റിക്വസിഷൻസ് മീറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. എന്താണ് റിക്വസിഷൻ മീറ്റിംഗ്? ഷെയർ ഹോൾഡേഴ്സ് തന്നെ സ്വമേധയായിട്ട് ഞങ്ങൾക്ക് മീറ്റിംഗ് വേണം എന്ന് പറഞ്ഞ് കമ്പനിയുടെ ബോർഡിന് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന മീറ്റിംഗിനെയാണ് നമ്മൾ റിക്വസിഷൻസ് മീറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ 1-2 കേസിലുണ്ട്. എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ വേഴ്സസ് എസ്കോട്ട്സ് ലിമിറ്റഡ് എന്ന കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യത്തിലേ ഉള്ളൂ, ഈ ചാപ്റ്ററിൽ ഒരു മടിയും വേണ്ട, ഈ ചാപ്റ്ററിൽ ഒരു ദാരിദ്ര്യവും വേണ്ട. കാരണം ഈ ചാപ്റ്റർ എൻ്റെ എല്ലാ കുട്ടികളും എല്ലാ ഏരിയസും സ്റ്റഡി മേറ്റുള്ള എല്ലാ ഏരിയയിലും നല്ല പഠിക്കണം. എസ്പെഷ്യലി മീറ്റിംഗ് ബന്ധപ്പെട്ട ഏരിയ അരിച്ചു പറക്കി പഠിക്കുക. കാരണം എന്ന് വെച്ചാൽ ഒരു ഏരിയയും വിടണം. മിനിറ്റ്സ്, ഇൻസ്പെക്ഷൻ, കോറം, പ്രോക്സി, ഷോ ഓഫ് ഹാൻഡ്സ്, പോള്, വോട്ട്, ചെയർമാൻ, എല്ലാ ഏരിയയും. പ്രോക്സി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോറം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോറത്തിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സംഭവം 3 സ്ലാബാണ് കോറം. അതെല്ലാ കാര്യങ്ങളും പഠിക്കണം. എത്ര സമയം കോറത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം എന്താണ്, കോറവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു വാലിഡ് മീറ്റിംഗ് ആവത്തില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ചാപ്റ്ററിൽ ഒരു ദാരിദ്ര്യം വേണ്ട, വളരെ നിലയിൽ പഠിക്കുക. ഇൻസ്റ്റിറ്റ്യൂട്ട് RTP-യിലും മറ്റുള്ള എന്താ പറയുക പ്രൈവറ്റ് ബുക്സിലും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. ഞാൻ എന്താ ഇത്രയും സീരിയസ് ആയിട്ട് പറയാൻ കാര്യം, മീറ്റിംഗ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല ഈ കോഴ്സ്, അല്ലെ പരീക്ഷ പാസ്സാവാൻ വേണ്ടി മാത്രമല്ല. ഇത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴോ, പ്രത്യേകിച്ചൊരു എന്താ പറയുക മീഡിയം സെമി കമ്പനികളിലൊക്കെ നിങ്ങൾ തന്നെയാണ് ഇവിടുത്തെ സെക്രട്ടറി കാര്യങ്ങളും നോക്കേണ്ടത്. വലിയ കമ്പനി ഒരുപക്ഷെ കമ്പനി സെക്രട്ടറികളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതൊക്കെ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ലീനിയൻ വ്യൂ എടുക്കാൻ പാടില്ല. ഈ ചാപ്റ്റർ നല്ല 100% പഠിച്ചിട്ട് പോകേണ്ട ചാപ്റ്ററാണ് ഈ മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനുള്ള ചാപ്റ്റർ. ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കും. ഈ ചാപ്റ്റർ നല്ലയിൽ പഠിച്ചെന്നുണ്ടെങ്കിൽ ഫൈനലിൽ ബോർഡ് മീറ്റിംഗ് ബന്ധപ്പെട്ടുള്ള ചാപ്റ്റേഴ്സ് എന്നൊക്കെ വളരെ നല്ല എന്ത് ചെയ്യാൻ പറ്റും, ക്വിക്കായിട്ട് ലേൺ ചെയ്യാൻ പറ്റും. കാരണം അവിടെയും ബോർഡിനും കുറവുണ്ട്, അവിടെയും ഈ പറഞ്ഞ ചെയർമാൻ ഉണ്ട്, അവിടെയും പറഞ്ഞ നോട്ടീസ് പീരീഡ് ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല പഠിക്കാൻ പറ്റും.
അപ്പോൾ മീറ്റിംഗ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റിംഗിൽ പൊതുവെ ട്രഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒത്തിരി ഉണ്ട്. ക്ലിയർ പീരീഡ്, നോട്ടീസ് പീരീഡ്, ക്ലിയർ ഡേയ്സ്, ഷോർട്ടർ നോട്ടീസ്, രജിസ്റ്റർ ഓഫീസിൽ അല്ല നടത്താമോ, ഹോളിഡേയിൽ നടത്താമോ, ഇങ്ങനെ ഒരുപാട് ട്രഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചാപ്റ്റർ കുറച്ച് എന്താ പറയുക, വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു പോകേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ മീറ്റിംഗ്സിനെ കുറിച്ച് ധാരാളം ഞാൻ പറഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിൻ ചെയ്യുകയോ വാട്സാപ്പിലോ മൊബൈലിലോ വിളിച്ച് ചോദിക്കാൻ മടിക്കേണ്ട. മറ്റൊരു ചാപ്റ്ററുമായി അടുത്ത വീഡിയോ. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വീഡിയോ ക്ലാസ് നമ്മളിപ്പോൾ ഓരോ ചാപ്റ്ററിൻ്റെയും ഓവർവ്യൂവും അതിലെ സ്റ്റഡി പ്ലാനുമാണ് സാറ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ ഏരിയസ് ആണ് പഠിക്കണം അതിൻ്റെ ചെറിയൊരു ഓവർവ്യൂ കൂടെ പറഞ്ഞു പോകുന്നത്. ഓവർവ്യൂ ആൻഡ് സ്റ്റഡി പ്ലാൻ പാറ്റേൺ ആണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാപ്റ്റർ ഈ പാർട്ട് തീരാറായി, ഇപ്പോൾ 2-3 ചാപ്റ്ററുടെ ഉള്ളൂ. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിഡൻഡ് എന്നുള്ള ചാപ്റ്ററാണ്. ഈ ഡിവിഡൻഡും ഇനി പറയാൻ പോകുന്ന അക്കൗണ്ട്സും ഓഡിറ്റും CA ഫൈനലിലായിരുന്നു പഴയ സിലബസിൽ. ഇപ്പോൾ പുതിയ സിലബസിൽ അത് താഴോട്ട് ഇന്ററിലോട്ട് മാറ്റിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഡിവിഡൻഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഡിവിഡൻഡ്. കാരണം എന്ന് വെച്ചാൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ പാക്കിൽ നിന്നും എസ്പെഷ്യലി ഡിവിഡൻഡ് അക്കൗണ്ട്സ് ഓഡിറ്റ് ഈ 3 ചാപ്റ്ററിൽ നിന്നും ഒരു നല്ലൊരു 100% ചോദ്യം വരും. അതുകൊണ്ട് ഈ 3 ചാപ്റ്ററും ഒരു പാക്കേജ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. അതായിരിക്കും കുറച്ച് നല്ലത്. എന്താണ് ഡിവിഡൻഡ്? ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കൊടുക്കുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. Dividend is that portion of profit which is been distributed by the company to its shareholders as a return of their investment. അല്ലെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന റിട്ടേൺ ആയിട്ട് കൊടുക്കുന്നതിനാണ് നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഡിവിഡൻഡ് ഈസ് ബേസിക്കലി ഡിവൈഡ് ടു അക്കൗണ്ടിങ് ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ, ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന ഡിവിഡൻഡിനെ ആണെങ്കിൽ നമ്മൾ ഇന്ററിം ഡിവിഡൻഡ് എന്നും, അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിനു ശേഷം കൊടുക്കുന്ന ഡിവിഡൻഡ് നമ്മൾ ഫൈനൽ ഡിവിഡൻഡ് എന്ന് പറയും. അക്കൗണ്ടിങ് ഇയർ ഓപ്പൺ ആയിരിക്കുമ്പോൾ കൊടുക്കുന്ന ഡിവിഡൻഡ് ഇന്ററിം ഡിവിഡൻഡ് എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അക്കൗണ്ടിങ് ഇയർ ക്ലോസ് ചെയ്തതിനു ശേഷം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഫൈനൽ ഡിവിഡൻഡ് എന്നും ദാറ്റ് ഈസ് ഡിക്ലെയർഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് അറ്റ് AGM ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ബൈ ദ ബോർഡ്. ഇതാണ് ഡിവിഡൻഡിനെ കുറിച്ച് പറയാനുള്ളത്. 2 ടൈപ്പ് ഉണ്ട്. ഇന്ററിം ഡിവിഡൻഡ് എപ്പോഴും ബോർഡാണ് കൊടുക്കേണ്ടത്, ബോർഡാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. ഫൈനൽ ഡിവിഡൻഡ് എപ്പോഴും ഡിക്ലെയർ ചെയ്യേണ്ടത് ഷെയർ ഹോൾഡേഴ്സ് ആണ്, അത് AGM-ലാണ് ഡിക്ലെയർ ചെയ്യുന്നത്. പക്ഷെ അതിനാര് റെക്കമെൻഡ് ചെയ്യണം? ബോർഡ് റെക്കമെൻഡ് ചെയ്യണം. ഇതാണ് എൻ്റെ സ്ട്രക്ചർ. ഡിവിഡൻഡ് കൊടുക്കുമ്പോൾ ഫുൾ ഇയർ ഡിപ്രിസിയേഷൻ കൊടുത്തിട്ടാണ് ഡിവിഡൻഡ് കൊടുക്കേണ്ടത്. അതിന്റെ അക്കൗണ്ടിങ് പരമായ കാര്യങ്ങൾക്ക് നമുക്കറിയാം. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ സാറ് പറഞ്ഞു 2 Clause 34 എന്താണ് മീനിങ് ഓഫ് എന്താണ് ഡിവിഡൻഡ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ പറഞ്ഞ ഡെഫിനിഷൻസ് എല്ലാം നമ്മൾ DE-യിൽ വരുന്നതാണ്. 2 Clause 34, 2 Clause 35 ഇതെല്ലാം നോക്കി പോകണം. കാരണം അവിടെ എല്ലാം എന്താണ് ഡിവിഡൻഡ്, ഡയറക്ടർ എല്ലാം അടുത്തടുത്ത് വരുന്നതാണ്. എങ്കിലും ആ ഏരിയയ്ക്ക് ഒന്ന് നമ്മൾ നോക്കി പോകുന്നത് നല്ലതാണ്. ടൈപ്സ് ഓഫ് ഡിവിഡൻഡ് ആണ് സാറ് പറഞ്ഞത്. ഇന്ററിം ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും. പൊതുവേ ഇന്ററിം ഡിവിഡൻഡ് എന്നൊരു ചോദ്യം വരാം. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഫൈനൽ ഡിവിഡൻഡിനെക്കാട്ടിലും ഇന്ററിം ഡിവിഡൻഡിനാണ് ഇമ്പോർട്ടൻസ് കൂടുതലുള്ളത്. അതുകൊണ്ട് ഇന്ററിം ഡിവിഡൻഡ് നല്ല നോക്കി പോകുന്നത് നല്ല. ഇന്ററിം ഡിവിഡൻഡ് പ്രൊവിഷൻസ് എസ്പെഷ്യലി ഫുൾ ഇയർ ഡിപ്രിസിയേഷൻ കൊടുക്കണം ഇന്ററിം ഡിവിഡൻഡ് ആണെങ്കിലും. ഇന്ററിം ഡിവിഡൻഡിന് റെക്കമെൻഡേഷൻ ഒരു കൺസെപ്റ്റ് ഇല്ല. ഓൾവേസ് ഇറ്റ് ഇസ് ഡിക്ലെയർഡ് ബൈ ദ വിസ്ഡം ഓഫ് ദ ബോർഡ് ആണ്. അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഇന്ററിം ഡിവിഡൻഡ് ആയാലും ഫൈനൽ ഡിവിഡൻഡ് ആയാലും ഒരിക്കൽ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല ആ ഡിസിഷൻ. കാരണം വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ഡെറ്റ്. ഷെയർ ഹോൾഡേഴ്സിന് ഒരു കടം തിരിച്ചെടുക്കുന്ന പോലെ, ഡെറ്റ് തിരിച്ചു പിടിക്കുന്ന പോലെ കമ്പനിയും തിരിച്ചു പിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഡിവിഡൻഡ് ഡിസിഷൻ വൺസ് ഡിക്ലെയർഡ് ബൈ ദ ബോർഡ്, ദാറ്റ് ഈസ് ഇന്ററിം ഡിവിഡൻഡ്, ആൻഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്, that is final dividend, cannot be withdrawn because it is a statutory statutory ആയിട്ട് അതൊരു ക്ലെയിം ആയി മാറും. അതുകൊണ്ട് അത് വിഡ്രോ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത്. പ്രൊവിഷൻസ് റിഗാർഡിംഗ് ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 123 ആണ് കമ്പനീസ് ആക്ടിലെ. 123, 124, 125, 126, 127 ഇത്രയും സെക്ഷൻസ് നിങ്ങൾ ഡിവിഡൻഡിൽ നിങ്ങൾ നോക്കണം. എസ്പെഷ്യലി 123. പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഡിക്ലറേഷൻ ഓഫ് ഡിവിഡൻഡ് മെയിൻ ആയിട്ട് പഠിക്കേണ്ടത്. അതിൻ്റെ അകത്ത് 3 സോഴ്സ് പറയുന്നുണ്ട്. ഡിവിഡൻഡ് ക്യാൻ ബി ഡിക്ലെയർഡ് ബൈ കറന്റ് ഇയർ പ്രോഫിറ്റ്, ഫ്രം കറന്റ് ഇയർ പ്രോഫിറ്റ്, പ്രീവിയസ് ഇയർ പ്രോഫിറ്റ്, ദാറ്റ് ഇസ് അക്യുമുലേറ്റഡ് റിസർവ്സ്, പിന്നെ ഗവൺമെന്റ് ഗ്രാന്റ് അത് പറയുന്നുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പറയുന്നത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്താൽ 5 ദിവസത്തിനകത്ത് പ്രത്യേക ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം. പിന്നെ എന്താണ് അത് എത്ര ദിവസം ആ അക്കൗണ്ടിൽ കിടക്കും, എത്ര ദിവസം കിടന്നു കഴിഞ്ഞ ശേഷം പിന്നെ അത് അൺപെയ്ഡ് ഡിവിഡൻഡിലോട്ട് കൊണ്ട് മാറ്റണം. അത് 30 days അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് കിടന്ന് ഈ പറഞ്ഞ പോലെ എത്ര വർഷം കിടക്കണം എന്ന് പറയുന്നത് 7 വർഷം അതിൻ്റെ അകത്തുണ്ട്. അതിനുശേഷം അതിനെ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് മാറ്റണം. അപ്പോൾ അതൊരു പാറ്റേൺ ഉണ്ട്. ഡിവിഡൻഡ് പഠിക്കുമ്പോൾ സാർ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്യുന്നില്ല, ഒരു പാറ്റേൺ, ഒരു ചാർട്ട് വരയ്ക്കുന്നതാണ്. എത്ര ദിവസത്തിനകത്ത് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം, എത്ര ദിവസത്തിനകത്ത് അൺപെയ്ഡ് ബാങ്ക് അക്കൗണ്ട്, ആദ്യം പറഞ്ഞത് ഡിവിഡൻഡ് ബാങ്ക് അക്കൗണ്ടാണ്, എത്ര ദിവസത്തിനകത്ത് ഡിവിഡൻഡ് ബാങ്ക് അക്കൗണ്ടിലോട്ട് മാറ്റണം, എത്ര ദിവസത്തിനകത്ത് അൺപെയ്ഡ് ഡിവിഡൻഡ് അക്കൗണ്ടിലോട്ട് മാറ്റണം, എത്ര ദിവസമാണ് IPF ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് മാറ്റണം എന്നുള്ള പാറ്റേൺ ആയിട്ട് ഡേറ്റ് വൈസ് കാലണ്ടർ ഓഫ് ഇവന്റ്സ് വെച്ച് പഠിക്കുന്നത് നല്ലതാണ്.
അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ട് ഞാൻ പറഞ്ഞു, അൺക്ലെയിംഡ് ആയിട്ടും അൺപെയ്ഡ് ആയിട്ടും കിടക്കുന്ന പൈസയെ നമ്മൾ അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ടിൽ നിന്ന് പ്രത്യേക ഒരു ബാങ്ക് അക്കൗണ്ട് മാറ്റിയത് അങ്ങോട്ട് മാറ്റും. 37 ദിവസമാകുമ്പോൾ ആ അക്കൗണ്ടിലോട്ട് പോകണം. ആ അക്കൗണ്ടിൽ 7 വർഷം കിടക്കും. അതായത് 37 ഡിക്ലെയർ ചെയ്ത് 37+7 വർഷം. അതാണ് അത് ഒന്നിൽ പറഞ്ഞുതരാം. സ്പെഷ്യൽ ബാങ്ക് അക്കൗണ്ട് 5 ദിവസം മാറ്റും. അത് എന്തായാലും പ്രത്യേക ബാങ്ക് അക്കൗണ്ട് മാറ്റിയേ പറ്റൂ. ആ അക്കൗണ്ടിൽ ഈ പറഞ്ഞതുപോലെ തന്നെ 30 ദിവസം കിടക്കും. അവിടെ നിന്ന് 7 ദിവസം കഴിയുമ്പോൾ നമ്മൾ അൺപെയ്ഡ് അക്കൗണ്ടിലോട്ട് മാറ്റും. അപ്പോൾ 37 ആയി. ആ അൺപെയ്ഡ് ഡിവിഡന്റ് അക്കൗണ്ടിലോട്ട് 7 വർഷം കിടക്കും. അപ്പോൾ 37+7 37 ദിവസവും 7 വർഷമായി. അതിനുശേഷം അതിനെങ്ങോട്ട് മാറ്റണം? സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടായ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ട് IEPF ഫണ്ടിലോട്ട് മാറ്റണം. പിന്നെ അവിടെ നിന്ന് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആവശ്യങ്ങൾക്കും അവയർനെസ്സിനും വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ചെലവാക്കും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം റൈറ്റ് ഓഫ് ഡിവിഡന്റ്. ഈ ഏരിയയൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. വളരെ ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും നോക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഈ ചാപ്റ്ററിൽ പൊതുവെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ഏരിയയാണ് പനിഷ്മെന്റ് ഫോർ ഫെയിലിയർ ടു ഡിസ്ട്രിബ്യൂട്ട് വിത്തിൻ 30 days. ഇതിൽ പനിഷ്മെന്റിന്റെ എമൗണ്ട് ഒന്നും ഇന്റർമീഡിയറ്റിൽ ഞാൻ പഠിക്കാൻ പറയുന്നില്ല. എപ്പോ പനിഷ്മെന്റ് വരത്തില്ല എന്നുള്ള സെക്ഷൻ 127. വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ് in which the officer and directors of the company will not be held liable even though dividend is not given within 30 days. ഡിക്ലെയർ ചെയ്ത ഡിവിഡന്റ് 30 ദിവസത്തിനകം ജനങ്ങൾക്ക് ഷെയർ ഹോൾഡേഴ്സിന് കൊടുത്തില്ലെങ്കിൽ പോലും എപ്പോ ഡയറക്ടറും ഓഫീസറും ഡീഫോൾട്ടും ലയബിൾ ആവത്തില്ല എന്നുള്ള സാഹചര്യമുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഓപ്പറേഷൻ ഓഫ് ലോ. നമ്മൾ ഡിവിഡന്റ് സമയത്തിന് കൊടുക്കാത്തത് വേറൊന്നുമില്ല, ഓപ്പറേഷൻ ഓഫ് ലോ, ഗാർണിഷ് ഓർഡറോ അതുപോലെ തടസ്സങ്ങൾ കൊണ്ടാണ് നമ്മൾ കൊടുക്കാത്തത്. പോയിന്റ് നമ്പർ 1. കമ്പനിയുടെ പ്രശ്നമല്ല, ഷെയർ ഹോൾഡേഴ്സിന്റെ ഇൻസ്ട്രക്ഷൻ തന്നതിന്റെ പ്രശ്നമാണ്. എങ്ങനെ കൊടുക്കണം, ഏത് ബാങ്കിൽ കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് കൺഫ്യൂഷൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് ദ ഫോൾട്ട് ഓഫ് ദ കമ്പനി. ഓപ്പറേഷൻ ഓഫ് ലോ പറഞ്ഞു. അടുത്തത് ഈ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ടു റിസീവ് ഡിവിഡന്റിൽ കൺഫ്യൂഷൻ. ആർക്ക് കൊടുക്കണം? ഇപ്പോൾ ഷെയർ ഹോൾഡർ 2-3 നോമിനിയെ പറഞ്ഞു, ഒരു നോമിനിയെ പറഞ്ഞു, പിന്നെ അതിൻ്റെ അകത്ത് ലീഗൽ ഹെയർ വന്നു. ആർക്ക് കൊടുക്കണം എന്നുള്ളത് കൺഫ്യൂഷനാണ്. പിന്നെ ഒരു റീസൺ വന്നിട്ട് ഷെയർ ഹോൾഡർ ഇങ്ങോട്ട് കുറച്ച് പൈസ തരാനുണ്ടായിരുന്നു. കമ്പനി എന്ത് ചെയ്തു? ഈ ഡിവിഡന്റ് എമൗണ്ട് അതുമായിട്ട് തട്ടിക്കഴിച്ചു, സെറ്റ് ഓഫ്. അപ്പൊ എന്തായാലും സെക്ഷൻ 127 മറക്കരുത്. ഇന്റർം ഡിവിഡന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ചാപ്റ്ററിൽ. പിന്നെ പഠിക്കേണ്ടത് ഒന്നുകൂടി പറഞ്ഞാൽ, ഒരു കൺക്ലൂഷൻ ആയിട്ട് പറഞ്ഞാൽ, ഡിവിഡന്റ് ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കേണ്ട ടൈപ്സ് ഓഫ് ഡിവിഡന്റ് ആണ്. അതിൽ ഇന്റർം ഡിവിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത് പറയേണ്ടത് അതിന്റെ പ്രൊസീജിയർ ആണ്. പ്രൊസീജിയറിൽ ടൈം ലിമിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എസ്പെഷ്യലി അൺപെയ്ഡ് ഡിവിഡന്റ് കൊണ്ട് മാറ്റുന്ന കാര്യം. പിന്നെ അവിടെ നിന്ന് ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടോട്ട് മാറ്റുന്ന കാര്യം. അതായത് ഇങ്ങനെയാണ് എന്റെ കാൽക്കുലേഷൻ. 7 ദിവസം, 30 ദിവസം, 7 വർഷം. 7 ദിവസം, 30 ദിവസം, പിന്നെ 7 വർഷം. എല്ലാം കൂടെ കൂട്ടും 7 വർഷവും 37 ദിവസവും കഴിയുമ്പോൾ ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലോട്ട് പോകും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് ഞാൻ പറഞ്ഞത് പനിഷ്മെന്റ്. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ സംഭവം. പനിഷ്മെന്റ് എസ്പെഷ്യലി 30 ദിവസം കൊടുത്തില്ലെങ്കിൽ എന്ന രീതിയിൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ. കൊടുത്തില്ലെങ്കിൽ ലയബിലിറ്റി എപ്പോൾ വരത്തില്ല എന്നുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പലവട്ടം ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണത്. അതിന്റെ സാഹചര്യങ്ങൾ സാർ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, സെക്ഷൻ 127. അപ്പോൾ ഓൾ ടുഗദർ ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ ആണ്. കുറച്ചൊരു പുതിയ കാര്യങ്ങൾ, ഒരു പക്ഷേ ഇന്റർമീഡിയറ്റ് ലെവലിൽ പുതിയൊരു കാര്യമാണ്. ഡിവിഡന്റ് കൊടുക്കുന്നത് എങ്ങനെ, എത്ര സമയത്തിന് കൊടുക്കണം, അൺപെയ്ഡ് ഡിവിഡന്റ് എന്ത് ചെയ്യണം, ഇന്റർം ഡിവിഡന്റ് എന്തിനാണ് കൊടുക്കുന്നത്, ഇന്റർം ഡിവിഡന്റ് ഫൈനൽ ഡിവിഡന്റ് വ്യത്യാസം എന്താണ് എന്നുള്ള കാര്യം. പിന്നെ അൾട്ടിമേറ്റ്ലി ഡിക്ലെയർ ചെയ്ത് 30 ദിവസത്തിനകത്ത് കൊടുത്തില്ലെങ്കിൽ എന്താണ് പെനാൽറ്റി, അങ്ങനെ കൊടുക്കാതിരുന്നാൽ പോലും പെനാൽറ്റി വരാത്ത സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ഏരിയ. നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. ഇനിയൊരു എന്താ പറയാ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോ കാണാം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് ആണ്. കമ്പനി ലോ പോർഷനിലെ ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ് ആണ്, അക്കൗണ്ട്സും ഓഡിറ്റും. ചാപ്റ്റർ 9ഉം ചാപ്റ്റർ 10ഉം വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഞാൻ പണ്ട് മീറ്റിംഗ്സ് പറഞ്ഞപ്പോഴും ഞാൻ അത് പറഞ്ഞായിരുന്നു, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ. അതുപോലെ തന്നെ ഈ ചാപ്റ്ററും എന്ത് ചെയ്യണം, ഈ 2 ചാപ്റ്ററും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. ഈ ഡെഫിനിഷൻസ് പറഞ്ഞതുപോലെ അല്ലെ, നേരത്തെ വീഡിയോയിൽ ഡെഫിനിഷൻ, ഫോർ എക്സാമ്പിൾ ഡിവിഡന്റ് സെക്ഷൻ 2 ക്ലോസ് 35, അതുപോലെ തന്നെ ബുക്ക് ആൻഡ് പേപ്പറിന്റെ ഡെഫിനിഷൻ പറഞ്ഞു. ഈ ഡെഫിനിഷൻസ് ഏരിയാസ് പൊതുവെ എന്ത് ചെയ്യണം, ഞാൻ ഫസ്റ്റ് എന്റെ വീഡിയോ ക്ലാസ് നിങ്ങൾ ഓർമ്മയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ ക്ലാസ് തന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഡെഫിനിഷൻസ് പഠിക്കണം എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്താ പറയാന്ന് വെച്ചാൽ, പൊതുവേ കണ്ടന്റ് പറഞ്ഞു പോകുമ്പോൾ കുട്ടികൾ കണ്ടന്റ് മാത്രം പഠിച്ചു പോകരുത്, എല്ലാത്തിനും റിലവന്റ് ഡെഫിനിഷൻസ് കൂടെ അതാത് ചാപ്റ്ററിൽ പഠിച്ചു പോകണമെന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. ഇനി ഇന്നത്തെ ക്ലാസ് നോക്കാം. ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അക്കൗണ്ട്സിനെ കുറിച്ചാണ്, ചാപ്റ്റർ 9. ഇതിന്റെ അകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി കെപ്റ്റ് ബൈ കമ്പനി. അതിന് മുമ്പ് തന്നെ ബുക്ക് ആൻഡ് പേപ്പറിന്റെ ഒരു ഡെഫിനിഷൻ കൂടെ ജസ്റ്റ് നോക്കി പോകണം. ഇനി പുറമെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഏതൊക്കെയാണ് കമ്പനിയിൽ വച്ചിരിക്കുന്നത് കുറിച്ച് നോക്കാം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വച്ചിരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ച് എന്താ പറയാ നല്ലയിൽ പഠിച്ചിരിക്കുന്നതാണ്. നമ്മളാണല്ലോ ഈ പറഞ്ഞ കമ്പനിയിൽ ബുക്സും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, അതുകൊണ്ട് നല്ലയിൽ പഠിക്കണം. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടു ബി കെപ്റ്റ് ബൈ ദ കമ്പനിയിൽ പഠിക്കേണ്ട കാര്യം പോയിന്റ് നമ്പർ 1, രജിസ്റ്റേർഡ് ഓഫീസിലാണ്, കമ്പനിയുടെ രജിസ്റ്റേർഡ് ഓഫീസിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. രജിസ്റ്റേർഡ് ഓഫീസിലല്ല മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് അതിനുള്ള അധികാരമുണ്ട്. അത് 7 ദിവസത്തിനകത്ത് രജിസ്റ്റർ ഓഫ് കമ്പനീസിന് പുതിയ വേറെ ഏത് അഡ്രസ്സിലാണ് വച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബോർഡ് കൊടുത്താൽ മതിയാവും. സോ പോയിന്റ് നമ്പർ 1 ഈസ് ബേസിക്കലി
the relevant books of accounts of a company should be kept in the registered office of the company mandatorily. അതല്ല വേറൊരു സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ the board can decide so and that should be informed to the register of companies within 7 days. അത് നോക്കണം. എന്താണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്? പ്രോപ്പർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് വെച്ചാൽ റിസീപ്റ്റ്സ് ബന്ധപ്പെട്ടുള്ള, പേയ്മെന്റ്സ് ബന്ധപ്പെട്ടുള്ള, അസറ്റ്സ് ബന്ധപ്പെട്ടുള്ള, ലയബിലിറ്റീസ് ബന്ധപ്പെട്ടുള്ള, കോസ്റ്റിംഗ് റെക്കോർഡ്സ് ബന്ധപ്പെട്ടുള്ള 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? കമ്പനിയുടെ റിസീപ്റ്റ്സിനെ ബന്ധപ്പെട്ടതും, കമ്പനിയുടെ പേയ്മെന്റ്സിനെ ബന്ധപ്പെട്ടതും, കമ്പനിയുടെ അസറ്റ്സിനെ ബന്ധപ്പെട്ടതും, കമ്പനിയുടെ ലയബിലിറ്റീസിനെ ബന്ധപ്പെട്ടതും, മാനുഫാക്ചറിംഗ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ കമ്പനിയുടെ മാനുഫാക്ചറിംഗ് ലേബർ അത് ബന്ധപ്പെട്ട കോസ്റ്റിംഗ് റെക്കോർഡ്സ്. ഈ 5 കാര്യങ്ങളെ ചേർത്താണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇത് ബന്ധപ്പെട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ബുക്സിനെയാണ് നമ്മൾ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. പിന്നെ പറയേണ്ടത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അറിയാലോ, സെക്ഷൻ 134 അങ്ങനെ ഒരുപാട് ഏരിയാസിൽ ഇതിനെ കുറിച്ച് പറയാനുണ്ട്. നമുക്ക് എന്താ പറയുക, ആ ഒരു ഏരിയ മൊത്തത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ നോക്കിയിരിക്കണം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് അറിയാം അല്ലെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്, അത് ബന്ധപ്പെട്ടുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഈ 3 കാര്യത്തിനാണ് നമ്മൾ പുതിയ സ്റ്റാറ്റ്യൂട്ടറി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. ഒന്ന് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, പിന്നെ എന്താണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, പിന്നെ കമ്പനിയുടെ ബാലൻസ് ഷീറ്റ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. എസ്പെഷ്യലി നിങ്ങൾ പഠിക്കേണ്ടത് ഇതിലൊക്കെ ആരാണ് ഒപ്പിടേണ്ടത്. അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്ന ശേഷം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആരൊപ്പിടണം എന്നുള്ളത് അല്ലെ. ബേസിക്കലി നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, മിനിമം 2 ഡയറക്ടർ ഒപ്പിട്ടിരിക്കണം. അതിൽ ഒരാൾ ആരായിരിക്കണം? മാനേജിംഗ് ഡയറക്ടർ ആയിരിക്കണം. ആ കമ്പനിയിലെ KMP, കീ മാനേജറൽ പേഴ്സണൽ, സെക്ഷൻ 203 കീ മാനേജറൽ പേഴ്സൺസിന് ഡിഫൈൻ ചെയ്യുന്ന 2 clause 51 കീ മാനേജറൽ പേഴ്സൺസിനെ അപ്പോയിന്റ് ചെയ്യണമെന്ന് മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടുള്ള കമ്പനിയിൽ CFOയും കമ്പനി സെക്രട്ടറിയും കൂടെ ഒപ്പിടണം. ഒന്നിട്ട് പറയാം ആരൊക്കെയാണ് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഒപ്പിടേണ്ടത്. മിനിമം 2 ഡയറക്ടർമാർ ഒപ്പിട്ടിരിക്കണം. അതിൽ ഒരാൾ MD ആയിരിക്കണം. സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആ കമ്പനിയിൽ കീ മാനേജറൽ പേഴ്സൺ സെക്ഷൻ 203 ആപ്ലിക്കബിൾ ആണെന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലെ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറും ആ കമ്പനിയിലെ കമ്പനി സെക്രട്ടറി കൂടെ എന്ത് ചെയ്തിരിക്കണം? ഒപ്പിട്ടിരിക്കണം. പിന്നെ ഇത് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, റീ ഓപ്പണിംഗ് ഓഫ് അക്കൗണ്ട്സ്, അതേപോലെ തന്നെ എന്താണ് വോളണ്ടറി റിവിഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബന്ധപ്പെട്ട ഏരിയ ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. അത്ര ഫൈനലാണ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിരുന്നത്. ഇന്റർമീഡിയറ്റ് വന്നപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടന്റ് അല്ല, എങ്കിലും നമ്മളൊന്ന് വായിച്ചു പോകുന്നത് നല്ലതാണ്. പിന്നെ ഇതിനെക്കുറിച്ച് എന്താണ് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഓഫ് ഇന്ത്യ, നെഫ്രയെ കുറിച്ച് ഒന്ന് അറിഞ്ഞു പോകുന്നത് നല്ലതാണ്. അതിന്റെ കോമ്പോസിഷൻ അതിൽ ആരൊക്കെയാണുള്ളത്, അതിന്റെ അതോറിറ്റി എന്താണ്, അതിന്റെ എന്താണ് ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി പോകുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ലെവൽ അത്ര ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ പോലും നോക്കി പോകുന്നത് നല്ലതാണ്. പിന്നെ സെക്ഷൻ 133 സെൻട്രൽ ഗവൺമെന്റ് പ്രിസ്ക്രൈബ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, നമുക്ക് എല്ലാവർക്കും അറിയാം അക്കൗണ്ട്സ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഇന്ത്യ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്, ഇന്ത്യ AS ഉണ്ട്. അത് നോട്ടിഫൈ ചെയ്യാനുള്ള പവർ സെൻട്രൽ ഗവൺമെന്റ് സെക്ഷൻ 133 ഈ ചാപ്റ്ററിലാണ് അതിന്റെ അകത്തുള്ളത്. പിന്നെ ബോർഡ്സ് റിപ്പോർട്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ബോർഡ്സ് റിപ്പോർട്ട് ബന്ധപ്പെട്ട ഏരിയസ് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണ്, അത് ആരൊക്കെയാണ് ഒപ്പിടേണ്ടതെന്ന് പറഞ്ഞു. അതിന്റെ അകത്ത് ബോർഡ്സ് റിപ്പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയാൻ, എസ്പെഷ്യലി എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബോർഡ്സ് റിപ്പോർട്ടിലാണ്. ബോർഡ്സ് റിപ്പോർട്ടിൽ മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. അത് നല്ല രീതിയിൽ പഠിക്കണം. എന്താ പറയാ, ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഒന്ന് പഠിച്ചു പോകുന്നത് നല്ലതാണ്. എസ്പെഷ്യലി ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾ ബന്ധപ്പെട്ടുള്ള ഡയറക്ടേഴ്സ് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ പഠിച്ചു പോവുക. ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കും. സ്റ്റേറ്റ്മെന്റ്സും ബോർഡ്സ് റിപ്പോർട്ടും ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ നോക്കിയിരിക്കണം. ബോർഡ്സ് റിപ്പോർട്ടിൽ ഞാൻ പറഞ്ഞ പോലെ അതിന്റെ അകത്ത് മെയിൻ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് 129 സെക്ഷനിലാണെങ്കിലും 134 എന്ന സെക്ഷനിലാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ബോർഡ്സ് റിപ്പോർട്ട്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ പ്രൊവിഷൻ. അതിൽ 134 സബ്സെക്ഷൻ 5 എന്താണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഈ പറഞ്ഞ ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. അത് നല്ല രീതിയിൽ നോക്കണം, എസ്പെഷ്യലി വിത്ത് റെസ്പെക്ട് ടു ഇന്റേണൽ ഫിനാൻഷ്യൽ കൺട്രോൾസ്. അപ്പൊ ഈ ഏരിയ നോക്കണം. ഇവിടെയും ഏറ്റവും ഇമ്പോർട്ടന്റ് സംഭവമായിട്ടുള്ള കാര്യമാണ് ബോർഡ്സ് റിപ്പോർട്ട് ആര് ഒപ്പിടും എന്നുള്ളത് അല്ലെ. അതും നോക്കിയിരിക്കണം. ചെയർമാനാണ് കമ്പനിയുടെ ബോർഡിന്റെ ചെയർമാനാണ് സാറിന് ഒപ്പിടുന്നത്. ചെയർമാൻ ഇല്ലാത്ത പക്ഷം വേറൊരു ഡയറക്ടറിനെ വേറെ 1-2 ഡയറക്ടറെ നമ്മൾ എന്ത് ചെയ്യും, ഓതറൈസ് ചെയ്യും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ചാപ്റ്റർ നിങ്ങളുടെ ഫണ്ടമെന്റൽ ചാപ്റ്റർ ആണ്. അക്കൗണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങളാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതുകൊണ്ട് അതിന്റെ ബന്ധപ്പെട്ട എല്ലാ നെറ്റിഗിറ്റി ചാപ്റ്റർ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നോക്കിയിരിക്കണം. അടുത്തൊരു ഏരിയ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. സെക്ഷൻ 135 ആണ്. ഷെഡ്യൂൾ 7 കൂടെ റെഫർ ചെയ്യണം. അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് ഇന്റർമീഡിയറ്റ് ലെവൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ എന്താണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഏതൊക്കെ കാര്യങ്ങൾക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി സ്പെൻഡ് ചെയ്യാം, ഷെഡ്യൂൾ 7 കിടപ്പുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റി ആരൊക്കെയാണ്, അതിൽ കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണ്, അവരെന്തുമാണ് മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ബോർഡിന്റെ ഈ കമ്മിറ്റിയുടെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണ്, കമ്പനിയുടെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയാണ് അല്ലെ. കമ്പനി നിലനിൽക്കുന്നതുകൊണ്ട് കമ്പനിയുടെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ബാധിക്കുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എന്ത് ബെനിഫിറ്റ് ആണ് കിട്ടുന്നതിനെ കുറിച്ച് പറയുന്നതിനാണ് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ 3 വർഷത്തിന്റെ പ്രോഫിറ്റിന്റെ ആവറേജിൽ 2% എല്ലാ വർഷവും എന്ത് ചെയ്യണം, നമ്മൾ
CSRന് വേണ്ടി സ്പെൻഡ് ചെയ്യണം. അത് സ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ് സ്പെൻഡ് ചെയ്യേണ്ടത്? ഷെഡ്യൂൾ 7-ൽ അതിന്റെ ലിസ്റ്റ് കിടപ്പുണ്ട്. ഏതൊക്കെ ആക്ടിവിറ്റീസിൽ സ്പെൻഡ് ചെയ്യാവുന്ന ആ ആക്ടിവിറ്റീസിൽ മാത്രമേ സ്പെൻഡ് ചെയ്യാവൂ. ഇപ്പോൾ കോവിഡ് കാലഘട്ടമാണ് അല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഇൻപുട്ട് കൂടെ തരാം. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ അല്ലെ, സാനിറ്റേഷൻ, അതേപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഈ 3 ക്ലോസസ് ഷെഡ്യൂൾ 7-നുണ്ട്. ഈ ഇപ്പം പറഞ്ഞ ഹെഡ്സിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് CSR കോവിഡിന് വേണ്ടി പ്രിവെന്റീവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതും CSRൽ എലിജിബിലിറ്റി കിട്ടും. പിന്നെ അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട്, കെയർ ഫണ്ടിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ പക്ഷേ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റിലീഫ് ഫണ്ട് അല്ലെങ്കിൽ CM's റിലീഫ് ഫണ്ടിൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ CSRന്റെ പരിധിയിൽ വരത്തില്ല. പക്ഷേ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ സ്പെൻഡ് ചെയ്താൽ വരും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽസിലോട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും CSRന് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. എസ്പെഷ്യലി അതിന്റെ എപ്പോൾ CSR സ്പെൻഡ് ചെയ്യണം, എത്ര സ്പെൻഡ് ചെയ്യണം, ആ കമ്മിറ്റിയുടെ CSR കമ്മിറ്റിയുടെ റോൾസ്, റെസ്പോൺസിബിലിറ്റി എന്താണ് എന്നുപറ്റുള്ള കാര്യങ്ങൾ നിലയിൽ നോക്കണം. ഷെഡ്യൂൾ 7 വായിക്കാതിരിക്കാൻ മറക്കരുത്. കാരണം അതിലാണ് ഏതൊക്കെയാണ് CSRൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസ് എന്നുള്ള എലിജിബിൾ ആക്ടിവിറ്റീസ് കിടക്കുന്നത്. പിന്നെയുള്ള കാര്യങ്ങൾ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ പോലും സെക്ഷൻ 138 ഇന്റേണൽ ഓഡിറ്റ്, ഇതിനെക്കുറിച്ചും പഠിച്ചിരിക്കണം. എസ്പെഷ്യലി ഇന്റേണൽ ഓഡിറ്റ് പുതിയ ആക്ട് പ്രകാരം ചാർട്ടേഡ് അക്കൗണ്ട് തന്നെ ചെയ്യണം നിർബന്ധമില്ല. ചാർട്ടേഡ് അക്കൗണ്ടോ കോസ്റ്റ് അക്കൗണ്ടോ ഇതര പ്രൊഫഷണൽസിനോ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അത് ബന്ധപ്പെട്ടുള്ള കാര്യം, ആപ്ലിക്കബിലിറ്റി, ഏതൊക്കെ സ്ഥാപനങ്ങൾക്കാണ് ഇന്റേണൽ ഓഡിറ്റ് ആപ്ലിക്കബിൾ എന്നുള്ള കാര്യം കൂടെ പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ചാപ്റ്റർ ഓൾട്ടുപത്രി പറഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്, മറക്കരുത്. നിങ്ങളുടെ പ്രൊഫഷനാണ്, അതുകൊണ്ട് തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് തെറ്റില്ല. ഒന്നുകൂടി സാറ് പറഞ്ഞുതരാം ഈ ചാപ്റ്ററിലെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്തൊക്കെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എവിടെയാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എന്തൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കണം, 129 സെക്ഷൻ, പിന്നെ റീ ഓപ്പണിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പിന്നെ നെഫ്ര, നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിയുടെ പവേഴ്സ്, റോൾസ്, ഡ്യൂട്ടീസ്, പിന്നെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് പ്രിസ്ക്രൈബുള്ള പ്രൊവിഷൻ, പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ബോർഡ്സ് റിപ്പോർട്ട്, അതിന്റെ കണ്ടന്റ്, എസ്പെഷ്യലി ബോർഡ്സ് റിപ്പോർട്ടിൽ സെക്ഷൻ 134 ഡയറക്ടേഴ്സ് റെസ്പോൺസിബിലിറ്റി സ്റ്റേറ്റ്മെന്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ CSR സെക്ഷൻ 135 അതിന്റെ അകത്തുള്ള അക്കൗണ്ട് കമ്മിറ്റി എത്ര രൂപ സ്പെൻഡ് ചെയ്യണം, എവിടെ സ്പെൻഡ് ചെയ്യണം ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇന്റേണൽ ഓഡിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്റേണൽ ഓഡിറ്റ് ഏതൊക്കെ കമ്പനിക്കാണ് ആപ്ലിക്കബിൾ, ആർക്ക് ചെയ്യാം, ആ റിപ്പോർട്ട് എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം നിലയിൽ എന്തിരിക്കുന്നു നമ്മൾ നോക്കിയിരിക്കും. മറ്റൊരു വീഡിയോയുമായി അടുത്തത്. എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പനി ലോയിലെ CA ഇന്ററിന്റെ കമ്പനി ലോയിലെ അവസാനത്തെ ചാപ്റ്ററിലെ ഓഡിറ്റ് ആൻഡ് ഓഡിറ്റേഴ്സ് എന്ന ചാപ്റ്ററിന്റെ ഓവർവ്യൂ സ്റ്റഡി പ്ലാനുമാണ്. ഒരുപക്ഷെ നമ്മളെ സെഷന്റെ അവസാനത്തെ വീഡിയോ ആണ് ഇന്നത്തെ ഈ 60 മാർക്സ് പാർട്ടിലെ. പറയേണ്ട ആവശ്യമില്ല, പണ്ട് മീറ്റിംഗ് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷനിൽ പറഞ്ഞ അതേ പോയിന്റ് എനിക്ക് ഈ ചാപ്റ്ററിൽ പറയാൻ എനിക്കുള്ളൂ. അതായത് ഒരു പോയിന്റ് പോലും, ഒരു പേജോ ഒരു പാരഗ്രാഫ്, ഒരു വേർഡ് പോലും നിങ്ങൾ വിടാൻ പാടില്ല, മുഴുവനും പഠിക്കണം. കാരണം ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ ഓഡിറ്റിംഗ്, എന്താ പറയാ, അക്കൗണ്ട്സ് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓഡിറ്റിംഗിൽ വേറെ ഒരു ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കും. അതുകൊണ്ട് തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. എങ്കിലും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബേർഡ്സ് ഐ വ്യൂ തരാം, ഓവർവ്യൂ തരാം. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഈ ചാപ്റ്ററിൽ ഒരു വേർഡ് പോലും ഇട്ടത് അരിച്ചു പറക്കി എന്ത് ചെയ്യണം എന്നുള്ളത് പഠിച്ചിരിക്കണം. നോക്കാം. ഈ ചാപ്റ്ററിൽ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് സെക്ഷൻ 139 കമ്പനീസ് ആക്ട് 2013 സെക്ഷൻ 139 മുതൽ 148 വരെ ഈ ഓഡിറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതുകൊണ്ട് ആ മുഴുവൻ സെക്ഷൻസ് എന്തിരിക്കണം നിങ്ങൾ പഠിച്ചിരിക്കണം. അപ്പോയിന്റ്മെന്റ് ഓഫ് ഓഡിറ്റർ 139 നിങ്ങൾക്കറിയാം. ഫസ്റ്റ് ഓഡിറ്ററിന് അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് 30 ദിവസങ്ങൾക്ക് അപ്പോയിന്റ് ചെയ്തിരിക്കണം. അദ്ദേഹം ആ അപ്പോയിന്റ് ചെയ്ത ഓഡിറ്ററിന് 6 വർഷം വരെ കാലാവധിയുണ്ട്. എന്നിട്ട് ഓരോ വർഷവും AGM-ൽ വെച്ച് അപ്പോയിന്റ്മെന്റിനെ ഷെയർ ഹോൾഡേഴ്സ് എന്ത് ചെയ്യണം, റാറ്റിഫൈ ചെയ്ത് പോകണം. ഇതാണ് ഇപ്പോഴത്തെ സിനാരിയോ എന്ന് എല്ലാവർക്കും അറിയാം. സെക്ഷൻ 139. സബ്സിക്വന്റ് ഓഡിറ്റർ, അതിന് ശേഷമുള്ള ഓഡിറ്റേഴ്സിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. AGM-ലാണ്. AGM നമുക്ക് അറിയാമെങ്കിൽ AGM-ൽ 4 ഓർഡിനറി ബിസിനസ് ആണുള്ളത്. എന്തൊക്കെയാണ്? അഡോപ്ഷൻ ഓഫ് അക്കൗണ്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡിവിഡന്റ് ഡിക്ലറേഷൻ ഉണ്ട്, ഡയറക്ടർ അപ്പോയിന്റ്മെന്റ് ഉണ്ട്, പിന്നെ ഉള്ളത് ഓഡിറ്റർ അപ്പോയിന്റ്മെന്റ്. അപ്പോൾ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ഡ്യൂട്ടി ആർക്കാണ്? ഷെയർ ഹോൾഡേഴ്സിനാണ്. പക്ഷേ ഫസ്റ്റ് ഓഡിറ്ററിനെ മാത്രം അപ്പോയിന്റ് ചെയ്യുന്നത് ബോർഡാണ്. അത് 6 വർഷം വരെ കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഓരോ 5 വർഷം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്ത് പോകുന്നു. പക്ഷേ ഓരോ വർഷവും നമ്മൾ എന്ത് ചെയ്യുന്നു, റാറ്റിഫൈ ചെയ്ത് ഷെയർ ഹോൾഡേഴ്സ് AGM-ൽ റാറ്റിഫൈ ചെയ്ത് പോകുന്നു. ഓഡിറ്റിന് അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ADT 1 എന്ന് പറഞ്ഞ ഫോമിൽ രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഓഡിറ്ററിന്റെ ഫേം നെയിമും നമ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഓഡിറ്ററിന്റെ അപ്പോയിന്റ്മെന്റിനെ കുറിച്ച് രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ ഇൻഫോം ചെയ്യണം. അതൊക്കെ നിങ്ങൾക്കറിയാം. അതാണ് 139. റിമൂവൽ റെസിഗ്നേഷൻ ആണ് അടുത്തത്. 139 കഴിഞ്ഞാൽ 140. ഓഡിറ്റിനെ റിമൂവ് ചെയ്യാനുള്ള അധികാരം എപ്പോഴും സെൻട്രൽ ഗവൺമെന്റിന്റെ അപ്രൂവലിന് ശേഷമേ പാടുള്ളൂ. ബേസിക്കലി ബോർഡാണ് ഡിസിഷൻ എടുക്കുന്നത്, ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ എടുക്കുന്നുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ് അതോറിറ്റി എന്താണ്, ഓഡിറ്ററിനെ മാറ്റാൻ പാടുണ്ടോ ഇല്ല എന്നുള്ള അതോറിറ്റി ആരാണ്? ഓൾവേസ് വിത്ത് പ്രീവിയസ് അപ്രൂവൽ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുമ്പോൾ എന്താണ്, ADT 2 ഫയൽ ചെയ്യുന്നു. ഓഡിറ്ററിന് പറയാനുള്ള എക്സ്പ്ലനേഷൻസ് ADT 3 പറയുന്നു. അങ്ങനെ ഈ 3 ഫോംസാണ് ഓഡിറ്റിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ADT 1, ADT 2, ADT 3. ഈ 3 ഫോംസിന്റെ നമ്പേഴ്സ് നിങ്ങൾ പഠിച്ചിരിക്കണം.
പിന്നെ റിസൈൻ ചെയ്യുന്ന ഓഡിറ്ററിന് റീസൺസ് പറഞ്ഞപ്പോഴാണെങ്കിലും റിസൈൻ ചെയ്യാം, അതൊക്കെ നമുക്ക് അറിയാം. അടുത്ത എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ എന്നൊക്കെ അത് വളരെ നിലയിൽ അറിയാം. ഒരു ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ, പ്രാക്ടീസ് ചെയ്യുന്ന ചാർട്ടേഡ് അക്കൗണ്ട് മാത്രമേ ഒരു കമ്പനിയിലെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പറ്റത്തുള്ളൂ. ഇന്ത്യയിലെ എല്ലാ കമ്പനികൾക്കും ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. പിന്നെ ഇപ്പോൾ LLP ഫേമായിട്ട് നമുക്ക് LLP ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഫേമിനെ നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് അപ്പോയിന്റ് ചെയ്യാം, നമുക്ക് അറിയായിരിക്കും. പിന്നെ റെമ്യൂണറേഷൻ വന്നിട്ട് ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ബോർഡ് അപ്പോയിന്റ് ചെയ്യുന്ന ഓഡിറ്റേഴ്സിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ബോർഡ് തന്നെ. ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സും. ഗവൺമെന്റ് കമ്പനിക്ക് കംട്രോളർ ഓഫ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ CNDG ആണ് അതിന്റെ റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത്. പിന്നെ പവേഴ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ഓഡിറ്റേഴ്സ് ഒക്കെ നമുക്ക് എല്ലാവർക്കും വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന പ്രൊവിഷൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നുണ്ടെങ്കിൽ റിമൂവലും അതുപോലെ തന്നെ പവേഴ്സുമാണ്. സെക്ഷൻ 144 ഓഡിറ്റേഴ്സ് നോട്ട് ടു റെൻഡർ സർട്ടൻ സർവീസസ് അല്ലെ, പഴയ ആക്ടിൽ ഇല്ലായിരുന്നു. പുതിയ ആക്ടിൽ മാത്രമുള്ള ഒരു പുതിയൊരു പ്രൊവിഷനാണ് നോൺ ഓഡിറ്റ് സർവീസ്. കാരണം ഈ ഓഡിറ്റ് സർവീസ് നോൺ ഓഡിറ്റ് ആയിട്ടുള്ള കിടക്കുന്ന അല്ലെങ്കിൽ ഓഡിറ്റ് അല്ലാതെ ഇതര സർവീസ് ചെയ്യുന്ന ഓഡിറ്റ് ഡിസ്ക്വാളിഫൈഡ് ആയി പോകും. സെക്ഷൻ 144 അത് നോക്കണം. അഡ്വൈസറി സർവീസസ്, മാനേജ്മെന്റ് സർവീസ്, അക്കൗണ്ടിങ് സർവീസസ് അങ്ങനെയൊക്കെ കുറെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല നിങ്ങൾ നോക്കിയിരിക്കണം. പിന്നെ ഓഡിറ്റേഴ്സ് ഓഡിറ്റ് റിപ്പോർട്ട് സൈൻ ചെയ്യുന്നതിനെ കുറിച്ചുള്ള പ്രൊവിഷൻസ് ഉണ്ട്. FR നമ്പർ, ഫേം രജിസ്ട്രേഷൻ നമ്പർ എല്ലാം ഉണ്ടാവണമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രൊഹിബിഷൻ, കോൺട്രവൻസും പ്രൊഹിബിഷനും എന്താണ്, കോസ്റ്റ് ഓഡിറ്റിനെ കുറിച്ച് പ്രത്യേക പ്രൊവിഷന് പ്രത്യേകിച്ചുണ്ട് 148. അപ്പൊ സാർ എന്താണ് ഇതുകൊണ്ട് ഇങ്ങനെ പറയാൻ കാര്യം? ഈ ചാപ്റ്ററിലെ സാറിന് ഒന്നും പറയാനില്ല, എല്ലാ ഏരിയയും പഠിച്ചിരിക്കും, ഒരു വേർഡ് പോലും നഷ്ടപ്പെടും. ലോ നല്ല പ്രത്യേകിച്ച് 149 മുതൽ 148 മുഴുവൻ ലോയും ഒരു CA ഇന്റർവ്യൂ പഠിക്കുന്ന കുട്ടി ഓഡിറ്റേഴ്സിന്റെ പ്രൊവിഷൻസ് തറവായിരിക്കണം. ഇത് നല്ല പഠിക്കണം. കാരണം ഫൈനലിൽ ഞാൻ പറഞ്ഞത് ഇവിടെ തീരുന്നില്ല. ഫൈനലിൽ IPS നമ്മളെ ഇന്റർവ്യൂലും ഓഡിറ്റിംഗ് ഉണ്ട്. അതുമാത്രം ഫൈനലിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് പ്രൊവിഷൻസ് പഠിക്കാനുണ്ട്, സ്റ്റാൻഡേർഡ്സ് ഓഫ് ഓഡിറ്റിംഗ് കാര്യങ്ങൾ. അപ്പൊ അങ്ങനെ പഠിക്കുമ്പോൾ ഓഡിറ്റിന് അപ്പോയിന്റ്മെന്റ് ബന്ധപ്പെട്ടുള്ള ബേസിക് ലോ വളരെ നിലയിൽ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റുഡന്റ് തറവായിരിക്കണം. അതുകൊണ്ട് ഇതിന്റെ അകത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനില്ല. എങ്കിലും കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ് നിലയിൽ പഠിക്കണം, റിമൂവൽ, റെസിഗ്നേഷൻ വളരെ നിലയിൽ പഠിക്കണം, നോൺ ഓഡിറ്റ് സർവീസ് വളരെ നിലയിൽ പഠിച്ചിരിക്കണം. പിന്നെ എന്താ പറയാ, പിന്നെ കോസ്റ്റ് ഓഡിറ്റ് പഠിച്ചിരിക്കും. എല്ലാ ഏരിയ എനിക്ക് അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. എങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഏരിയാസ് കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് എന്തിരിക്കണം, പഠിച്ചാൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആവും. പിന്നെ 3 ഫോംസ് ഞാൻ പറഞ്ഞു, ADT1, ADT2, ADT3. പിന്നെ ഇതിന്റെ ടൈം ലിമിറ്റ്സ് ഉണ്ട്. ഫോം ഫയൽ ചെയ്യുന്ന 15 ദിവസം, പിന്നെ 30 ദിവസം, അങ്ങനെയൊക്കെ ടൈം ലിമിറ്റ്സ് ഉണ്ട്. അതും കൂടെ നോക്കിയിരിക്കുക. അപ്പോ ടോട്ടലി കമ്പനി ലോ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്ത്, എത്രയോ വീഡിയോസ് ഡിസ്കസ് ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി കാണാം. മെയിൻ ആയിട്ട് 3 പാക്കാണ് മെയിൻ ആയിട്ട്. ഇതിൽ സെലക്ടീവ് സ്റ്റഡിയേ ഇല്ല കേട്ടോ. 10 ചാപ്റ്ററും പഠിച്ച്, ഞാൻ തുടക്കത്തിലേ പറഞ്ഞു 10 ചാപ്റ്ററും പഠിച്ചേ പറ്റൂ. എങ്കിലും സാർ ചോദിക്കും, സാർ ഇതിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ടോപ്പിക്സ് പറയാമോ, ചാപ്റ്റർ പറയാമോ ചോദിച്ചു കഴിഞ്ഞാൽ സാർ പറയാൻ പോകുന്നത് ഒരു പാക്ക് ഡിവിഡന്റ് അക്കൗണ്ട്സ് ഓഡിറ്റ്. 3 പാക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഒരു പാക്ക് എന്ന് പറയുന്നത് എന്താണ് ഡിവിഡന്റ് അക്കൗണ്ട്സ് ഓഡിറ്റ്, എസ്പെഷ്യലി അക്കൗണ്ട്സും ഓഡിറ്റും. പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പാക്ക് എന്ന് പറയുന്നത് മാനേജ്മെന്റ് അഡ്മിനിസ്ട്രേഷൻ, മീറ്റിംഗ്സ് ബന്ധപ്പെട്ട കാര്യം, AGM, EGM ബന്ധപ്പെട്ട മീറ്റിംഗ്സ്, AGM നോട്ടീസ്, ക്വാറം, പ്രോക്സി, മിനിറ്റ്സ്, ചെയർമാൻ, അത് ബന്ധപ്പെട്ട മൊത്തം ഏരിയാസ് രണ്ടാമത്തെ പാക്ക്. മൂന്നാമത്തെ പാക്ക് എന്ന് പറയുന്നത് ഇൻകോർപ്പറേഷൻ ആണ്. അതിന്റെ എസ്പെഷ്യലി മെമ്മറാണ്ടം, ആർട്ടിക്കിൾസ്, ആൾട്ടറേഷൻ ഓഫ് മെമ്മറാണ്ടം, ആർട്ടിക്കിൾസ്, ഡോക്ടറിൻസ്, അത് ബന്ധപ്പെട്ടുള്ള ഇൻകോർപ്പറേഷൻ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും, കമ്പനിയുടെ കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, മറ്റുള്ള എല്ലാ കാര്യം. ഈ 10 ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വെയിറ്റേജ് ബേസ് ചെയ്തിട്ടുള്ള 3 ചാപ്റ്ററാണ് ഞാനിപ്പം പറഞ്ഞത്. എല്ലാ ചാപ്റ്ററും പഠിച്ചേ പറ്റും. അപ്പൊ ഇതോടുകൂടി CA ഇന്ററിന്റെ കമ്പനി ലോയുടെ 60 മാർക്ക് സിലബസിന്റെ ഓവർവ്യൂവും അതിന്റെ സ്റ്റഡി പ്ലാനിന്റെ വീഡിയോ സെഷൻ തീരെയാണ്. നിങ്ങളുടെ ഫീഡ്ബാക്സും കാര്യങ്ങൾ അറിയിക്കുക. ഞാൻ പണ്ടപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ് അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ഏതെങ്കിലും ഒരു ഏരിയയിൽ, ഫർദർ ഇഷ്യൂ ഏതെങ്കിലും ഒരു ഏരിയയിൽ പ്രത്യേകം സാറ് ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. പ്രത്യേക വീഡിയോ കാര്യമായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും. അതോടുകൂടി ഈ സെഷൻ തീരെയാണ്. എല്ലാവർക്കും നന്ദി. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. താങ്ക് യു. CA ഇന്ററിന്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിന്റെ ഓരോ ചാപ്റ്ററിന്റെയും ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും മലയാളത്തിൽ ക്ലാസ് എടുത്ത് പോകുന്നൊരു സീരീസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്പനി ലോ പോർഷൻ മുഴുവനും കഴിഞ്ഞു. ഇനിയുള്ളത് അതർ ലോ പോർഷനാണ്. അതർ ലോ പോർഷനിൽ ഉള്ള ഓരോ ചാപ്റ്ററിന്റെയും മലയാളത്തിൽ അതിന്റെ ഓവർവ്യൂവും സ്റ്റഡി പ്ലാനുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ICA, അതായത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് 1872. കോൺട്രാക്ട് ആക്ടിലെ ബേസിക്സും പല ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആൻഡ് ഒബ്ലിഗേഷൻസ് ഒന്നും സിലബസിലില്ല. അതിന് പകരം സ്പെസിഫിക് ആയിട്ടുള്ള ചില കോൺട്രാക്ട്സിനെ കുറിച്ചാണ് നിങ്ങളുടെ സിലബസിലുള്ളത്. അതിൽ ആദ്യത്തെ ചാപ്റ്റർ നോക്കാം. യൂണിറ്റ് 1, കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി. സെക്ഷൻ 124 ആണ് ഇൻഡെമിനിറ്റിയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ സെക്ഷൻ 126 ആണ് ഗ്യാരണ്ടിയെ കുറിച്ച് ഡീൽ ചെയ്യുന്നത്. വളരെ യൂണീക്ക് ആയിട്ടുള്ള കോൺട്രാക്ട്സ് ആണ് ഈ പറയുന്ന ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടിയും. നമ്മൾ പേഴ്സണൽ ലൈഫിലും അതുപോലെ തന്നെ ബിസിനസ് ലൈഫിലും ഇത് യൂസ് ചെയ്ത് വരുന്നുണ്ട്.
ഇതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പഠിക്കേണ്ടത് കാര്യം ഇതാണ്, കോൺട്രാക്ട് ഓഫ് എന്താണ് ഇൻഡെമിനിറ്റിയും ഗ്യാരണ്ടിയും മീനിങ് ആണ്. ഇൻഡെമിനിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാൾക്കുണ്ടാവുന്ന ഒരു ലോസിനെ, ഒരു കോൺട്രാക്ട് ആകുമ്പോൾ രണ്ട് പാർട്ടി ഉണ്ടാവും അല്ലെ, എയും ബിയും. അപ്പോൾ ബിയിനുണ്ടാവുന്ന ഒരു നഷ്ടത്തിന് എ നിർത്തി കൊടുക്കാമെന്ന് പറയുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ കൺസെപ്റ്റ് നമ്മൾ ഇൻഡെമിനിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്കുണ്ടാവുന്ന ലോസിനെ മറ്റൊരാൾ നിർത്തി കൊടുക്കുക. ഒരു കോൺട്രാക്റ്റിൽ രണ്ടുപേരുണ്ടാവും, കോൺട്രാക്ടർ ഉണ്ടാവും, കോൺട്രാക്റ്റി ഉണ്ടാവും. അത് ഇൻഡെമിനിറ്റി കോൺട്രാക്ട് ആകുമ്പോൾ ഇൻഡെമിനിറ്റി എന്ന് പറയുമ്പോൾ ഇൻഡെമിനിഫൈഡ് എന്നൊക്കെ പറഞ്ഞ് പല ടെക്നിക്കൽ ടേംസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ബിക്ക് ഉണ്ടാവുന്ന നഷ്ടത്തിന് എ നിർത്തി കൊടുക്കാമെന്ന് പറയുന്ന കോൺട്രാക്ടിനെയാണ് നമ്മൾ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഇൻഷുറൻസ്. ഇൻഷുറൻസ് ഇസ് എ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ഇൻഡെമിനിഫിക്കേഷൻ കോൺട്രാക്ട്. രണ്ടാമത്തെ ടൈപ്പ് നമുക്ക് പഠിക്കാനുള്ള കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഗ്യാരണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും സിയും 3 പാർട്ടി ഉണ്ടാവും ഇതിൻ്റെ അകത്ത്. ഇതിൽ ഇതുപോലെ തന്നെ ബിക്ക് ഉണ്ടാവുന്ന നഷ്ടം എ നിർത്തി കൊടുക്കാന്നല്ല പറയുന്നത്, സി നിർത്തി കൊടുക്കാന്നാണ് പറയുന്നത്. അതായത് എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട്, പക്ഷെ അതിന് ഗ്യാരണ്ടി നിൽക്കുന്ന ആരാണ്? സി ആണ്. അപ്പോൾ ബിക്ക് എന്തെങ്കിലും ഒരു നഷ്ടം ഉണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ സി നിർത്തി കൊടുക്കാമെന്ന് പറയുന്നതിനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഗ്യാരണ്ടി ഇപ്പോൾ പ്രാക്ടിക്കൽ കമ്പനി ലോ അല്ലെങ്കിൽ കമ്പനി പർപ്പസിൽ യൂസ് ചെയ്യുന്ന ബാങ്ക് ഗ്യാരണ്ടി ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു സ്ഥാപനത്തിനുണ്ടാവുന്ന നഷ്ടം വേറൊരു ബാങ്ക് നിർത്തി കൊടുക്കാമെന്ന് പറയുന്നത്, അതാണ് ബാങ്ക് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഹോൾ ബിസിനസ് സൈക്കിളിലും വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിളിലും അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ സൈക്കിളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ് ഗ്യാരണ്ടി നിൽക്കുക. നമുക്കൊരു വർക്ക് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഓർഡർ കിട്ടുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം, പൈസയെക്കാട്ടിലും ഏറ്റവും ആവശ്യം അത് നടത്തി കൊടുക്കും എന്നുള്ളത് എന്താണ് ഉറപ്പ് വരുത്താനായിട്ട് വേറൊരു ആൾ ഗ്യാരണ്ടി നിന്നാൽ മതി. പ്രത്യേകിച്ച് നല്ലൊരു ബാങ്കോ അല്ലെങ്കിൽ ബിസിനസ് സൈഡിൽ നല്ല നല്ല സ്റ്റാൻഡിംഗ് ഉള്ള ഒരാൾ ഗ്യാരണ്ടി നിന്നാൽ ഈ കച്ചവടം നമുക്ക് കിട്ടും. ഞാൻ ഒന്നുകൂടി പറയാം, എയും ബിയും സിയും ഉണ്ട്. എയും ബിയും തമ്മിലാണ് കോൺട്രാക്ട്. പക്ഷെ എന്താണ് പ്രത്യേകത? എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ നഷ്ടം അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സിയെ പറയുന്നത്. അപ്പോൾ സി സ്റ്റാൻഡ്സ് ഇൻ ദ പൊസിഷൻ ഓഫ് എ ഗ്യാരണ്ടർ വിത്ത് റെസ്പെക്ട് ടു എ ആൻഡ് ബീസ് കോൺട്രാക്ട് ആണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പൊതുവെ ഗ്യാരണ്ടി നിൽക്കുക എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞിട്ടില്ലേ, നമ്മളെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടോ വാറണ്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഉറപ്പ് വരുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഒരു കോൺട്രാക്റ്റിൽ ഒരു ഉറപ്പിന് വേണ്ടി നിൽക്കുന്ന ആളെയാണ് നമ്മൾ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അത് ബന്ധപ്പെട്ട പല ടൈപ്സും പഠിക്കണം. അപ്പോൾ അതാണ് അടുത്ത് പഠിക്കേണ്ട ടൈപ്സ് ഓഫ് ഗ്യാരണ്ടി എന്നത് കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റിയും കോൺട്രാക്ട് ഓഫ് ഗ്യാരണ്ടിയും എക്സാം പർപ്പസിലും കൺസെപ്ച്വൽ പർപ്പസിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻഡെമിനിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത 2 പാർട്ടീസേ ഉള്ളൂ, ഗ്യാരണ്ടിയിൽ 3 പാർട്ടീസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ അതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ അതിൻ്റെ ഡിസ്റ്റിങ്ഷൻ ആ പേജിൽ തന്നെ ഉണ്ട്. അത് കുറച്ചുകൂടി എലോബറേറ്റ് ആയിട്ട് നോക്കി പോകുന്നത് നല്ലതാണ്. പിന്നെ അടുത്ത് കണ്ടിന്യൂയിങ് ഗ്യാരണ്ടി, അത് അത്രേ ഉള്ളൂ. പിന്നെ ഈ സ്യൂരിറ്റി എന്ന് പറയുന്നത്, സ്യൂരിറ്റി എന്ന് പറയുന്നതും ഇൻ ആൻഡ് റൗണ്ട് ഗ്യാരണ്ടിയെ പോലെയാണ് ബേസിക്കലി. സ്യൂരിറ്റി എന്ന് പറയുന്നത് പൊതുവെ നമ്മൾ ബാങ്കിൽ ലോൺ നിൽക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ലോണിന് ഇതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നു, കുറച്ച് പൈസ ലോണായിട്ട് ബാങ്കിന് എടുക്കണം. അപ്പോൾ ആ സ്ഥാപനത്തിൽ നല്ലൊരു ശമ്പളമുള്ള ഒരാൾ നമുക്ക് വേണ്ടി ഒരു സ്യൂരിറ്റി അദ്ദേഹത്തിന്റെ സാലറി സ്ലിപ്പ് ഒരു സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കും. സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? നമ്മൾ എന്തെങ്കിലും തിരിച്ചടച്ചില്ല എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ കൊടുക്കുന്ന ബാങ്ക് സ്യൂരിറ്റി. ഗ്യാരണ്ടിയും സ്യൂരിറ്റിയും തമ്മിൽ ഇൻ ആൻഡ് ഔട്ട് ഒരുപോലെ ഇരിക്കും കേൾക്കാനായിട്ട്. സ്യൂരിറ്റി പൊതുവെ പേഴ്സണൽ കോൺട്രാക്ട്സിനും ബാങ്കിങ് ട്രാൻസാക്ഷനിലാണ് കൂടുതലും വരുന്നത്. ഗ്യാരണ്ടി പൊതുവെ കൊമേഴ്സ്യൽ കോൺട്രാക്ട്സിലാണ് കൂടുതലും വരുന്നത്. പിന്നെ ഗ്യാരണ്ടിയിൽ ഈ പറഞ്ഞ പോലെ ലിമിറ്റേഷൻസ്, അതായത് ഗ്യാരണ്ടിയർ നിൽക്കേണ്ട ലയബിലിറ്റിക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സ്യൂരിറ്റിക്ക് പൊതുവെ ലിമിറ്റേഷൻ കാണാറില്ല. അപ്പം അങ്ങനെ അതൊക്കെ നിങ്ങൾ സ്റ്റഡി ബിറ്റ് നോക്കണം. എന്തായാലും ഈ ചാപ്റ്ററിൽ ആദ്യത്തെ യൂണിറ്റ് 1 എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കേണ്ടത് സാർ എന്തൊക്കെയാണ് പറയുന്നത്? എന്താണ് ഇൻഡെമിനിറ്റി, എന്താണ് ഗ്യാരണ്ടി, ഇത് തമ്മിൽ വ്യത്യാസം എന്താണ്, ഗ്യാരണ്ടിയുടെ പല ടൈപ്സ് എന്താണ്, സ്യൂരിറ്റി ആരാണ്, സ്യൂരിറ്റിയും ഗ്യാരണ്ടിയും തമ്മിൽ വ്യത്യാസം എന്താണ്, ഇത് ബന്ധം എപ്പോഴാണ് സ്യൂരിറ്റി ലയബിൾ ആവുന്നത്, അദ്ദേഹത്തിന്റെ റൈറ്റ്സ് എന്താണ്, ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് അല്ലെങ്കിൽ യുണീക് ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ചാണ് ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത്. കുട്ടികളെ ഇനി നമുക്ക് ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ രണ്ടാമത്തെ ചാപ്റ്ററോട് പോകാം. ബെയിൽമെന്റും പ്ലഡ്ജും. ഇതും അതുപോലെ തന്നെ ഒരു സ്പെസിഫിക് ടൈപ്പ് ഓഫ് കോൺട്രാക്ട് ആണ് ബെയിൽമെന്റും പ്ലഡ്ജും. എന്താണ് ബെയിൽമെന്റ്? ഒരു കാര്യം മറ്റൊരാൾക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ 2 വീലറിനെ നമ്മളൊരു ടൂർ പോകാൻ പോകുന്നു. 2 വീലർ അവിടെ ഇരുന്നാൽ കള്ളമെല്ലാം എടുത്തുകൊണ്ട് പോകുന്നുള്ളത് നമ്മൾ അടുത്ത വീട്ടിൽ നമ്മൾ ഈ 2 വീലറിനെ നോക്കാൻ ഏൽപ്പിക്കും. ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അവിടെ അതിനെ കെട്ടി വയ്ക്കുകയോ താക്കോലിട്ട് പൂട്ടി വയ്ക്കുകയോ ചെയ്യും. ഇപ്പോൾ ശരിക്കും നിങ്ങളെ ബൈക്കിനെ നിങ്ങളെ തൊട്ടടുത്ത അയൽവാസിക്ക് നെയ്ബർഹുഡിന് നിങ്ങൾ ബെയിൽമെന്റിലാണ് കൊടുക്കുക. ബെയിൽമെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു കാര്യം മറ്റൊരാളെ ഒരു നിശ്ചിത പീരീഡിലേക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. പക്ഷേ റൈറ്റ് പോകുന്നില്ല, അതിന്റെ ഓണർഷിപ്പ് ആരുടെ പേരിലാണ്? നമ്മളെ പേരിലാണ്. ഇതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ബെയിൽമെന്റ്, ബെയിലർ, ബെയിലി ടൈപ്സ് ഒക്കെ അല്ലെങ്കിൽ ആരൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം നോക്കേണ്ടി വരും. അതിൻ്റെ അകത്ത് പഠിക്കേണ്ട വീണ്ടും ഡ്യൂട്ടീസ് ഓഫ് ബെയിലർ, ഡ്യൂട്ടീസ് ഓഫ് ബെയിലി, അത് പഠിക്കണം. അതൊക്കെ കാര്യങ്ങൾ പഠിക്കണം.
അങ്ങനെ ബെയിൽമെന്റിനെ കുറിച്ച് വരുമ്പോൾ ബെയിൽമെന്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ബെയിലിയെ സംബന്ധിച്ചോളം, അതായത് നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആ വീടിനെ സംബന്ധിച്ചോളം, ആ നെയ്ബർഹുഡിനെ സംബന്ധിച്ചോളം ഇത് നോക്കണം എന്നുള്ളത് ലീഗൽ ലയബിലിറ്റിയാണ് അല്ലേ. തിരിച്ച് ഞാൻ ടൂർ പോയിട്ട് വരുമ്പോൾ ആ ബൈക്ക് അവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കും, ശരിയല്ലേ. അപ്പൊ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ബെയിൽമെന്റ് ഒരാൾ ഒരു സാധനം നമ്മൾ നോക്കാൻ ഏൽപ്പിച്ചാൽ പോലും നമുക്ക് അത് നോക്കണം എന്നുള്ള ഉത്തരവാദിത്തം നിയമപരമായിട്ട് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ അയൽവാസികളോ മറ്റുള്ളവരും ഒരു സാധനം നോക്കാൻ ഏൽപ്പിക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അത് പരമാവധി നിങ്ങളാലാവുന്ന രീതിയിൽ ആ പ്രോഡക്റ്റിനെ, ആ സാധനത്തിനെ പ്രൊട്ടക്ട് ചെയ്യണം. ഇല്ലെങ്കിൽ നിയമപരമായിട്ട് നിങ്ങൾക്കെതിരെ നടപടി എടുക്കാം. അതിന്റെ എക്സംഷൻസ് ഒക്കെ കൊണ്ട് വരേണ്ടാവുന്ന കാര്യം. ഇതിനാണ് നമ്മൾ ബെയിൽമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, സിലിണ്ടറിന് ഒരു നല്ല രീതിയിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ റോഡിൽ പോകുമ്പോൾ ഒരു പേഴ്സ് കളഞ്ഞു കിട്ടി, അല്ലെങ്കിൽ ഒരു വസ്തു കളഞ്ഞു കിട്ടി. ആക്ച്വലി അത് ഓണറിനെ പോലെ തന്നെ നിങ്ങൾ നോക്കണം എന്നാണ് ICA പറയുന്നത്. അതായത് അതിന്റെ ഓണർ ആരാന്നുള്ളത് കണ്ടുപിടിച്ച് ആ പ്രോഡക്റ്റ്, ആ സാധനം നശിക്കാതെ തിരിച്ചേൽപ്പിക്കാനുള്ള ദൗത്യം ഇന്ത്യൻ കോൺട്രാക്റ്റിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, കളഞ്ഞുപോയ നഷ്ടപ്പെട്ടു പോയ ഗുഡ്സിനെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സൂക്ഷിക്കണം എന്നുള്ള ദൗത്യം, അല്ലെങ്കിൽ സൂക്ഷിക്കണം എന്നുള്ള നിയമ റെസ്പോൺസിബിലിറ്റി, legal responsibility is cast upon you like a contract of bailment. So whenever you get some lost goods, don't make it a funny or joke, because you are under a liability to keep it safe custody and to try to identify the real owner and give back to him or to the police station, whatever may be the legal remedies. Because why the law of bailment is that whenever you get a goods of someone, it is your responsibility to കീപ് ദാറ്റ് ഇൻ ടു സേഫ് കസ്റ്റഡി. അതിനെ സൂക്ഷിച്ചു വെച്ചിരിക്കണം എന്നുള്ളത് ഒരു നിയമപരമായിട്ടൊരു ഫിക്ഷനുണ്ട്. ജനറൽ ലീൻ, പർട്ടിക്കുലർ ലീൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ പറ്റുക. അടുത്ത ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സംഭവം പ്ലഡ്ജ്. എന്താണ് പ്ലഡ്ജ്? ഇത് ബെയിൽമെന്റ് പോലെ തന്നെ ഒരു സാധനം A Bക്ക് നോക്കാൻ ഏൽപ്പിക്കുന്നു. ഇത് തന്നെയാണ് ബെയിൽമെന്റ്. പക്ഷെ പ്ലഡ്ജിന്റെ പ്രത്യേകത, A ഒരു സാധനം Bക്ക് കൊടുക്കുന്നത് ഒരു ലോണിന് പകരമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ എന്താണ് ബെയിൽമെന്റ് പ്ലഡ്ജ് തമ്മിൽ വ്യത്യാസം? രണ്ടിലും ഒരു സാധനം നോക്കാൻ ഏൽപ്പിക്കുക. പക്ഷെ പ്ലഡ്ജിലെ പ്രത്യേകത എന്താ? ഇൻ ഓർഡർ ടു സെക്യൂർ എ ലോൺ. നിങ്ങൾ ബിയിൽ നിന്നും 10 ലക്ഷം രൂപ ലോൺ എടുത്തു, കടം മേടിച്ചു. ആ കടത്തിന് പകരമായിട്ട് ഒരു സാധനം നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലഡ്ജ് എന്ന് പറയുന്നത്. ആ പൈസ തിരിച്ചടച്ചതിന് ശേഷം ആ സാധനം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അപ്പൊ രണ്ടിലും ബേസിക്കലി പൊസഷൻ ഫ്രം എ പേഴ്സൺ ഇസ് ബീൻ ട്രാൻസ്ഫർഡ് ടു ബി പേഴ്സൺ and the B person is under duty to look that property. സമ്മതിച്ചു. പക്ഷെ ഇൻ A അതിൻ്റെ അകത്തൊരു കമേഴ്സ്യൽ കോൺട്രാക്ട് ആവണമെന്നില്ല. അതായത് എന്താ പറയുക, നേരത്തെ പറഞ്ഞ ബെയിൽമെന്റിൽ കമേഴ്സ്യൽ കോൺട്രാക്ട് ആവണമെന്നില്ല. പക്ഷെ പ്ലഡ്ജിൽ അതൊരു കമേഴ്സ്യൽ കോൺട്രാക്ട് ആണ്. ദാറ്റ് ഈസ് ഇൻ ഓർഡർ ടു സെക്യൂർ എ ലോൺ. ഒരു കടത്തിന് സെക്യൂർ ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സാധനം കൊടുക്കുന്നത്. നമ്മൾ പറയുന്നത് അപ്പുറത്തെ വീട്ടിൽ ഇതുപോലെ തന്നെ ഒരു സാധനം കൊടുക്കുന്നു, കുറച്ച് പൈസ തരുന്നു. ആ പൈസ തിരിച്ചു തരുമെന്ന് ഉറപ്പാക്കാനായിട്ട് നമ്മളൊരു ബൈക്കോ അല്ലെങ്കിൽ നമ്മളൊരു TV യോ എന്തെങ്കിലും അപ്പുറത്തെ വീട്ടിൽ കൊടുക്കും. ഞാൻ പൈസ തിരിച്ചു തരുമ്പോൾ അത് തിരിച്ചു തന്നാൽ മതി. അപ്പോൾ രണ്ടിലും, ബെയിൽമെന്റിലും പ്ലഡ്ജിലും അൾട്ടിമേറ്റ്ലി ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് പൊസഷൻ ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. പക്ഷെ അതിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അത് രണ്ടിന്റെ ഇന്റൻഷൻ വന്നിട്ട് വ്യത്യാസമാണ്. ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് പഠിക്കേണ്ട കാര്യമാണ് ബെയിൽമെന്റും അതുപോലെ തന്നെ പ്ലഡ്ജും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്ലഡ്ജും ബെയിൽമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്. അവസാനമായിട്ട് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട മൂന്നാമത്തെ, അതായത് നമ്മൾ പറയുന്നത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന പാർട്ട് 2-ലെ, അതായത് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ CA സിലബസിലെ പാർട്ട് 2-ലെ ആദ്യത്തെ വലിയ ചാപ്റ്ററാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. അതിൻ്റെ അകത്ത് തന്നെ ഇപ്പോൾ ആദ്യം നമ്മൾ ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി എന്നൊരു സബ് ചാപ്റ്റർ ഉണ്ട്. അടുത്ത ബെയിൽമെന്റ് ആൻഡ് പ്ലഡ്ജ് എന്ന് അടുത്ത ചാപ്റ്റർ ഉണ്ട്. അവസാനമായിട്ട് അതിലുള്ള ചാപ്റ്ററിന്റെ പേരാണ് ഏജൻസി. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏജൻസി. കുറച്ച് എളുപ്പമാണ് കമ്പാരിറ്റീവ്ലി പഠിക്കാനായിട്ട്. എനിക്കൊരു കാര്യം നേരിട്ട് ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ ഞാൻ ഒരു ആളെ വിട്ട് ചെയ്യുന്നതിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഏജൻസി എന്ന് പറയുന്നത്. ഞാൻ പ്രിൻസിപ്പൾ ആവുന്നു, ആ വ്യക്തി ഏജന്റ് ആവുന്നു. ചെന്നൈയിലൊരു സാധനം എനിക്ക് മേടിക്കണം. ഞാൻ ഇവിടെ നിന്ന് ചെന്നൈ പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ചെന്നൈയിൽ എൻ്റെ ഒരു സുഹൃത്തുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഏൽപ്പിച്ചാൽ മതി. അദ്ദേഹം ആ ചെക്കോ അല്ലെങ്കിൽ ആ സാധനമോ കലക്ട് ചെയ്യും. അപ്പം നമുക്ക് വേണ്ടി നമ്മളുടെ റൈറ്റ് യൂസ് ചെയ്ത് ഒരാൾ ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. അതിൽ ഞാൻ പ്രിൻസിപ്പൾ ആവുന്നു, അദ്ദേഹം ഏജന്റ് ആവുന്നു. പിന്നെ ഏജൻസി ബിസിനസ് വെച്ചിട്ടാണ് നമ്മളെ നിങ്ങളുടെ തൊട്ടടുത്ത റിലയൻസ് ഷോറൂമിലോ സ്പെൻസറിലോ ഇതുപോലത്തെ കടകളിലോ ഒരു സാധനം എങ്ങനെ കിട്ടുന്നു? അത് ഏജൻസി വഴിയാണ്. അല്ലെ, നമ്മൾ കേട്ടില്ല, ഓതറൈസ്ഡ് ഏജന്റ് ഓഫ്. അപ്പോൾ ഒരു സാധനം അതിന് ഹോൾസെയിൽ ഡീലറുണ്ട്, അദ്ദേഹം ഏജന്റ് വഴി കൊടുത്താണ് നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഈ സാധനം കിട്ടുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്രിൻസിപ്പൽ നേരിട്ട് കൊണ്ടുതരേണ്ട ആവശ്യമില്ല. അതിന് പകരം ഒരു പകരക്കാരനെ അദ്ദേഹത്തിന്റെ റൈറ്റ് കൊടുത്ത് ഏൽപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഏജന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലോ ഓഫ് ഏജൻസി കമ്പാരിറ്റീവ്ലി ബിസിനസ് സർക്കിൾ വൈഡ്ലി യൂസ് ചെയ്ത് വരുന്നുണ്ട്. അല്ലെ, മാരുതിയുടെ കാറ് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ വീട്ടിനപ്പുറത്ത് ഷോറൂമിൽ കിട്ടുന്നത്? ഏജൻസിയാണ്. അല്ലെ, മാരുതി എന്നുള്ള വലിയൊരു കമ്പനിയാണ്. അവർ ഏജൻസിനെ അപ്പോയിന്റ് ചെയ്തു. കേരളം മുഴുവൻ, കേരളത്തിൽ തിരുവനന്തപുരം മുഴുവൻ അല്ലെങ്കിൽ കോഴിക്കോട് മുഴുവൻ, അങ്ങനെ നിങ്ങളുടെ തൊട്ടടുത്ത ഷോറൂമിൽ കിട്ടുന്നു. അപ്പോൾ ഏജൻസി ഈസ് നത്തിങ് ബട്ട് a relationship between a person and another person whereby the agent acts as per the directions, powers and functions of Mr. A who is the principal. ഞാൻ
ബിലു എന്ന് പറഞ്ഞ വ്യക്തി എക്സ് എന്ന് പറയുന്ന വ്യക്തിക്ക് എൻ്റെ അതോറിറ്റി കൊടുത്തുകൊണ്ട് എനിക്ക് വേണ്ടി ആക്ട് ചെയ്യാൻ പറയുന്നതിനാണ് നമ്മൾ ഏജൻസി എന്ന് പറയുന്നത്. ഞാൻ പ്രിൻസിപ്പളാണ്, അദ്ദേഹം ഏജന്റാണ്. അപ്പോൾ ഇതിലൊരു കാര്യം ഉറപ്പായി, ഏജന്റ് ക്യാൻ ആക്ട് ഓൺലി ആസ് പെർ ദ പ്രിസ്ക്രിപ്ഷൻ ഓഫ് പ്രിൻസിപ്പൾ. ഞാൻ പറയുന്ന ലിമിറ്റേഷൻ, ഞാൻ പറയുന്ന കാര്യങ്ങൾ, ഞാൻ പറയുന്ന രീതിയിൽ മാത്രമേ ഏജന്റ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടുള്ളൂ. ഞാൻ പറയാത്തൊരു കാര്യം അല്ലെങ്കിൽ ഞാൻ ഏൽപ്പിക്കാത്തൊരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ റയബിലിറ്റി നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, എനിക്കല്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അകത്ത് ചില കാര്യങ്ങളൊക്കെ നോക്കണം. കമ്പനി ലോയിൽ ഏജൻസിനെ നമുക്ക് പ്രോക്സി എന്നൊക്കെ പറയും. ഒരു വോട്ട് ചെയ്യാനായിട്ട് മറ്റൊരു പകരമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന പ്രോക്സി എന്നൊക്കെ പറയും. അങ്ങനെ ഓരോ നിയമത്തിലും ഏജൻസിനെ പല രീതിയിൽ നമ്മൾ കാണാറുണ്ട്. എന്തിനധികം പറയണം, കമ്പനിയുടെ ഡയറക്ടർമാർ തന്നെ കമ്പനിയുടെ ഏജന്റാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞുകൊണ്ടേക്കും. കാരണം കമ്പനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കമ്പനിയുടെ ഡയറക്ടർമാർ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. സബ് ഏജന്റ്, നമ്മൾ എ ബി എ ഏജന്റായിട്ട് വയ്ക്കുന്നു, ബിക്ക് ആ ദൗത്യം ചെയ്യാനായിട്ട് ബി സി എ വയ്ക്കുന്നു. ഇപ്പോൾ കണ്ടോ, സി സബ് ഏജന്റ്, അത് ബന്ധപ്പെട്ട കാര്യങ്ങൾ. സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് അങ്ങനെയൊക്കെ നോക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജന്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റും ഒക്കെ നോക്കണം. അതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ടൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഡീറ്റെയിൽ ക്ലാസ്സിന് മാത്രമേ പറ്റത്തുള്ളൂ. എങ്കിൽ പോലും അറിയേണ്ടത് ഈ പറഞ്ഞ എ ബി ഇതാണ്, എ പ്രിൻസിപ്പൽ ബി ഏജന്റാണ്. ബി സി എ വയ്ക്കുന്നു, സി സബ് ഏജന്റായി. ബിക്ക് പറ്റാത്തതുകൊണ്ട് ബി മാറ്റി വേറൊരാൾക്ക് ഏൽപ്പിക്കും. സബ് ഏജന്റ് കൊടുക്കുന്നതും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് തമ്മിൽ വ്യത്യാസം. സബ് ഏജന്റ് എന്ന് വെച്ചാൽ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യത്തിന്റെ ഒരു ദൗത്യം ഞാൻ വേറൊരാളെ ചെയ്യിപ്പിക്കുന്നു, അതാണ് സബ് ഏജന്റ്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാൻ മാറി നിന്നുകൊണ്ട് വേറൊരാളെ വച്ച് ചെയ്യിപ്പിക്കുന്നു എൻ്റെ വഴി, അതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജന്റ് എന്ന് പറയുന്നത്. അതൊക്കെ ബുക്കിലും ഡീറ്റെയിൽ ആയിട്ട് നോക്കി അറിയാൻ പറ്റും. പിന്നെ നോക്കേണ്ടതാണ് റൈറ്റ്സ് ഓഫ് ഏജന്റ്, ഏജന്റ് ലയബിലിറ്റി, റിവോക്കേഷൻ ഓഫ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞു. എപ്പോഴും ഏജന്റിനെ വയ്ക്കുമ്പോൾ ഒരു പേപ്പർ, അതായത് ലെറ്റർ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഒരു പവർ ഓഫ് അറ്റോർണി കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഓറലായിട്ട് വാക്കാൽ പറഞ്ഞ് നീ ഇത് ചെയ്തോ എന്നൊക്കെ പറയുമ്പോൾ ഭാവിയിൽ വെറുതെ ഡിസ്പ്യൂട്ടും ഏജന്റുമായിട്ട് അടിയും ബഹളം ഉണ്ടാവും. അതുകൊണ്ട് കമേഴ്സ്യൽ കോൺട്രാക്ട്സ് വരുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ഏജന്റിനെ അപ്പോയിന്റ് ചെയ്യുന്നത് എഴുതിയായിരിക്കണം. ലെറ്റർ ഓഫ് അതോറിറ്റിയോ ഒരു പവർ ഓഫ് അറ്റോർണിയോ കൊടുത്ത് ചെയ്യുന്നതാണ് നല്ലത്. അതിലെപ്പോഴും ആ കൊടുത്തിരിക്കുന്ന പവർ റിവോക്ക് ചെയ്യാനുള്ള അതോറിറ്റി വച്ചിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ പോലും അറിയത്തില്ല, അദ്ദേഹം തോന്നും പോലെ, ഏജന്റ് തോന്നും പോലെ കാര്യങ്ങളൊക്കെ ചെയ്യും. മനസ്സിലായില്ലേ? അതുകൊണ്ട് എഴുതി കൊടുക്കണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാവൂ, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ലിമിറ്റേഷൻ എന്താണ്, ഒരു പീരീഡ് പറയുന്ന ആൾ. എപ്പോഴും റിവോക്കബിൾ ഏജൻസിയാണ് എപ്പോഴും നല്ലത്. ഇല്ലെങ്കിൽ എന്താ സംഭവം, ആ ഏജന്റ് തോന്നും പോലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ എന്താ പറയുക ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ 1872 പഠിക്കാനുള്ള. ഒന്നുകൂടി പറയാം, മെയിനായിട്ട് 3 ചാപ്റ്ററാണല്ലോ. ഞാൻ പറഞ്ഞു കോൺട്രാക്ട്സിന്റെ ബേസിക്സും കാര്യങ്ങളും പഠിപ്പിക്കുന്നതിന് പകരം നിങ്ങൾക്കുള്ള സിലബസിൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട്സ് ആണ്, വിവിധ യുണീക്ക് ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സ് ആണ് സിലബസിലുള്ളത്. അതിൻ്റെ അകത്തുള്ള ചാപ്റ്റർ 1 അത് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്ത് സബ് കോൺട്രാക്റ്റിൽ അതിൻ്റെ അകത്ത് തന്നെ ഉള്ളതാണ് കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആൻഡ് ഗ്യാരണ്ടി, അടുത്ത് ബെയിൽമെന്റ് ആൻഡ് പ്ലെഡ്ജ്, അതിൻ്റെ അടുത്ത് ഏജൻസി. നല്ലൊരു ശതമാനം, അതായത് ഒരു നല്ലൊരു കുറേ OMRലായാലും ശരി അല്ലാത്തതായാലും ശരി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസ് പേപ്പറിൽ, ഇന്റർമീഡിയറ്റ് പേപ്പറിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് ICA ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. എസ്പെഷ്യലി A, B എന്നൊക്കെ പറഞ്ഞ് അല്ലെ, കണക്ക് കണ്ടില്ലേ, ദിനേശ് മുകേഷിന് ഇത് സാധനം കൊടുത്തു, നോക്കാൻ കൊടുത്തു, എത്ര എന്നൊക്കെ പറഞ്ഞ് കോംപ്ലിക്കേറ്റഡുള്ള പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ വളരെ നല്ലതിൽ നോക്കുക, പ്രൈവറ്റ് മെറ്റീരിയൽസ് ഉണ്ടെങ്കിൽ അത് നോക്കുക, പിന്നെ എന്താണ് പ്രാക്ടീസ് മാനുവൽ എന്ന ബുക്കുണ്ട്, അത് പഴയ ബുക്സ് ഉണ്ട്, അതുണ്ടെങ്കിൽ അത് നോക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് നോക്കി ഒരുപാട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എക്സാമിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അടുത്ത ചാപ്റ്റേഴ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881 ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു CA ഇന്ററിന്റെ അതർ ലോസിൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് NA ആക്ട് എന്ന് പറയും. കോൺട്രാക്ട് ആക്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയ ആണ് NA ആക്ട്. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് 1881 വളരെ പഴയൊരു ആക്ട് അല്ല, 1881 ആണ്. എന്താണ് ഈ ആക്ടിന്റെ പ്രത്യേകത? വളരെ പണ്ട് നമ്മളൊരു സാധനം ഒരാളിൽ നിന്ന് മേടിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിന് പൈസ കൊടുക്കണം, അല്ലെ? A ഒരു സാധനം മേടിച്ചു കഴിഞ്ഞാൽ Bക്ക് പൈസ കൊടുക്കണം. ഈ പൈസ കൊടുക്കുന്ന രീതിയിൽ ക്യാഷ് ആണ് നോർമലി, പക്ഷെ അതിന് പകരം നമുക്ക് ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാം. ആ ഇൻസ്ട്രുമെന്റ്സിനെയാണ് നമ്മൾ പൊതുവെ വൈഡ്ലി നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് എന്ന് ഇവിടെ പറയുന്നത്. എന്തൊക്കെയാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ഉള്ളത്? ബേസിക്കലി 3 ടൈപ്പ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ചെക്ക്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, പ്രോമിസറി നോട്ട്. സെക്ഷന്റെ ഓർഡറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ഒരുപക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാന്നുള്ളത് ചെക്കായിരിക്കും, അല്ലെ? നമ്മൾ നാട്ടിൽ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ചെക്കിനെ കുറിച്ച്. ഇപ്പം അതും പോയി, ഇപ്പോൾ ECS ഇലക്ട്രോണിക് ക്ലിയറിംഗ് സിസ്റ്റം, നെഫ്റ്റ് പേയ്മെന്റ്, IFSC ഒക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം അതധികം ഉപയോഗം അല്ലെങ്കിൽ പോലും പൊതുവെ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്തിട്ടുള്ള നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ചെക്കാണ്. ഈ 3 ഇൻസ്ട്രുമെന്റ് പുറമേയും വേറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അത് പക്ഷേ നെഗോഷ്യബിൾ അല്ല, അങ്ങനെ കാര്യങ്ങളൊക്കെ പോകും. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള സംഭവം മീനിങ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആണ്.
മീനിങ് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. ദ ബേസിക് എലിമെന്റ്സ് ഓഫ് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ഈസ് ടു തിങ്സ്. വൺ ഈസ് ട്രാൻസ്ഫറബിലിറ്റി, അതായത് ഒരു ഇൻസ്ട്രുമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് മറ്റൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ, ദിനേശ് എന്ന് പറയുന്ന സ്റ്റുഡന്റ് ഞാൻ ക്ലാസ് എടുത്ത വകയിൽ എനിക്ക് 5000 രൂപ തരാനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ചെക്കായിട്ട് എനിക്ക് തരും. ഈ ചെക്കിന് എനിക്ക് അങ്ങോട്ട് മായ എന്നൊരു കുട്ടിക്ക് ഞാൻ വേറൊരു 5000 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഈ ചെക്കിന് ഞാൻ എന്ത് ചെയ്യാം, ചെക്കിന്റെ ബാക്കിൽ മായയുടെ പേര് എഴുതി ഞാൻ ഒപ്പിട്ട് എൻഡോർസ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മായ ബാങ്കിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മായക്ക് എന്ത് കിട്ടും, ആ 5000 രൂപ കിട്ടും. ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ആണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ബൈ മിയർ ഡെലിവറി ആൻഡ് എൻഡോഴ്സ്മെന്റ്. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് നെഗോഷ്യബിലിറ്റിയാണ്. മായയെ സംബന്ധിച്ചോളം എൻ്റെ ടൈറ്റിലോ ദിനേഷിന്റെ ടൈറ്റിലോ ആ ഇൻസ്ട്രുമെന്റ് മുമ്പ് ഹോൾഡ് ചെയ്തവരുടെ ടൈറ്റിൽ നല്ലതാണോ ഗുഡ് ആണോ ബാഡ് ആണോ എന്നുള്ള അറിയേണ്ട ആവശ്യമില്ല. ഷീ ബീയിങ് എ ജെന്യുവിൻ person who received the instrument in good faith will get a better title than the titles of the previous holders. അപ്പോൾ ഒരു ഇൻസ്ട്രുമെന്റ് ജെന്യുവിൻ ആയിട്ട് ഗുഡ് ഫെയ്ത്തിൽ കിട്ടുന്ന ഒരാളെ സംബന്ധിച്ചോളം ആ ഇൻസ്ട്രുമെന്റ് ഹിസ്റ്ററി ആരെന്നൊക്കെ കൈമാറി വന്നു എന്നുള്ളത് ഇമ്മെറ്റീരിയലാണ്. ഇതിനെയാണ് നമ്മൾ നെഗോഷ്യബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത രണ്ട് ഫീച്ചേഴ്സ് ആണ്. ഒന്ന് ഫ്രീ ട്രാൻസ്ഫറബിലിറ്റി ബൈ എൻഡോഴ്സ്മെന്റ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെഗോഷ്യബിലിറ്റി. ഇനി അതിന്റെ ടൈപ്സ് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പ്രൊമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്, ചെക്ക്. ചെക്കാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ഈ മൂന്നിന്റെയും മീനിങ് എന്താണെന്ന് പ്രത്യേകം പഠിക്കണം. സെക്ഷൻ 4, 5, 6 പ്രത്യേകം പഠിക്കണം. പിന്നെ അതിന് തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം. ചെക്ക് പഠിക്കുമ്പോൾ എടുത്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ് ട്രങ്ക്വേറ്റഡ് ചെക്ക് എന്ന് പറയും. അതായത് ഇലക്ട്രോണിക് ചെക്ക്. ചെക്ക് ഇലക്ട്രോണിക് ഫോർമാറ്റിലായിരുന്നാൽ പോലും അതിനിപ്പോൾ വാലിഡിറ്റി ഉണ്ട്. അതിനെയും ചെക്കിന്റെ ഡെഫിനിഷനിൽ അമെൻഡ് ചെയ്ത് ഇൻസർട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഫോമിലുള്ള ചെക്കിനെയും ട്രങ്ക്വേറ്റഡ് ചെക്കും അതിനെക്കുറിച്ച് പഠിക്കണം. പിന്നെ പഠിക്കേണ്ട കാര്യം ഇതിന്റെ പാർട്ടീസ് ആണ്. ഓരോന്ന് ലെവൽ ഡ്രോയർ, ഡ്രോയി, പേയ്. ഇപ്പൊ ഞാൻ ബിക്ക് ഒരു ചെക്ക് എഴുതുമ്പോൾ ഞാൻ ഡ്രോയർ ആണ്, ബി ആണ് ഡ്രോയി. ബി കൊണ്ട് ബാങ്കിനാണ് കൊടുക്കുന്നത്, പൈസ തരുന്ന ബാങ്കാണ്, അതുകൊണ്ട് ബാങ്ക് ആണ് പേയ്. അപ്പൊ 3 പാർട്ടീസ് ആണ് പൊതുവെ ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്, ഡ്രോയർ, ഡ്രോയി, പേയ്. അപ്പൊ അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് 3 ഇൻസ്ട്രുമെന്റിലും, പ്രോമിസറി നോട്ടിലും ബിൽസ് ഓഫ് എക്സ്ചേഞ്ചിലും ചെക്കിലും ഇതൊക്കെ ആരൊക്കെയാണെന്നുള്ള കാര്യം പഠിക്കുക. പിന്നെ പഠിക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഏരിയയാണ് ഈ പറഞ്ഞ ഡിസ്ഹോണർ ഓഫ് നെഗോഷ്യബിൾ. ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഡിസ്ഹോണർ. അത് മുമ്പ് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, അതിൻ്റെ അകത്ത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ലെങ്കിൽ പോലും പേയ്മെന്റ് ഇൻ ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഇൻ ഡ്യൂ കോഴ്സ്, ഇതുപോലത്തെ ടെക്നിക്കൽ കാര്യങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ പഠിക്കുന്നത് ഡിസ്ഹോണർ ആണ്. നിങ്ങൾ കേട്ടില്ലേ, ചെക്ക് ബൗൺസ് ആവും. മായ എന്ന് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, മായ ബാങ്കിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിൽ പൈസ ഇല്ല, ആ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് ഡിസ്ഹോണർ പറഞ്ഞ് എഴുതി കൊടുക്കും. അതിന്റെ കോൺസിക്വൻസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്ഹോണറിൽ പഠിക്കേണ്ടത്. ഡിസ്ഹോണർ ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് വെച്ചാൽ എന്താണ്, നമുക്ക് ഉദ്ദേശിച്ച പൈസ ബാങ്ക് തരുന്നില്ല അല്ലെങ്കിൽ ഡ്രോയി തരുന്നില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് നമ്മൾ ഡിസ്ഹോണർ ആവുക എന്ന് പറയുന്നത്. പിന്നെ പഠിക്കേണ്ട ഒരു ഏരിയയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏരിയയാണ് നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ്. എന്താണ് നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ്? ഡിസോണർ ആയി എന്ന് മായ പറഞ്ഞാൽ പോരാ അല്ലേ. അപ്പോൾ മായ എന്ത് ചെയ്യണം, ആ ഇൻസ്ട്രുമെന്റിന്, ആ ചെക്കിന് ഒരു നോട്ടറി പബ്ലിക് അഡ്വക്കേറ്റ് കൊണ്ടുപോയി അദ്ദേഹം അതിൽ സാക്ഷ്യപ്പെടുത്തി സീലടിച്ചൊരു സ്റ്റേറ്റ്മെന്റ് തരും. അതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് നോട്ടിംഗ് ആൻഡ് പ്രൊട്ടസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത്രയും ഏരിയ കുട്ടികൾ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബേസിക്സ് ആയിട്ട് ടൈപ്സ് എന്താണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, ബേസിക് ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്, അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്നത് പഠിച്ചതിന് ശേഷം അടുത്ത് പഠിക്കേണ്ടത് ഡിസോണറിംഗ് ഓഫ് ചെക്കിനെ കുറിച്ചാണ്. ഡിസോണറിംഗും പഠിച്ചതിന് ശേഷം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പ്രാക്ടിക്കേഷൻ ഏരിയയാണ് ക്രോസിംഗ് ഓഫ് ചെക്ക്. എന്താണ് ക്രോസിംഗ് ഓഫ് ചെക്ക്? ക്രോസിംഗ് എന്ന് വെച്ചാൽ ചെക്കിന്റെ ഫേസിൽ തന്നെ എഴുതുന്ന ചില മാർക്കിങ്ങിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്രോസിംഗ്. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഒരു ചെക്കിന്റെ ഇടത്തെ മൂലയിൽ മുകളിലായിട്ട് 2 വര വരച്ചിരിക്കും അല്ലെ, ചരിച്ച് 2 വര വരയ്ക്കും. ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ്. എന്താണ് ക്രോസിംഗ്? ക്രോസിംഗ് ഈസ് ആൻ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ ഡ്രോയർ ടു ദ പേ. ബാങ്കിൽ കൊണ്ട് പ്രസന്റ് ചെയ്യുമ്പോൾ ബാങ്ക് എന്ത് നടപടി എടുക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നടപടി എടുക്കണമെന്ന് നമ്മൾ ബാങ്കിന് പേയ്ക്ക് കൊടുത്ത ഇൻസ്ട്രക്ഷനെയാണ് നമ്മൾ ഈ വര കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിനെ 2 വര മാത്രം ചരിച്ച് ലെഫ്റ്റ് മൂലയിൽ മുകളിൽ ഇട്ടുന്നുണ്ടെങ്കിൽ ജനറൽ ക്രോസിംഗ്. ആ വരയ്ക്കുള്ളിൽ നമ്മൾ അക്കൗണ്ട് അക്കൗണ്ട് വഴിയേ കൊടുക്കാവൂ, അല്ലെങ്കിൽ നോട്ട് നെഗോഷ്യബിൾ ആണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ കമ്പനിയുടെ പേര്, ഇങ്ങനെയൊക്കെ എഴുതുകയാണെങ്കിൽ അതിന് സ്പെഷ്യൽ ക്രോസിംഗ് എന്ന് പറയും. സോ ബേസിക്കലി ക്രോസിംഗ് എന്താണ്? ക്രോസിംഗ് ഈസ് ബേസിക്കലി 2 side lines marked in the face of the check or an instrument, which is nothing but an instruction given to the payee as to how that amount is to be paid. ഇതിനെയാണ് നമ്മൾ ക്രോസിംഗ് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറൽ ക്രോസിംഗും അതുപോലെ തന്നെ സ്പെഷ്യൽ ക്രോസിംഗും, പല ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്രോസിംഗ് എക്സാമ്പിൾ സഹിതം, പടം വരച്ചല്ലേ എക്സാമ്പിൾ സഹിതം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. അവസാനമായിട്ട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഡിസോർഡറിംഗ് ഓഫ് ചെക്ക് ഡ്യൂ ടു ഇൻസഫിഷ്യന്റ് ഫണ്ട്. നിങ്ങൾ കേട്ടില്ലേ സെക്ഷൻ 138 ചെക്ക് കേസ് കൊടുത്തു എന്നൊക്കെ. അപ്പോൾ അതാണ് ഡിസോർഡർ ആയുള്ള പ്രൊസീജർ എന്താണ്, എത്ര ദിവസത്തിനകത്ത് ഡ്രോയറിനെ അറിയിക്കണം, ഡ്രോയർ എത്ര ദിവസത്തിനകത്ത് തിരിച്ച് പൈസ കൊടുക്കണം, പൈസ കൊടുക്കുകയോ ഇല്ലാതെയോ മറുപടി കൊടുത്തില്ലെങ്കിലോ ഗ്യാരണ്ടി കൊടുത്തില്ലെങ്കിലോ അത് എങ്ങനെ കേസിന് പോകാം എന്നുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ് ഡിസോർഡറിംഗ്. കുട്ടികളെ ഈ ചാപ്റ്റർ കമ്പാരിറ്റീവ്ലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ഓറിയന്റഡ്. ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടും അതുപോലെ തന്നെ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ടും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം, അതായത് ഇൻട്രിക്കേറ്റ് ആയിട്ട് പഠിക്കണം. എന്ന് വെച്ചാൽ ഓരോ ഏരിയയും മനസ്സിലാക്കി
പ്രാക്ടിക്കൽ നിങ്ങൾ സ്റ്റഡി മീറ്റ് നോക്കിയാൽ ABC എന്നൊക്കെ പറയും, ഇഷ്ടംപോലെ എക്സാമ്പിൾസ് കൊടുത്താണ് സാറിനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഏരിയ, ഇപ്പോൾ ഈ ചാപ്റ്ററിലെ ഏരിയാസ് സാർ ഒന്നും പറയാം. ബേസിക്സ് ആയിട്ടുള്ള നെഗോഷിയേഷൻ ഇൻസ്ട്രുമെന്റ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, നെഗോഷ്യബിലിറ്റി എന്താണ്, ട്രാൻസ്ഫറബിലിറ്റി എന്താണ്, എൻഡോഴ്സ്മെന്റ് എന്താണ്, പിന്നെ പഠിക്കുന്ന ടേംസ് ആണ്. പേയ്മെന്റ് ഡ്യൂ കോഴ്സ്, ഹോൾഡർ ഡ്യൂ കോഴ്സ് ബന്ധപ്പെട്ടുള്ള ടേംസ് പഠിക്കുക. അടുത്ത മെയിനായിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസോർഡറിങ് ഓഫ് നെഗോഷിയേഷൻ ഇൻസ്ട്രുമെന്റ്സ് ആണ്. അത് ബന്ധപ്പെട്ട് കാര്യങ്ങൾ പഠിക്കുക. അത് ഡിസോർഡർ പഠിക്കുമ്പോൾ തൊട്ട് പിറകെ പഠിക്കേണ്ട കാര്യമാണ് നോട്ടിങ്ങും പ്രൊട്ടസ്റ്റിങ്ങും. അതിനുശേഷമുള്ള ബഞ്ച് എന്ന് പറയുന്നത് ക്രോസിംഗ് ആണ്. അതിൻ്റെ അകത്ത് ടൈപ്സ് ഓഫ് ക്രോസിംഗ്, ജനറൽ ക്രോസിംഗ്, സ്പെഷ്യൽ ക്രോസിംഗ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കുക. വീണ്ടും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ് സെക്ഷൻ 138 ഡിസോർഡറിങ് ഒബ്ജക്റ്റ് ഡ്യൂ ടു ഇൻസഫിഷ്യൻസി ഓഫ് ഫണ്ട്. വീണ്ടും പറയാം, ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ തിയറി പഠിച്ച് എക്സാമ്പിൾസും ഇല്ലസ്ട്രേഷൻസും പഠിച്ചിട്ട് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് കുറേ ചെയ്ത് നോക്കണം. പ്രൈവറ്റ് ബുക്സിലോ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മീറ്റിലോ റിവിഷൻ ടെസ്റ്റ് പേപ്പറിലോ ഉള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ഈ ആക്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നത് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതാണ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ടിനെ കുറിച്ച് സാറിന് പറയാനുള്ള ഓവർവ്യൂവും സ്റ്റഡി പ്ലാൻ. ലാസ്റ്റായിട്ടുള്ള 2 ചാപ്റ്ററാണ് സിഎൻഡറിൻ്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിലെ ലാസ്റ്റ് 2 ചാപ്റ്റർ. പൊതുവേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റേഴ്സാണ്. അത് രണ്ടും കൂടി ചേർത്തുള്ളൊരു വീഡിയോ സെഷനാണ്. അതിൽ ചാപ്റ്റർ 3, അതായത് ലാസ്റ്റ് ബട്ട് 1 ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ജനറൽ ക്ലോസസ് ആക്ട് 1897 ആണ്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, ഇതൊരു ആക്ട് ആണെങ്കിലും ഇത് പർട്ടിക്കുലർ ഒരു നിയമമല്ല. ദിസ് ഈസ് നോട്ട് ഒരു പർട്ടിക്കുലർ കാര്യം ഡീൽ ചെയ്യുന്ന ഒരു നിയമമല്ല. അതിന് പകരം പല നിയമങ്ങളും, ഇന്ത്യയിലെ പല സെൻട്രൽ ലോസും എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അതിലെ ടേംസ് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ലാംഗ്വേജസ് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഡെഫിനിഷൻസ് എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു കോമൺ നിയമത്തിനെയാണ് നമ്മൾ ജനറൽ ക്ലോസസ് ആക്ട് 1897 എന്ന് പറയുന്നത്. സോ ഐ റിപ്പീറ്റ് അഗെയിൻ, ഈ ജനറൽ ക്ലോസസ്, ആ വാക്കുണ്ടോ, ക്ലോസസ് ആക്ട് ആണ്. എന്തൊക്കെ ക്ലോസസ് സെൻട്രൽ ആക്ടുകളുണ്ട്, അത് എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം, അത് എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം, അതുപോലെ തന്നെ അതിലെ എന്താ പറയുക ഡെഫിനിഷൻസ്. ഫോർ എക്സാമ്പിൾ, ഒരു പർട്ടിക്കുലർ ഒരു ജനറൽ ആയിട്ടൊരു ടേം എന്താണ് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നെടുക്കുക. ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഒരു കോമൺ ആയിട്ടാണല്ലോ അല്ലേ, പ്ലാന്റ്, ലാൻഡ്, ഇതിനൊക്കെ നമ്മൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്ന് പറയും. പക്ഷെ ഒരു പർട്ടിക്കുലർ ഒരു ഡിസ്പ്യൂട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ, ലിറ്റിഗേഷൻസ് വരുമ്പോൾ ഈ ടേമിന്റെ മീനിങ് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയത്തില്ല എങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യേണ്ട നിയമം ഏതാണ്? ജനറൽ ക്ലോസസ് ആക്ട് 1897 ആണ്. കാരണം ജനറൽ ആയിട്ട് ചില ക്ലോസസിനെ കുറിച്ച് ഇന്റർപ്രിറ്റ് ചെയ്യുന്ന നിയമം നമുക്ക് പാരന്റ് ലോ ആയ 1897 ലോയിലുണ്ട്. ഇതേ പറഞ്ഞ എക്സാമ്പിൾ, ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുമ്പോൾ ശരിക്കും എംബഡ് ടു എർത്ത് എന്നാണ് പറയുക. ഏത് സാധനവും എർത്തുമായിട്ട് എംബഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. പണ്ടൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്, നദിയിൽ നിന്ന് ഒഴുകി പോകുന്ന എന്താ പറയുക ഫിഷും മീനുകൾ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ആണോ എന്നൊക്കെ. അപ്പം അന്നൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ റെഫർ ചെയ്തത് ഈ സെക്ഷൻ എന്താ പറയുക നമ്മളെ നിയമത്തിലുള്ള ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ ടേമിനായിരുന്നു, ഡെഫിനിഷനായിരുന്നു. അപ്പോൾ സാർ എന്താ പറഞ്ഞു വരുന്നത്, ജനറലായിട്ട് കമേഴ്സ്യലിലും ലെജിസ്ലേഷനിലും ജൂറിസ്പ്രുഡൻസിലും ഒക്കെ ഇന്റർപ്രിട്ടേഷൻസ് വരുമ്പോൾ പർട്ടിക്കുലർ നിയമത്തിൽ നിന്നും നമുക്കതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ടേമിനെ നമ്മൾ എവിടെ റെഫർ ചെയ്യണം? ജനറൽ ക്ലോസസ് ആക്ടിൽ റെഫർ ചെയ്യണം. കാരണം ജനറൽ ക്ലോസസ് ആക്ട് ഈസ് എൻ ആക്ട് വിച്ച് ഈസ് ഡിവോട്ടഡ് ഫോർ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സർട്ടൻ ക്ലോസസ്, സർട്ടൻ ടേംസ്, ലാംഗ്വേജ്, ഡബിൾ മീനിങ്സ് ഉണ്ടാകുന്ന ടേംസ് ഉള്ളപ്പോൾ അതിന്റെ ശരിക്കുള്ള നിയമം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജനറൽ ക്ലോസസ് ആക്ട് യൂസ് ചെയ്യണം. അപ്പോൾ സാർ ഒന്നുകൂടി പറയാം, the act, General Clauses Act is used to interpret certain terms. ചില വാക്കുകൾ, ചില ടേംസ്, ചില ലാംഗ്വേജസ് ആക്ട് യൂസ് ചെയ്യുന്നതിന്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യേണ്ട ഒരു നിയമമാണ് ജനറൽ ക്ലോസസ് ആക്ട്. അതുകൊണ്ട് തന്നെ ഈ ആക്ടിന്, അല്ലെ ഈ നിയമത്തിന് ലോ ഓഫ് ഓൾ ലോസ് എന്നാണ് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഓൾ ലോസ്? എല്ലാ നിയമങ്ങളുടെയും രാജാവ്, എല്ലാ നിയമങ്ങളുടെയും നിയമവലിയെ ഇന്റർപ്രറ്റ് ചെയ്യേണ്ട നിയമമാണ് ഈ പറയുന്ന ജനറൽ ക്ലോസസ് ആക്ട് എന്ന് പറയുന്നത്. എല്ലാ നിയമം, എല്ലാ സെൻട്രൽ ലോയുടെയും. സോ ദിസ് ആക്ട് ഈസ് termed as law of all laws because in any laws, if there is a confusion about interpretation, about the meaning, about the language, about the construction, then you have to look into this act. ഈ ആക്ട് റെഫർ ചെയ്തുകൊണ്ട് വേണം അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അകത്ത് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി മീറ്റിലൂടെ നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഡ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പഠിക്കുമ്പോൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഇൻട്രഡക്ഷൻ തന്നെ ഒരു കേസ് പറയുന്നുണ്ടല്ലോ, ഇൻസ്പെക്ടർ ഓഫ് മൈൻസ് വേഴ്സസ് KC താപ്പർ. അത് നല്ലതാണ്, നോക്കുന്നതല്ല. കാരണം അതിൻ്റെ അകത്താണ് ഈ ആക്ടിന്റെ എസൻസ്, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ സെക്ഷൻ 5 മുതൽ 13 വരെ അതാണ് അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത്, കൺസ്ട്രക്ഷൻ റൂൾസ് പറഞ്ഞിരിക്കുന്നത് കൂടെ നോക്കണം. അത്ര എഫേർട്ട് എടുത്തില്ലെങ്കിൽ പോലും എൻ്റെ സ്റ്റുഡൻസ് എല്ലാവരും ഇതൊന്നും എന്ത് ചെയ്യണം, നല്ലിരുന്ന് വായിച്ച് മനസ്സിലാക്കി പോകുന്നത് നല്ലതാണ്. അപ്പോൾ ഇതിൽ ബേസിക്കലി പഠിക്കേണ്ട കാര്യങ്ങൾ ഇൻട്രൊഡക്ഷൻ, പിന്നെ ഒബ്ജക്റ്റ്, പർപ്പസ്, ഇമ്പോർട്ടൻസ് ഓഫ് ജനറൽ ക്ലോസസ് ആക്ട് നോക്കിയിരിക്കണം, ആപ്ലിക്കബിലിറ്റി അല്ലെ അത് വളരെ ഇമ്പോർട്ടൻ്റ് നോക്കിയിരിക്കണം. പിന്നെ ഇത് സം ബേസിക് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദി ലെജിസ്ലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്.
പിന്നെ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഈ പറഞ്ഞ ഡെഫിനിഷൻ. എല്ലാ ഡെഫിനിഷനും പഠിച്ചില്ലെങ്കിലും നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്വസ്റ്റ്യൻസ് ട്രെൻഡ് നോക്കുന്നുണ്ടെങ്കിൽ ചില ഏരിയാസിന് പൊതുവെ എന്ത് വരാറുണ്ട്, ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുക. പിന്നെ റൂൾസ് ഞാൻ പറഞ്ഞു, സെക്ഷൻ 5 മുതൽ 13 വരെ ഡീൽ ചെയ്യുന്ന ജനറൽ കൺസ്ട്രക്ഷൻ ആയിട്ടുള്ള ചില റൂൾസും അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടുള്ളൂ. പൊതുവെ അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ബേസിക്സ് മനസ്സിലാക്കാനായിട്ട് ഈ ചാപ്റ്റർ ഓവറോൾ ആയിട്ടൊന്ന് വായിച്ചു പോകുന്നതല്ലാണ്. സ്പെഷ്യലി ചില കേസ് ലോസ് ഞാൻ പറഞ്ഞ പോലെ ഇൻസ്പെക്ടർ ഫാക്ടറീസ്, ചീഫ് ഇൻസ്പെക്ടർ ഫാക്ടറീസ് സ്ഥാപർ, ഇതുപോലെ കുറേ കേസസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട് ജനറലായിട്ട് നോക്കിയപ്പോൾ. അപ്പോൾ ഈ നിയമത്തിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ നിയമം ഇത് പഠിക്കേണ്ട സിമ്പിളാണ്. ഈ ചാപ്റ്റർ മുഴുവനൊന്ന് വായിച്ചു പോവുക, 1-2 പ്രാവശ്യം, അത്രയും മതി. So this law is the parent law for interpretation which is available in us. അതോടുകൂടി ഈ ചാപ്റ്ററിൻ്റെ ഞാൻ അതിനെ നിർത്തുന്നു. അടുത്ത് ഇതുപോലെ തോന്നുന്ന മറ്റൊരു ഏരിയയാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. ഇതും ഒരു ആക്റ്റേ അല്ല, ഇത് നിയമമേ അല്ല. ഈ ചാപ്റ്റർ ഡീൽ ചെയ്യുന്നത് ഒരു നിയമാവലി ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്, ഒരു ആക്ട് ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട്, ഒരു ലെജിസ്ലേഷൻ ഇന്റർപ്രറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് സഹായമായിട്ടുണ്ടെന്ന് പറയുന്ന കോമൺ ആയിട്ടൊരു ഏരിയയാണ് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്. CA ഫൈനലിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു ചാപ്റ്ററാണ്, അതിനെ അവിടെ നിന്ന് ട്രിം ചെയ്തിപ്പോൾ ഇന്ററിലോട്ട് മാറ്റി. അപ്പോൾ വീണ്ടും പറയാം, നമുക്ക് ഇത്രയും കാലം നമ്മൾ പറഞ്ഞത് മുഴുവൻ ആക്ടുകളാണ്, പ്രത്യേക നിയമങ്ങളാണ്. പക്ഷേ ഈ പറയുന്ന ചാപ്റ്റർ ആക്ട് അല്ല, ഇതൊരു ജനറൽ ആയിട്ടുള്ളൊരു ഇന്റർപ്രിട്ടേഷനാണ്, ഒരു ചാപ്റ്ററാണ്. അതിലെന്താ പറഞ്ഞത്? ഇന്റർപ്രിട്ടേഷൻ വാക്കിന്റെ അർത്ഥം എന്താണ്? വാട്ട് യു മീൻ ബൈ ഇന്റർപ്രിട്ടേഷൻ? ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന വാക്കിന്റെ അർത്ഥം മനസ്സിലാക്കുക എന്നുള്ള. എന്താണ് മനസ്സിലാക്കുക? അതിന്റെ ശരിക്കുള്ള മീനിങ് എന്താണെന്ന് ഒരു ടേമിന്റെ പ്രൊവിസോ അല്ലെങ്കിൽ ഡെഫിനിഷൻ, എക്സ്പ്ലനേഷൻ, ആക്ടുകളിൽ യൂസ് ചെയ്യുന്ന സ്ഥിരം വാക്കാണ്. അതിൽ എക്സ്പ്ലനേഷൻ, പ്രൊവൈസോ, പിന്നെ ഷെഡ്യൂൾ, അല്ലേ, അതുപോലെ തന്നെ നോട്ട്സ്, മാർജിൻ നോട്ട്സ്, ഇങ്ങനത്തെ ടെക്നിക്കൽ ടേംസ് എല്ലാം ഒരു ആക്ടിൽ യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ ശരിക്കുള്ള മീനിങ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് വൈ ഡു വി നീഡ് ടു ഇന്റർപ്രിറ്റ് കൺസ്ട്രക്ട്. എന്തിനാണ് സാർ നമ്മൾ ചില വാക്കുകളെ, ചില നിയമങ്ങളെ, ചില നിയമാവലിയെ, ചില ഏരിയാസിനെ, ചില ക്ലോസസിനെ ഇന്റർപ്രിറ്റ് ചെയ്യുന്നത്? എന്തിനാണ്? in order to identify the real intention of the legislator. അതായത് ഈ നിയമം ഉണ്ടാക്കിയിരിക്കുന്ന ആള്, ഉണ്ടാക്കിയിരിക്കുന്ന ഘടന അല്ലെങ്കിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഫോറം എന്താണോ ഈ വാക്കുകൊണ്ട് അല്ലെങ്കിൽ എന്താണോ ഈ നിയമം കൊണ്ട്, എന്താണോ ഈ പർട്ടിക്കുലർ ക്ലോസ് കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്റന്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് കണ്ടുപിടിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. സോ ഐ വിൽ കൺക്ലൂഡ്, വൈ ഡു വി ഇന്റർപ്രറ്റ് എ ലെജിസ്ലേഷൻ? ഇൻ ഓർഡർ ടു ഐഡന്റിഫൈ ദ റിയൽ ഇന്റൻഷൻ ഓഫ് ദ ലെജിസ്ലേച്ചർ. റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അത് ടെക്നിക്കലാണ്, കുറച്ച് നല്ല രീതിയിൽ പഠിച്ചിരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. പല ടൈപ്പ് ഓഫ് റൂൾസ് ഉണ്ട്. ബേസിക്കലി പ്രൈമറി റൂൾ, സെക്കൻഡ് റൂൾ ഉണ്ട്. പ്രൈമറി റൂളിൽ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, വാക്കിന്റെ ഗ്രാമാറ്റിക് മീനിങ് കൊടുക്കുക. റീസണബിൾ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അതിനെ കോൺടാക്സ്റ്റിൽ തിങ്ക് ചെയ്യുക, അല്ലേ. പിന്നെ ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ ഉണ്ട്, ഹെയ്ഡൻ റൂൾ ഉണ്ട്. ഇങ്ങനെ കുറേ റൂൾസ് അതിൻ്റെ അടുത്ത് പറയുന്നത് പഠിച്ചു പോകാം. അതേപോലെ സെക്കൻഡ് റൂൾസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ പോയിന്റ്, അതായത് ഈ തേർഡ് എന്ന് പറയുന്നത് റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ, ഒരു ചോദ്യം ഉറപ്പായിട്ട് വരും. എസ്പെഷ്യലി ഹെയ്ഡൻ റൂൾ നിലയിൽ നോക്കണം, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ നിലയിൽ നോക്കണം, പിന്നെ അതേപോലെ റൂൾ ഓഫ് ബെനിഫിഷ്യൽ കൺസ്ട്രക്ഷൻ നിലയിൽ നോക്കണം. അതെല്ലാം അടുത്തടുത്ത് വരുന്നതാണ്. ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ നോക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റൂളാണ് റൂൾ ഓഫ് ഇജസ്റ്റം ജനറിസ് എന്ന് പറഞ്ഞ റൂളുണ്ട്. ഇജസ്റ്റം ജനറിസ് എന്ന് വെച്ചാൽ ഒരു പർട്ടിക്കുലർ വാക്ക് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പോട്ടുള്ള വാക്കുകളുടെ കൂടെ ചേർത്ത് വേണം ഇന്റർപ്രിറ്റ് ചെയ്യാൻ, അല്ലേ. ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെന്ന്, പെൻസില്, സ്കെയില് ആൻഡ് സച്ച് അതർ തിങ്സ് എന്ന് എഴുതിയാൽ ഈ സച്ച് അതർ തിങ്സിനെ എങ്ങനെ ഇന്റർപ്രിറ്റ് ചെയ്യണം? സച്ച് അതർ തിങ്സ് എന്ന് പറയുന്നത് സ്റ്റേഷനറിയുടെ ഒരു ആംബിറ്റിൽ നിന്ന് മാത്രമേ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ. കാരണം എന്തുകൊണ്ടാണ്? ഈ സച്ച് അതർ എന്ന വാക്കിന് മുമ്പ് യൂസ് ചെയ്തിരിക്കുന്നത് പെന്ന്, പെൻസിൽ, സ്കെയിൽ എന്ന് പറയുന്നത് സ്റ്റേഷനറി ഐറ്റം ആയതുകൊണ്ട് സച്ച് അതർ എന്ന വാക്കിൻ്റെ അകത്ത് എന്തേ വരത്തുള്ളൂ? സ്റ്റേഷനറി പരമായ ഐറ്റങ്ങളെ വരത്തുള്ളൂ. അപ്പോൾ ഇതാണ് റൂൾ ഓഫ് ഇജസ്റ്റം ജനറിസ്. വെൻ specific word is being followed by some general words, അല്ലെങ്കിൽ തിരിച്ചു പറയാം, when a general word is followed by from specific words, then the general word should be interpreted within the ambit of the specific words. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് വരുമ്പോൾ, ബഞ്ച് ഓഫ് വേർഡ്സ് വരുമ്പോൾ ഇന്റർപ്രിറ്റ് ചെയ്യാൻ പൊതുവെ യൂസ് ചെയ്യുന്ന റൂളിനെയാണ് നമ്മുടെ റൂൾ ഓഫ് ഇജസ്റ്റം ജനറിസ് എന്ന് പറയുന്നത്. ഞാൻ ഇതിലൂടെ ക്ലാസ് അല്ല എടുക്കുന്നത്, ഇപ്പോൾ ഒരു ഓവർവ്യൂ ആണ്, അതുകൊണ്ട് തന്നെ ലിമിറ്റേഷൻസ് വിട്ട് പോകുന്നില്ല. എങ്കിലും ഈ ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊതുവെ കൊച്ചു കുട്ടികൾ എന്ന രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ പഠിക്കേണ്ട ഏരിയസ് എന്താണ് കുട്ടികളെ? എല്ലാ റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷനും എക്സാമ്പിൾ വെച്ച് എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്ത ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ് ഇന്റേണൽ എയ്ഡ്സും എക്സ്റ്റേണൽ എയ്ഡ്സും.
നേരത്തെ പറഞ്ഞു റൂൾസ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ആണ്. അടുത്ത് പറയുന്നത് എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. എയ്ഡ്സ് വെച്ച് സഹായം. എന്തൊക്കെ ടൂൾസ് ആണ് ഒരു ആക്ടിന്റെ അകത്ത് നിന്നും ആക്ടിന്റെ പുറത്തു നിന്നും എന്തൊക്കെ ടൂൾസ് നമുക്ക് പഠിക്കാനുണ്ടെന്ന്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് നമുക്കുണ്ട് എന്ന് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. ഇപ്പോൾ ഇന്റേണൽ എയ്ഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പ്രിയാമ്പിൾ. ഒരു ആക്ടിന്റെ പ്രിയാമ്പിൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഉദ്ദേശം മനസ്സിലാവും. ആൻ ആക്ട് ടു കൺസോൾട്ടേറ്റ് ദ ലോ റിലേറ്റഡ് ടു കമ്പനീസ്. അപ്പോൾ മനസ്സിലായത് കമ്പനി നിയമമാണ് അല്ലേ. അപ്പോൾ ഒരു ആക്ടിന്റെ പ്രിയാമ്പിൾ നല്ലൊരു എയ്ഡാണ്, ഒരു സഹായമാണ്, ഒരു സഹായ ടൂളാണ് ആ ആക്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ. പ്രിയാമ്പിൾ ഉണ്ട്, ഡെഫിനിഷൻ ഉണ്ട്, എക്സ്പ്ലനേഷൻ ഉണ്ട്, പ്രൊവിസോ ഉണ്ട്, മാർജിനൽ നോട്ട്സ് ഉണ്ട്, സൈഡ് നോട്ട്സ് ഉണ്ട്, ഫുഡ് നോട്ട്സ് ഉണ്ട്, പിന്നെ എന്താണ് ഷെഡ്യൂൾ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ. എക്സ്റ്റേണൽ എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ജുഡീഷ്യൽ ജഡ്ജ്മെന്റ്സ്, ഫോറിൻ ജഡ്ജ്മെന്റ്സ്, ഡിക്ഷണറി മീനിങ്, ലീഗൽ ഡിക്ഷണറി മീനിങ്. അതൊക്കെ ആക്ടിന് പുറത്തുനിന്ന് കിട്ടുന്ന ഇന്റർപ്രിട്ടേഷൻ. ഒരു പർട്ടിക്കുലർ വാക്ക് ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ ആക്ടിന്റെ അകത്ത് നമുക്ക് ഇന്റർപ്രിറ്റ് ചെയ്യാൻ മനസ്സിലാവുന്നേ ഇല്ല എങ്കിൽ നമ്മൾ ഡിക്ഷണറി നോക്കണം, അല്ലെങ്കിൽ ഒരു ലെക്സിക്കോൺ ലോ ഡിക്ഷണറി നോക്കണം, അല്ലെങ്കിൽ ഒരു കേസ് ലോ റെഫർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫോറിൻ ജഡ്ജ്മെന്റ് നോക്കണം, അല്ലെങ്കിൽ അതുമായിട്ട് കറസ്പോണ്ട് ആയിട്ടുള്ളവരെ വെളിയിലത്തെ ഒരു നിയമം നോക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്താണ്, ഒരു ആക്ട് ഇന്റർപ്രിറ്റ് ചെയ്യാൻ കിട്ടുന്ന ടൂൾസ് എന്തൊക്കെയാണെന്നുള്ള. അത് ഇന്റേണലി കിട്ടും, ആക്ടിന്റെ അകത്തുനിന്ന് കിട്ടും, അതുപോലെ ആക്ടിന്റെ പുറത്തുനിന്ന് കിട്ടും. ഇതിനെയാണ് നമ്മൾ ഇന്റേണൽ എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷനും എക്സ്റ്റേണൽ എയ്ഡ്സ് ഓഫ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ചാപ്റ്ററും, ഈ ജനറൽ പ്രോസസ് ആക്ടും ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സ്, ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. സാധാരണ കുട്ടികൾ പഠിക്കുന്ന ഒരു ആക്ട് പഠിക്കുന്ന രീതിയിൽ പഠിക്കുന്നതിന് പകരം എൻ്റെ അഭിപ്രായത്തിൽ ഈ സ്റ്റഡി മെറ്റീരിയലിലെ ഈ രണ്ട് ചാപ്റ്ററും 2-3 പ്രാവശ്യം നല്ല രീതിയിൽ വായിച്ചു മനസ്സിലാക്കുകയും, 2 റിലവൻ്റ് ആയിട്ടുള്ള കേസ് ലോസ് മനസ്സിലാക്കി പഠിക്കണം. 3 എല്ലാ ഏരിയയിലും എക്സാമ്പിൾ ഐഡന്റിഫൈ ചെയ്ത് പരീക്ഷയിൽ എഴുതാൻ ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഹെഡ് ആൻഡ് റൂൾ പറഞ്ഞാലും, ഹാർമോണിയസ് കൺസ്ട്രക്ഷൻ പറഞ്ഞാലും, അല്ലെങ്കിൽ അപ്പുറത്ത് ജനറൽ പ്രോസസ് ആക്ട് പറഞ്ഞാലും എല്ലാത്തിനും ഒരു എക്സാമ്പിൾ പ്രകാരം ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഡോക്യുമെന്റ്, ഡീഡ്, അതുപോലെ തന്നെ എന്താണ് ലിറ്ററൽ കൺസ്ട്രക്ഷനും റീസണബിൾ കൺസ്ട്രക്ഷനും വ്യത്യാസം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഈ ഏരിയയിലെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് എഴുതി ഫലിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ആവശ്യം എക്സാമ്പിൾസ് ആണ്. സാർ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യാം, ഈ ലാസ്റ്റ് രണ്ട് ചാപ്റ്ററും ഒരു പ്രത്യേക ബ്രാഞ്ച് ഓഫ് ലോ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഡിഫറൻറ്റ് സ്റ്റൈലിൽ പഠിക്കണം. സ്റ്റഡി മെറ്റീരിയൽ മൊത്തമായിട്ട് വായിച്ചിരിക്കണം. പോയിന്റ് നമ്പർ 1. പോയിന്റ് നമ്പർ 2, അത് റിലവൻ്റ് ആയിട്ടുള്ള കേസ് ലോസ് പഠിച്ചിരിക്കണം. പോയിന്റ് നമ്പർ 3, എപ്പോഴും എക്സാമ്പിൾസ് യൂസ് ചെയ്ത് പഠിക്കുകയും അത് പരീക്ഷയ്ക്ക് എഴുതുന്നതാണ്. ഇതോടുകൂടി എന്താണ് എൻ്റെ ഈ വീഡിയോ സെഷൻ അവസാനിക്കുകയാണ്. CA ഇന്ററിന്റെ കോർപ്പറേറ്റ് ആൻഡ് അതർ ലോസിന്റെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും ഓവർവ്യൂവും സ്റ്റഡി പ്ലാനും സാറ് ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഹോൾ സിലബസ് 100 മാർക്കിനും സാറ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിൽ എന്തെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യാം, അത് വേറെ കാര്യം. അല്ലാതെ ഓവർവ്യൂ ഏരിയയിലുള്ള ടോട്ടൽ സിലബസ് ഓവർവ്യൂ കഴിഞ്ഞു. നേരത്തെ പറഞ്ഞ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അല്ലേ, ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ എംബോസ്ഡ് ആണ് ചില ആക്ട്. അതിൽ ഏറ്റവും നല്ലത് പറയുന്നത് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട്, ഇന്ത്യൻ കോൺട്രാക്ട്, ഇതെല്ലാം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഉള്ള. ഇപ്പോൾ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് ആക്ട് അല്ലേ, ഞാൻ പറഞ്ഞു ടൈപ്സ് ഓഫ് നെഗോഷ്യബിൾ ബേസിക്കലി 3 ടൈപ്പാണുള്ളത് അല്ലേ. ചെക്ക്, പ്രോമിസറി നോട്ട്, ബിൽസ് ഓഫ് എക്സ്ചേഞ്ച്. ഇത് തമ്മിലുള്ള കമ്പാരിസൺ. ഇവിടുന്ന് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കും, A vs B, C vs C, ഡിക്ക് കൊടുത്തു, A ഡിസ്കൗണ്ടർ ആയി പോയി. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വെച്ചാൽ കോൺട്രാക്ട് ആക്ടിലും നെഗോഷ്യബിൾ ആക്ട് എന്ന് പറഞ്ഞ 2 ആക്ടും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഓറിയന്റഡ് ആണ്. അതർ ലോസിൽ ജനറൽ ക്ലോസസ് ആക്ടും ഇന്റർപ്രിട്ടേഷൻ സ്റ്റാറ്റ്യൂട്ട്സും കേസ് ലോ ബേസ്ഡ് ആയിട്ടുള്ളതും ഒരു എക്സാമ്പിൾ പറയുന്ന ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. കൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ് ഏറ്റവും ആവശ്യം. അപ്പോൾ അതർ ലോസിനെ നമ്മൾ ഇങ്ങനെ വേണം ബ്രാക്കറ്റ് ചെയ്യാനായിട്ട്. കോൺട്രാക്ട് ആക്ട് ഹൈലി പ്രാക്ടിക്കലാണ്, നെഗോഷ്യബിൾ ആക്ട് ഹൈലി പ്രാക്ടിക്കലാണ്. അടുത്ത 2 ഉള്ളൂ. ജനറൽ ക്ലോസസ് ആക്ട് ബേസിക്സ് ആണ്, അതിൻ്റെ മീനിങ് ആണ് ആവശ്യം, കൺസെപ്റ്റ് നോളജ് ആണ് ആവശ്യം. എക്സാമ്പിൾ വെച്ച് കേസ് ലോ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ടി വരും. അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സ്റ്റാറ്റ്യൂട്ട്സും എക്സാമ്പിൾ വെച്ച് കേസ് ലോസ് വെച്ച് പറയേണ്ടി വരും. അപ്പോൾ സാർ എന്താ പറയുന്നത് വെച്ചാൽ ഓരോ ഏരിയയും ഓരോ ചാപ്റ്ററും പഠിക്കേണ്ട ഒരു രീതിയുണ്ട്. ആ ബാണി യൂസ് ചെയ്ത് മാത്രമേ പഠിക്കാവൂ. നല്ല രീതിയിൽ ഇന്റർമീഡിയറ്റ് പഠിച്ചെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി എൻ്റെ ലോ പഠിച്ചെന്നുണ്ടെങ്കിൽ ഫൈനലിൽ കോർപ്പറേറ്റ് എക്കണോമിക് ലോസും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റും. ഞാൻ പണ്ടൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് പഠിച്ചാൽ ലോയ്ക്ക് 60, ഞാൻ പറഞ്ഞു 52 മുതൽ സ്റ്റാർട്ട് ചെയ്യാം, 60, 65, 70 വരെ കൊണ്ടുപോകാം. നല്ല രീതിയിൽ പഠിച്ച് എത്രയും പെട്ടെന്ന് ഫൈനലിൽ വരിക. അവിടെ വെച്ച് അതിൻ്റെ ഓവർവ്യൂ വീഡിയോസ് ആയിട്ട് കാണാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.